أعوذ بالله السميع العليم من الشيطان الرجيم بسم الله الرحمن الرحيم بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم يا همة الشيخ الذي لنا بهذا المحضر ولتأتي في بنظرة تأتي لنا بالغفر اللهم إني أستودعك جميع ما أنظره في هذا الكتاب حتى ترده علي في وقت احتياجي إليه. റൂഹുൽ അദബിലെ 54-55 വരികളുടെ വിശദീകരണമായി നമ്മൾ നോക്കിയിരുന്നത്. അതിൻ്റെ ലുബ് എന്നുള്ള വിശദീകരണത്തിൻ്റെ രണ്ടാമത്തെ ഭാഗമാണെന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഇന്ന് നമുക്ക് പൂർത്തിയാക്കാൻ പറ്റണമെന്നില്ല. ഇൻഷാ അല്ലാഹ് അടുത്ത ദിവസത്തേക്ക് നമുക്ക് അത് പൂർത്തിയാക്കാം. വനാസിഹിൽ ഇഖ്വാന വസ്മത്തു സാഹിബി അഹ്ലുൽ മറൂഅത്തി മിനൽ അഖാരിബി വൽമർഉ ഫീ ദീനി ഖരീനിഹിൽ ഹഖീം വൽമർഉ ഫീ ദീനി ഖരീനിഹിൽ ഹമീം ഇൻ സാലിഹൻ ഫസാലിഹ് വ ഇൻ ബഹീം. ഇതിൽ വനാസിഹിൽ ഇഖ്വാൻ എന്നുള്ള ഭാഗമാണ് നമ്മൾ കഴിഞ്ഞ ദർസിൽ സംസാരിച്ചത്. ഇഖ്വാനിങ്ങളോട് നിങ്ങൾ ഗുണകാംക്ഷയോട് കൂടിയുള്ള ഉപദേശകനായിരിക്കണം എന്ന് പറഞ്ഞത്. ഇന്ന് നമ്മൾ സംസാരിക്കുന്ന വസ്മുത്ത് എന്ന ഭാഗമാണ്. നിങ്ങൾ മൗനം, അല്ലെങ്കിൽ നിങ്ങൾ മൗനം പാലിക്കണം. സ്വാഹിബി അഹ്ലുൽ മറൂഅത്തി മിനൽ അഖാരിബി, ആത്മീയ ബന്ധുക്കളിൽ നിന്ന് സ്വഭാവ മഹിമയുള്ള ആളുകളോട് നിങ്ങൾ കൂട്ടുകൂടണം, സഹവസിക്കണം എന്ന ഭാഗം ഇൻഷാ അല്ലാഹ് അടുത്ത ദിവസം വിശദീകരിക്കാം. വസ്മുത്ത്, നമ്മൾ മൗനം പാലിക്കണം, അതിനെ വിശദീകരിക്കണം. ദാലിക ഹുവൻ നുസ്. അപ്പോൾ ഇതുവരെ നമ്മൾ പറഞ്ഞത് ഗുണകാംക്ഷയോടുകൂടി ഉപദേശകനായി നിലകൊള്ളണം എന്ന കാര്യമാണ്. ഇന്നഹു ലാ യക്മുലുൽ ഈമാനു ഇല്ലാ ബിഹി, അതുകൊണ്ട് ആ നസീഹത്ത് കൊണ്ടല്ലാതെ ഈമാൻ പൂർത്തീകരിക്കപ്പെടൂല. വലാ യക്മുലു ഹുവ ഇല്ലാ ബിസംത്, എന്നാൽ ഈ നസീഹത്തുണ്ടല്ലോ അത് ഈ സംത്ത് കൊണ്ടല്ലാതെ പൂർത്തീകരിക്കപ്പെടൂല. മൗനം പാലിക്കുന്നത് കൊണ്ടല്ലാതെ നസീഹത്ത് പൂർത്തീകരിക്കപ്പെടൂല. വഹുവ അൻ യസുദ്ദുൽ മർഉ നഫ്സഹു അനിൽ ബദാഅതി ഫിൽ കലാം. എന്താ മൗനം എന്ന് പറയുന്നത്? മൗനം പാലിക്കുക എന്ന് പറയുന്നത് ഒരു മനുഷ്യൻ അവൻ സ്വയം അവനെ തടഞ്ഞു നിർത്തലാണ്. അനിൽ ബദാഅതി ഫിൽ കലാം, അദ്ദേഹത്തിൻ്റെ സംസാരത്തിൽ മോശമായതിനെ, അദ്ദേഹത്തിൻ്റെ സംസാരത്തിൽ മോശമായ സംസാരങ്ങൾ വരുന്നതിൽ നിന്ന് പിന്നെ അദ്ദേഹത്തെ തന്നെ തടഞ്ഞു നിർത്തലാണ് മൗനം പാലിക്കുക എന്ന് പറഞ്ഞാൽ. വയം യംനാഹ അൻഅലാനി, അതുപോലെ തന്നെ സ്വന്തത്തെ തടഞ്ഞു നിർത്തലാണ്. അൻഅലാനി, വെളിവാക്കുന്നതിനെ തൊട്ട്. മാ അലൈഹി ഐറുഹു മിൻ അഹ്വാലി യജിബു ഇസ്റാറുഹ, മറ്റുള്ളവരുടെ വിവരങ്ങൾ എന്തെങ്കിലും ഇവൻ്റെ കയ്യിലുണ്ടെങ്കിൽ അത് രഹസ്യമാക്കി വെക്കൽ നിർബന്ധമാണെങ്കിൽ അത് പുറത്ത് പറയാതിരിക്കുക. അപ്പോൾ മറ്റുള്ളവരുടെ വിഷയങ്ങൾ എന്തെങ്കിലും ഒരാളുടെ കയ്യിലുണ്ട്, അത് രഹസ്യമാണ്, പുറത്ത് പറയാൻ പാടില്ലാത്തതാണ് എങ്കിൽ അത് പുറത്ത് പറയാതിരിക്കലും അതും മൗനത്തിൻ്റെ ഭാഗത്തിൽപ്പെട്ടതാണ്. വയത്തബിഅൽ ഹഖ ഫീ തആയുഷി മഅന്നാസ്, അതുപോലെ ജനങ്ങളെ കൂടെ ജീവിക്കുമ്പോഴും അവരുമായി ബന്ധപ്പെടുമ്പോഴൊക്കെ സത്യത്തെ മാത്രം തേടുക എന്നുള്ളതും. ഉസൂലൻ ലിസആദതി വസ്സലാമ, അങ്ങനെയാണെങ്കിൽ അവന് അതിലൂടെ സന്തോഷവും സമാധാനവും ശാന്തിയൊക്കെ നേടിയെടുക്കാൻ സാധിക്കും. അപ്പം മൗനം എന്ന് പറയുന്നത് മോശപ്പെട്ട വാക്കുകൾ വരാതിരിക്കലാണ്. അതുപോലെ തന്നെ മറ്റുള്ളവരുടെ എന്തെങ്കിലും രഹസ്യമായ കാര്യങ്ങൾ അവൻ്റെ അടുത്തുണ്ടെങ്കിൽ ആ കാര്യം പുറത്തു പറയാതിരിക്കലുമാണ്. മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ ഫൽയഖുൽ ഖൈറൻ ഔ ലിയസ്മത്, ആരെങ്കിലും അല്ലാഹുവിലും അവൻ്റെ റസൂൽ അവൻ്റെ അന്ത്യനാളിലും വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അവൻ നല്ലത് സംസാരിക്കട്ടെ, അല്ലെങ്കിൽ മൗനം പാലിച്ചു കൂട്ടട്ടെ. ഹദീസുൽ മർവിയുൻ അനി നബിയിൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വഅലിഹി വസല്ലം, ഇത് സയ്യിദുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് വന്ന ഹദീസാണ്. ദഅവതൻ ഇലാ തഹല്ലുഖ് ബിഹാദിഹിൽ ഫദീലത്തുൽ അദീമ, ഈ ഹദീസ്
ഈ മഹത്തായ ഒരു ഗുണത്തിലേക്ക്, ഈ മഹത്തായ സ്വഭാവത്തിലേക്ക് നമ്മൾ വിളിക്കുന്ന ഒരു ഹദീസാണ്. ഏത് സ്വഭാവത്തിലേക്ക്? മൗനം പാലിക്കണം എന്നുള്ള സ്വഭാവത്തിലേക്ക്. വൈദാ മാ റുസിക്കൽ ഇൻസാനു സംത്, ഒരു മനുഷ്യന് മൗനം എന്നൊരു അവസ്ഥ നൽകപ്പെട്ടാൽ ഫഖദ് റുസിക ഹുൽഖൻ സദീദൻ, അവന് ഏറ്റവും നേരായ ശരിയായ ഒരു സ്വഭാവവിശേഷണമാണ് അതുകൊണ്ട് നൽകപ്പെട്ടിട്ടുള്ളത്. യസുദ്ദു അലൈഹി സുബുലൻ ഇലാ ദിക്രി ഉയൂബിൽ ആഖരീൻ, അത് മറ്റുള്ളവരുടെ കുറവുകൾ പുറത്ത് പറയുന്നതിനെ തൊട്ടുള്ള വഴി അവൻ്റെ മുമ്പിൽ അടച്ചു വെക്കുന്നു. ഫി ഐബാത്തിഹിം വഹദാറാത്തിഹിം, അവരുടെ സാന്നിധ്യത്തിലും അസാന്നിധ്യത്തിലും. അപ്പോൾ ഒരാൾക്ക് മൗനം പാലിച്ച ഒരാളാണ്, മൗനം പാലിക്കുന്ന ഒരാളാണ് എന്ന് പറയുക എപ്പോഴാണ്? ഒരാൾ ഇങ്ങനെ എപ്പോഴും ഉണ്ടാകാൻ നടക്കുന്നുണ്ട്, പക്ഷേ മറ്റുള്ളവർ കുറവ് പറയുന്ന സമയത്തൊന്നും നല്ല മുണ്ടാത്ത പ്രശ്നമൊന്നുമില്ല, നന്നായിട്ട് മുണ്ടും. ആ മൗനത്തിനല്ല മൗനം പാലിക്കുക എന്നാൽ. മൗനം പാലിക്കുന്ന ഒരു അവസ്ഥ ഒരാൾക്കുണ്ടെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? അവന് മറ്റുള്ളവരുടെ കുറവുകൾ എന്തെങ്കിലും അവൻ്റെ അടുത്തുണ്ടെങ്കിൽ, അവന് കാണാനോ അറിയാനോ ഇടപെട്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ വഴികൾ അവൻ്റെ മുമ്പിൽ അടഞ്ഞു കിടക്കുന്നതാണ്. അതിലേക്ക് അവൻ നോക്കുന്നില്ല. അത് അവന് വേറെ ആളോട് പറയൂല, അവരുടെ സാന്നിധ്യത്തിലും പറയൂല, അസാന്നിധ്യത്തിലും പറയൂല. വലോ കശഫ്തഹ റീഹുൽ ഖദ്രി അലാ റുയതി മിൻഹു ബിലാ ഇത്തിലാ, ഇനി മറ്റുള്ളവരുടെ കുറവുകളിലേക്ക് അവൻ നോക്കൂല എന്ന് മാത്രമല്ല, ഇനി വിധിയുടെ കാറ്റ് മറ്റുള്ളവരുടെ കുറവ് എന്തെങ്കിലും അവൻ്റെ മുമ്പിൽ കാണിച്ചു കൊടുത്താൽ, അത് അവൻ അറിയാതെ കണ്ടുപോയി, അറിയാതെ കേട്ടുപോയി, അറിയാതെ അറിഞ്ഞുപോയി മറ്റുള്ളവർ എന്തൊരു കുറവ്, പക്ഷെ അവൻ തേടിയിട്ടൊന്നല്ല, അറിയാതെ സംഭവിച്ചു പോയതാണ്. അങ്ങനെയാണെങ്കിലോ ഫൈന്നഹു യതജാഹലു അൻഹ, അവനത് അറിയാത്ത പോലെ നടിക്കും. അത് അവനെ അറിഞ്ഞിട്ട് പോലും ഇല്ല എന്നുള്ള രൂപത്തിലായിരിക്കും അവൻ്റെ പെരുമാറ്റം ഉണ്ടാവുക. അല്ലാതെ ആ കുറവ് അറിഞ്ഞ് നിന്ന് സൂക്ഷിച്ചു വെക്കുന്നതല്ല, മറ്റുള്ളവരോട് പറയുകയല്ല, അവനറിയാത്ത പോലെ നിൽക്കും. വയംതനിയു അൻ തഹ്സിയതിഹ ഫി ഹസാഇനി ദിഹ്നി, അതുപോലെ തന്നെ അവൻ്റെ ഉള്ളിൽ അത് സൂക്ഷിക്കുന്നത് ഒഴിവാക്കും. ഇപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നല്ല മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ഒരാളുടെ കുറവ് വേറൊരാളോട് പറയാത്തവനാണ്. എന്നാൽ ഇദ്ദേഹം പറയൂല എന്ന് മാത്രമല്ല, സ്വന്തം ഉള്ളിൽ അത് സൂക്ഷിച്ചു വെക്കുകയും ഇല്ല. എന്തുകൊണ്ടത്? തതനസ്സുഹൻ മിൻ അൻ തദ്ഫഅഹു നഫ്സു ഇലാ അൻ യഖൂലു ബിഹി ലിസാനുഹു യൗമൻ, അവൻ പേടിച്ചിട്ടാണ് അങ്ങനെ അവൻ്റെ ഉള്ളിൽ വരെ വെക്കാത്ത. എന്തിൻ്റെ പേടി? ഏതെങ്കിലും ഒരു ദിവസം ഞാനതെങ്ങാനും വെളിവാക്കി പോയാലോ എന്ന് കരുതിയിട്ട്, ആ കുറവെങ്ങാനും ഏതെങ്കിലും ദിവസം ഞാൻ വെളിവാക്കി പോയാലോ എന്ന് കരുതിയിട്ട് അവൻ്റെ ഹൃദയത്തിൽ തന്നെ അവൻ സൂക്ഷിക്കൂല. മഖാമുൻ അസീസുൽ വസൂലു ഇലൈഹി, ഇത് ഒരു മനുഷ്യന് അള്ളാഹു നൽകാവുന്ന ഏറ്റവും ഒരു വലിയൊരു മഖാമാണ്. ഇല്ലാ മൻ ഇൻഷാ അല്ലാഹു ലഹുൽ ഫൗസു വന്നജാ, അള്ളാഹു വിജയവും മോക്ഷവും ഒക്കെ നൽകാൻ ഉദ്ദേശിച്ച ആളുകൾക്ക് മാത്രം അള്ളാഹു നൽകുന്നൊരു മക്കാമാണത്. അപ്പോൾ സംത്തിൻ്റെ മക്കാം, ഒരാൾ മൗനിയാണ് എന്ന് പറഞ്ഞാൽ സംത്തിന് ആത്മീയമായ മക്കാമാണല്ലോ. ആ മക്കാമിലേക്ക് ഒരാൾ എത്തുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? അവൻ മറ്റുള്ളവരെ കുറവ് അന്വേഷിക്കാൻ നിൽക്കില്ല. ഒന്ന്. രണ്ടാമത്തത്, എങ്ങാനും മറ്റുള്ളവരെ കുറവെങ്ങാനും അവൻ്റെ മുമ്പിൽ വെളിവാക്കപ്പെട്ടാൽ, ബാഹ്യമായിട്ട് അവൻ ഉദ്ദേശിക്കാതെ അവൻ തേടാതെ എങ്ങാനും അത് വെളിവായാൽ അവനത് കണ്ടില്ല എന്നടിക്കും. കണ്ടില്ല എന്നടിക്കുമെന്ന് മാത്രമല്ല, അവൻ്റെ ഉള്ളിൽ വരെ അത് സൂക്ഷിക്കൂല. അതായത് വേറെ ആളോട് പറയില്ല എന്ന് മാത്രമല്ല, അവൻ്റെ ഉള്ളിൽ വരെ സൂക്ഷിക്കൂല. എന്തുകൊണ്ടാണ് അവൻ്റെ ഉള്ളിൽ സൂക്ഷിക്കാത്തത്? ഞാൻ ഏതെങ്കിലും ദോഷമെങ്ങാനും ഒരാളോട് പറഞ്ഞു പോയാലോ എന്ന് പേടിച്ചിട്ട്. അത്രത്തോളം ഉള്ളിൽ വരെ സൂക്ഷിക്കൂല. ഇതാണ് ഈ സംത്ത്. നിങ്ങൾ നല്ലത് സംസാരിക്കണം, അല്ലെങ്കിൽ മൗനം പാലിക്കണം എന്നാണ്. ഈ മൗനം എന്ന് പറയുന്ന മക്കാം ഇതാണ്. അത് നമ്മളെപ്പോഴും ഇങ്ങനെ വെറുതെ മിണ്ടാതിരിക്കുക എന്നുള്ളതല്ല. കാന ഖലീഫത്ത് അബൂബക്കർ സിദ്ദീഖ് അമീറുൽ മുഅ്മിനീൻ ഖലീഫ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തങ്ങൾ യഹൂദ് ലിസാനിഹി യഖൂൽ, മഹാനവറുകൾ തൻ്റെ നാവ് ഇങ്ങനെ പിടിച്ചിട്ട് പറഞ്ഞു,
അതാ ഔറദനി മവാരീദ്, ഇതാണ് എന്നെ വളരെ ബുദ്ധിമുട്ടുള്ള പ്രയാസകരമായ സാഹചര്യങ്ങളിലേക്കും അവസ്ഥകളിലേക്കൊക്കെ എത്തിച്ചത് ഈ ഒരു സാധനം. ഞാൻ ഇതിനെ നിയന്ത്രിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനൊന്നും അവസ്ഥയിലേക്ക് എത്തൂലായിരുന്നു പറയുന്ന അബൂബക്കർ സിദ്ദീഖ് തന്നെയാണ്. അപ്പോൾ നമ്മൾ സംസാരിക്കൽ ചില സ്ഥലത്ത് സംസാരിക്കൽ നിന്നിട്ടുണ്ടെങ്കിൽ ഏകദേശം പ്രശ്നങ്ങളൊക്കെ സോൾവ് ആയേനെ. നമ്മൾ സംസാരിച്ചതുകൊണ്ടാണ് പ്രശ്നം ഉണ്ടായിട്ടുണ്ടാവും. നമ്മൾ മറ്റുള്ളവരെ കുറവുകൾ പറഞ്ഞുകൊണ്ടായിരിക്കും പ്രശ്നം ഉണ്ടാവുക. അനാവശ്യ സാഹചര്യങ്ങൾ നമ്മൾ ഇടപെട്ടുകൊണ്ടായിരിക്കും പ്രശ്നം ഉണ്ടാവുക. ഇതൊക്കെ നമ്മൾ നാവുകൊണ്ട് ഉണ്ടാക്കി തീർക്കുന്ന വിപത്താണ്. അപ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു നാവിനെ പിടിച്ചിട്ട് പറഞ്ഞതാണ്, ഇതാണ് എന്നെ പ്രയാസകരമായ സാഹചര്യങ്ങളിലൊക്കെ എത്തിച്ചത്. വഖാല അമീറുൽ മുഅ്മിനീൻ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു, സയ്യിദുനാ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു തങ്ങൾ പറഞ്ഞു, മൻ കസുറ കലാമുഹു കസുറ സഖത, ആരെങ്കിലും ഒരുപാട് സംസാരിച്ചാൽ അവന് ഒരുപാട് വീഴ്ചകൾ സംഭവിക്കും. സഖത്ത് എന്ന് പറഞ്ഞാൽ തെറ്റല്ല, നമ്മളറിയാതെ സംഭവിച്ചു പോകുന്നത്. നമ്മൾ ചില ആൾക്കാർ കമ്പനി കൂടിയിട്ട് ഇങ്ങനെ വെറുതെ പിന്നെന്താ വേറെന്താ പിന്നെന്താ വിശേഷം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഇരിക്കുമല്ലോ, കുറേ സംസാരിച്ചിട്ട്. അങ്ങനെ ഒരുപാട് സംസാരിക്കുമ്പോൾ കാര്യമൊന്നും ഉണ്ടാവില്ല. നമ്മൾ സുഹൃത്തായ രൂപത്തിൽ ഇങ്ങനെ സംസാരിക്കായിരിക്കും, ഹി എന്ന് പറയാൻ വേറെ ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെ സംസാരിക്കായിരിക്കും. അങ്ങനെ ഇങ്ങനെ സംസാരിക്കുന്നതനുസരിച്ച് അറിയാതെ നമ്മൾ ഉദ്ദേശിച്ചിട്ടല്ല, അറിയാതെ ഒരു ഇതും കൊണ്ട് വീണ് പോകും നമ്മൾ നാവുന്നത്. ചിലപ്പോൾ അവരെ വേദനിപ്പിക്കുന്നതാവും, ചിലപ്പോൾ അവരുമായി ബന്ധപ്പെട്ട വേറെ ആരെങ്കിലും പറ്റി അവരോട് പറയുന്നതാവാം, അവരോട് പറയാൻ പാടില്ലാതെ സ്വന്തം കുറവുകൾ തന്നെ മറ്റൊരാളോട് പറയുന്നതാവാം. എന്താണെങ്കിലും അങ്ങനെ നാവൊന്ന് ജസ്റ്റ് ഒന്ന് വൈദ്യ വീണെന്ന് വരാം. അപ്പോൾ ആരെങ്കിലും ഒരുപാട് സംസാരിക്കുമ്പോൾ ആ സംസാരത്തിൽ ഇത്തരം വൈദ്യുതികൾ വളരെ കൂടും. ഒമൻ കസറ സക്കത്തഹു കസറത്ത് ദുനൂബ, ഇങ്ങനെയുള്ളത് ഒരുപാടായാലോ അതുകൊണ്ട് ഒരുപാട് തെറ്റുകൾ സംഭവിക്കും. പിന്നെ ഇങ്ങനെ കുറേ ഇങ്ങനെ അറിയാതെ വൈദ്യുതി വീഴുന്നത് സംഭവിച്ച് കുറേ കഴിഞ്ഞാൽ വൈദ്യുതി വീഴുന്നത് മാറിയിട്ട് ശരിക്കും പറയലല്ല. അപ്പോൾ തെറ്റാണ് അവൻ്റെ അടുത്ത് പിന്നെ സംഭവിക്കുക. അവൻ കസുറത്ത് ദുനൂബഹു കാണത്തിന്നാർ ഔലാബി, അവന് ഒരുപാട് തെറ്റ് വർദ്ധിച്ചാൽ പിന്നെ അവന് നല്ലത് നരകം തന്നെ. അതായത് നിനക്കാണ് അവന് ഏറ്റവും യോജിച്ചത്. അപ്പോൾ അതിലേക്കൊക്കെ അവൻ എത്തിയത് എവിടുന്നാണ്, സ്റ്റാർട്ട് ചെയ്ത് എവിടുന്നാണ്? ഒരുപാട് സംസാരിച്ചത്. അതുകൊണ്ട് അനാവശ്യമായി സംസാരിക്കരുത്. റൂയ അൻ ഇബ്നു മസൂദ് റളിയല്ലാഹു അൻഹു ഖാൽ, ഇബ്നു മസൂദ് റളിയല്ലാഹു അൻഹു തങ്ങളിൽ നിന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, മഹാനവകൾ പറഞ്ഞു, ഇയ്യാക്കും ഫുദൂലുൽ കലാം, നിങ്ങൾ നന്നായി സൂക്ഷിക്കണം. ഫുദൂലുൽ കലാം, ഒരുപാട് സംസാരിക്കുന്നത്. ഹസ്ബും മാ ബലാഹ ഹജത്തുഹു, ഒരാൾക്ക് എന്താണോ ആവശ്യമുള്ളത് അതിനനുസരിച്ച് സംസാരിച്ചാൽ മതി. അതിൻ്റെ അപ്പുറത്ത് ഒരുപാട് സംസാരിക്കരുത്. ഒരുപാട് സംസാരിക്കുന്നത് നല്ലതല്ല. അതൊക്കെ ഈ പറഞ്ഞ പ്രശ്നങ്ങൾ ഉണ്ടാക്കി തീർക്കും. പലപ്പോഴും ഇതൊക്കെ നമ്മൾ ഈ സുഹൃത്തുക്കളുടെ ഇടയിലാണ്. ഒരുപാട് ഇങ്ങനെ കത്തിയടിക്കുന്ന സ്വഭാവം, മണിക്കൂറുകളോളം കമ്പനി കൂടുക, ആവശ്യമില്ലാതെ സംസാരിച്ചു കൊണ്ടിരിക്കുക, അവിടെയാണ് പ്രശ്നം. അതുകൊണ്ടാണ് നമ്മളെ ത്വരീക്കത്തിൽ പിന്നെ ഈ കൂട്ടുകൂടുന്ന സമയങ്ങളിലൊക്കെ ദിക്റും ഇബാദത്തും ദിക്റും മൗലിദും ഒക്കെ വർദ്ധിപ്പിക്കാൻ മശായിഖന്മാർ പ്രോത്സാഹനം നൽകുന്നത്. ആ സമയങ്ങളിൽ നമ്മൾ കുറച്ച് ദിക്റല്ലി, ഖുർആൻ ഓതി, പിന്നെ മൗലിദ് ഓതി, അതിനെക്കൊണ്ട് ആസ്വദിച്ചു, അള്ളാഹുവിനെ കൊണ്ട് സന്തോഷിച്ചു, ദിക്റ് കൊണ്ട് ആഹ്ലാദിച്ചു. അങ്ങനത്തെ കാര്യങ്ങൾ വരുമ്പോൾ അതിൽ ഇങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. നമുക്ക് കൂട്ടുകൂടിയാൽ സന്തോഷം ഉണ്ടാവും, അവിടെ നമ്മൾ ഭക്ഷണം വിതരണം ചെയ്ത സന്തോഷം ഉണ്ടാവും, അതിൽ പങ്കെടുത്ത സന്തോഷം ഉണ്ടാവും. ആ സമയം ഒക്കെ വലിയ അള്ളാഹിൻ്റെ അടുത്ത് വലിയ പ്രതിഫലമുള്ളതാണ്. അതേസമയം നമ്മളിങ്ങനെ കൂട്ടുകൂടി ഇരുന്നിട്ട് വെറും കത്തിയടി, വേറൊന്നുമില്ല, അങ്ങനെ ഇരുന്നിങ്ങനെ കത്തിയടിക്കുക, അത് ആണ് പ്രശ്നം. ഇയ്യാക ഫദൂലുൽ കലാം, ഒരുപാട് ഇങ്ങനെ സംസാരിക്കാൻ നിങ്ങൾ സൂക്ഷിക്കണം. ഹസ്ബും മാബല ഹാജർ, ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന് ആവശ്യമുള്ളത് ആവശ്യത്തിന് മാത്രം സംസാരിച്ചാൽ മതി. ഇത്ര ആവശ്യമുണ്ടോ എന്ന് നോക്കുക, ആ ആവശ്യത്തിന് മാത്രം സംസാരിച്ചാൽ മതി. ഒമിൻ കലാമിഹി ഐദൻ, അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ സംസാരങ്ങളിൽ പെട്ടതാണ് വലില്ലാഹില്ലദി ലാ ഇലാഹ ഇല്ലാഹു, അള്ളാഹു അല്ലാത്തൊരു ഇലാഹില്ല, അവനാണ് സത്യം. മാ അലല്ലാ ഹക്കോ ബി തോലി സിജിനി മിനൽ ലിസാൻ, ഈ ഭൂമിയിൽ പിന്നെ ഒരുപാട് കാലം ഈ എന്താ പറയുക, സിജിൻ എന്ന് പറഞ്ഞാൽ ജയിലിലിടാൻ ഏറ്റവും യോജിച്ചത് ഈ നാവിനേക്കാൾ വേറൊന്നുമില്ല.
കുറച്ച് നേരം ഇട്ടാൽ പോലെ, കാലങ്ങളോളം ഇടണം, വർഷങ്ങളോളം നാവിനെ ജയിലിലടക്കണം. അതിനേക്കാളും നല്ല പരിപാടി വേറെ ഇല്ല. നാവിനേക്കാളും അതിന് യോജിച്ച ഒരു സംഭവം വേറെ ഇല്ല. അനിൻ നഹഈ റഹിമഹുല്ലാഹു, മഹാനുകൾ പറഞ്ഞു, കാല യുഹ്ലിക്കുന്നാസു ഫീ ഫുദൂലുൽ മാലി വൽ കലാം. മനുഷ്യന്മാർ നശിക്കുന്നത് സമ്പത്ത്, ഒരുപാട് സമ്പത്ത് കൊണ്ടും കലാം, ഒരുപാട് സംസാരം കൊണ്ടുമാണ്. ഫഇന്ന ഇക്സാറ മിനൽ കലാം അല്ലദീ ലാ ഹാജത ഇലൈഹി. കാരണം ഒരുപാട് സംസാരിക്കുന്നതിൽ, ആവശ്യമില്ലാതെ ഒരുപാട് സംസാരിക്കുന്നതിൽ യൂജിബു ഫസാഹത്തുൽ ഖുലൂബ്, അതുകൊണ്ട് ഹൃദയം മോശമായി പോകും, ഹൃദയം കട്ടിയായി പോകും. അപ്പോൾ ഇവിടെ പറഞ്ഞത്, നമ്മൾ ഒരുപാട് സംസാരിക്കുന്നത്, ആവശ്യമില്ലാത്ത സംസാരം അവൻ്റെ ഹൃദയത്തിനെ കട്ടിയാക്കും. കമാഫി തിർമിദി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്, ഫി ഹദീസ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു തങ്ങളിൽ നിന്നുള്ള ഹദീസ്, ലാ തക്സിറു കലാം ബിഐരി ദിക്രില്ല. അള്ളാഹിൻ്റെ ദിക്റല്ലാതെ ഒരുപാട് സംസാരം വർദ്ധിപ്പിക്കരുത്. നമ്മൾ ദിക്റിൻ്റെ മജ്‌ലിസൊക്കെ ഇരുന്നിട്ട് കുറേ ദിക്റിലൊന്നും കുഴപ്പമില്ല, നമ്മൾ ഒരുപാട് സംസാരം വർദ്ധിപ്പിക്കരുത്. ഇതൊക്കെ പ്രത്യേകിച്ചും നമ്മളെ വീടുകളിലൊക്കെ നമ്മളിങ്ങനെ നമ്മളെ പണിയൊക്കെ കഴിഞ്ഞ്, അല്ലെങ്കിൽ ഒരു പുരുഷന്മാരാണ് അവിടെ ജോലിയൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ അങ്ങാടി പോയിരിക്കുക, പെണ്ണുങ്ങളാണ് പണിയൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ അയൽവാസികളുടെ കൂടെ ഒക്കെ പോയി ഇങ്ങനെ ഇരുന്നിട്ട് പിന്നെ സംസാരം തന്നെ 2-3 മണിക്കൂർ, പുരുഷന്മാരതുപോലെ തന്നെ സംസാരം 2-3 മണിക്കൂർ, അത് പറ്റൂല. ലാ തക്സിറുൽ കലാം ആ രീതിക്കില്ല. അള്ളാഹിൻ്റെ ദിക്ർ വർദ്ധിപ്പിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല, അല്ലാത്തത് പറ്റൂല. ഫഇന്ന കസറത്തൽ കലാമി ബിഗൈരി ദിക്രില്ലാഹി ഖസ്വത്തുൽ ഖൽബ്. അള്ളാഹിൻ്റെ ദിക്റിന് വേണ്ടിയല്ലാതെ ഒരുപാട് സംസാരിക്കുന്നത് ഹൃദയത്തിനെ കട്ടിയാക്കി കളയും, ഹൃദയത്തിനെ കഠിനമാക്കി കളയും. വഇന്ന അബ്അദുന്നാസു മിനല്ലാഹിൽ ഖുലൂബുൽ ഖാസി. കട്ടിയായ ഹൃദയമുള്ളവരാണ് അള്ളാഹിൻ്റെ അടുത്ത് ഏറ്റവും അകന്ന ആൾക്കാർ. അപ്പോൾ അള്ളാഹിനോടുള്ള അകൽച്ചയിലേക്ക് നമ്മൾ എത്തിച്ചേർന്ന ഒരുപാട് സംസാരം നമ്മൾ ഹൃദയത്തെ കട്ടിയാക്കും. കട്ടിയായ ഹൃദയം നമ്മളെ പാപങ്ങളിലേക്ക് കൊണ്ടെത്തിക്കും. പാപങ്ങളുടെ ഹൃദയം കൂടുതൽ നമ്മളെ ഹൃദയത്തെ കട്ടിയാക്കും. അങ്ങനെ ഹൃദയം കട്ടിയായി നമ്മൾ അള്ളാഹുവിൽ നിന്ന് ഏറ്റവും അകന്നവരായി മാറും. അതിലേക്ക് നമ്മൾ എത്തിച്ചേർന്ന ഒരുപാട് സംസാരിച്ച്. ഇനി വഫീഹിയ, ഈ പറയുന്ന ഭാഗം ശ്രദ്ധിച്ച് കേൾക്കണം കേട്ടോ. ഇഹ്യാ ഉലുമുദ്ദീൻ വളരെ പ്രസക്തമായ, ഇതൊക്കെ നമ്മളെപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളായിരിക്കും. നമ്മൾ മൗനം എന്ന് പറഞ്ഞാൽ അതത്രയൊന്നും ഗവനിക്കുന്നുണ്ടാവില്ല. ഈ പറഞ്ഞ കാര്യങ്ങൾ, ഇഹ്യാ ഉലുമുദ്ദീൻ നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ സ്ഥിരമായി നമ്മുടെ ജീവിതത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളായിരിക്കും, ആളുകളുമായി ബന്ധപ്പെട്ടിട്ട്. എന്താന്ന് നോക്കുക. വഫീ ഇഹ്യാ ഉലുമുദ്ദീനിൽ കാണാം, അമ്മ സുക്കൂത്തു വഹുവ അൻ യസ്കുതു അൻ ദിക്രി ഉയൂബിഹി ഐ ആഖർ. മൗനം പാലിക്കുക എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരുടെ കുറവുകൾ പറയാതിരിക്കുക എന്നുള്ളതാണ്. ഫി ഐബത്തിഹി വഹദറത്തി, അവരുടെ സാന്നിധ്യത്തിലും അസാന്നിധ്യത്തിലും മറ്റുള്ളവരുടെ കുറവുകൾ പറയരുത്. അതാണ് മൗനം പാലിക്കുക എന്ന് ഉദ്ദേശിക്കുന്നത്. ബൽ യതജാഹലൻ, നമ്മളെന്താ ചെയ്യേണ്ടത്? മറ്റുള്ളവരുടെ കുറവുകളുടെ വിഷയത്തിൽ നമ്മളത് കണ്ടില്ല എന്നടിക്കണം, അത് നോക്കരുത്. അതിനെ അറിയാത്ത പോലെ നിൽക്കണം. വയസ്കുതു അനിർ റദ്ദി അലൈഹി ഫീമാ യതകല്ലമു ബിഹി. അതുപോലെ ഒരാൾ ഭയങ്കരമായ ഒരാളങ്ങ് ഒപ്പോസ് ചെയ്യാന്ന് കരുതുക, എതിർത്ത് സംസാരിച്ചുകൊണ്ടിരിക്കുക, കുറ്റപ്പെടുത്തുകയാണ്. അങ്ങനെയാണെങ്കിൽ അതിനെ എതിർത്ത് സംസാരിക്കാതിരിക്കുക. അപ്പം നമ്മൾ ആരെയും കുറ്റപ്പെടുത്തിയാൽ അംഗീകരിച്ചു കൊടുക്കുക, എതിർത്ത് സംസാരിക്കേണ്ട. മൗനം പാലിക്കാതെ മറ്റുള്ളവർ കുറവ് പറയാതിരിക്കുക, ഒന്ന്. രണ്ടാമത്തത്, നമ്മൾ ആരെങ്കിലും എതിർത്താൽ തിരിച്ചെതിർക്കാതിരിക്കുക. അത് ഒരു പറഞ്ഞോട്ടെ എന്ന് വിചാരിക്കുക, നമ്മളതിനെ എതിർക്കാതിരിക്കുക. പിന്നെയോ വലായുമാരിയഹു വലായുനാഖിഷഹു, അനാവശ്യമായ തർക്കിക്കാതെയും സംവാദം നടത്താതെ ഇരിക്കുക, തർക്കത്തിന് മുതിരാതിരിക്കുക. ഒരു തർക്കം വരുന്നുണ്ടെങ്കിൽ അതിൽ മാറിക്കുക. നമുക്കെന്ത് ചെയ്യാം? ആളുകളോട് നസീഹത്താവാം. നസീഹത്ത് എപ്പോഴും ഒരാൾ കേൾക്കുന്നുണ്ടാവും, പറയുന്നുണ്ടാവും, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒരു
ഗുണകാംക്ഷ ഉണ്ടാവും. തർക്കം എന്ന് പറഞ്ഞാൽ ഞാനാണ് ശരി നീയാണ് തെറ്റ് എന്ന് പറഞ്ഞ് ഇങ്ങനെ അടി കൂടുന്ന പരിപാടിയാണ്. അതൊഴിവാക്കുക. മൂന്നാമത്തെ കാര്യം, മറ്റുള്ളവരെ കുറ്റം പറയാതിരിക്കുക. രണ്ടാമത്തെ, മറ്റുള്ളവരെ എതിർത്താൽ അത് തിരിച്ചെതിർക്കാതിരിക്കുക. മൂന്നാമത്തെ തർക്കിക്കാതിരിക്കുക. നാലാമത്തത് വാൻ യസ്കുതു അനി തജസ്സുസ്, മറ്റുള്ളവരെ കുറവുകളിലേക്ക് എന്തു ചെയ്യാം, ഈ ചൂന്ന് നോക്കലുണ്ടല്ലോ, എന്താ പറയാം മലയാളത്തിൽ, നോക്കൽ എന്നല്ല, ഈ സ്പൈ ചെയ്യാന്ന് പറയല്ലേ, ഒരു ചാരപ്പണി ചെയ്യാതിരിക്കുക. മറ്റുള്ളവരുടെ പരിപാടികൾ നമ്മളിങ്ങനെ അവരറിയാതെ നോക്കുക, ആ പരിപാടി ചെയ്യാതിരിക്കുക. അതും മൗനത്തിൻ്റെ ഭാഗമാണ്. മറ്റുള്ളവർ പ്രത്യേകിച്ച് നമ്മൾ മറ്റുള്ളവരെ പ്രത്യേകിച്ച് നമ്മൾ ഈ സുഹൃത്തുക്കൾ തമ്മിൽ, പിന്നെ അതുപോലെ ഭാര്യ ഭർത്താവ് തമ്മിൽ, ഇവരൊക്കെ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ചാരപ്പണി ചെയ്തുകൊണ്ടിരിക്കുക. അതായത് അവരെന്താ ചെയ്യണമെന്ന് നോക്കുക, വേറെ ആൾക്കാരെ ഏൽപ്പിക്കുക, അവരെന്താ ചെയ്യുന്നത് നോക്കാൻ വേണ്ടി. അവരറിയാതെ അവരെ മൊബൈൽ ചെക്ക് ചെയ്യുക, അവരെ അക്കൗണ്ട് നോക്കുക, ഇങ്ങനെയൊക്കെ ഉണ്ടല്ലോ. അതൊക്കെ നമ്മൾ ചാരപ്പണി ചെയ്യുന്നതാണ്. അത് ചെയ്യാതിരിക്കുക. അപ്പോൾ സുആൽ അനിൽ അഹ്വാൽ, അതുപോലെ ഇതൊക്കെ ആയിരിക്കും നമ്മൾ, ഈ കാര്യം നമ്മളെല്ലാവരും ചെയ്യുന്നുണ്ടാവും. മറ്റുള്ളവരുടെ അവസ്ഥകൾ ചോദിക്കാതിരിക്കുക. എപ്പോൾ ഇദാ റആഉ ഫി ത്വരീഖി ഔ ഹാജത്തിൻ, നിങ്ങൾ അദ്ദേഹത്തെ ഒരു വഴിമധ്യേ നിങ്ങൾ അദ്ദേഹത്തെ കണ്ടാൽ, അല്ലെങ്കിൽ നിങ്ങളൊരു ആവശ്യത്തിന് അദ്ദേഹം പോകുന്നത് കണ്ടാൽ, ലം യുഫാത്തിഹു ബിദിക്രി അർദിഹി, എന്തിനാണ് പോകണമെന്ന് ചോദിക്കാതിരിക്കുക. മിൻ മസ്ദരിഹി വ മൗരിദിഹി, എവിടുന്നാണ് വന്നത് എങ്ങോട്ടാണ് പോകണമെന്ന് ചോദിക്കാതിരിക്കുക. ഞാനതിങ്ങനെ കണ്ടപ്പോൾ, ഈ ഭാഗം ഇങ്ങനെ കണ്ടപ്പോൾ ഒരുപാട് ചിന്തിച്ചു പോയി. കാരണം ഇത് ചോദിക്കാതെ നമ്മളൊരു പരിപാടി പറയൂല. ഒരു മനുഷ്യനോട് ചോദിച്ചു വന്നാൽ അത് എത്രത്തോളം നമ്മൾ ബുദ്ധിമുട്ടുണ്ടാക്കില്ല നമുക്കും ഫീൽ ചെയ്യുന്നുണ്ട്. നമ്മൾ സ്ഥലത്ത് വെറുതെ ഇറങ്ങിയായിരിക്കും. നിങ്ങളെവിടുന്നാണ് വരുന്നത്, എങ്ങോട്ടാണ് പോകണത്, എന്താ പണി, എന്താ ആവശ്യം, ഇത് മുഴുവൻ ആൾക്കാർക്ക് അറിയണം. നമ്മളും ചെയ്യുന്നുണ്ടോ മറ്റുള്ള വിഷയത്തിൽ, എവിടുന്ന വന്നത്, എങ്ങോട്ടാണ് പോകുന്നത്, എവിടെ എത്തി, എന്താണ് ഇത് നമ്മൾ ചോദിക്കൊണ്ടിരിക്കുന്നുണ്ടാവും. ആ കാര്യം എന്താവശ്യത്തിന് അവിടെ പോകുന്നത്, ആവശ്യം എന്താ, അതൊക്കെ നമ്മൾ അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കാം. ഓക്കെ ഇപ്പം നമ്മൾ ബോധ്യപ്പെട്ടു എന്ന് പറയുന്ന രൂപത്തിലാവും. ഇത് നമ്മൾ ചോദിക്കരുത്. ഒരാൾ ഇങ്ങോട്ട് ഒരു കാര്യം പറഞ്ഞാലല്ലാതെ, ഞാൻ ഇന്ന സ്ഥലത്തു നിന്നാണ്, ഒരത് പറയൽ നല്ലതാണെങ്കിൽ നമ്മൾ ഇങ്ങോട്ട് പറയൂലേ. നമ്മൾ ആകെ ചോദിക്കണം എന്തൊക്കെ വിശേഷ റാത്തല്ലേ, നമ്മൾ മശായിഖന്മാരൊക്കെ സുന്നത്ത് അതാണ്, എന്തൊക്കെ വിശേഷം റാത്തല്ലേ, വീട്ടിലെ എന്തൊക്കെ വിശേഷങ്ങൾ റാത്തന്നല്ലേ, പിന്നെ എന്തൊക്കെ അപ്പപ്പാട്, പിന്നെ ഉമ്മക്ക് എങ്ങനെയുണ്ട്, വാപ്പക്ക് എങ്ങനെയുണ്ട്, പിന്നെ ദുആ ചെയ്യാൻ കേട്ടോ എന്നൊക്കെ പറഞ്ഞ് അവരെന്ത് പിന്നെ ഇങ്ങോട്ട് പറഞ്ഞാൽ ആ പറഞ്ഞതിന് മാത്രം അങ്ങോട്ട് സപ്പോർട്ട് ചെയ്യുക എന്നല്ലാതെ നിങ്ങളിപ്പോൾ എവിടുന്നാണ് വരുന്നത്, നിങ്ങളെങ്ങോട്ടാണ് പോകുന്നത്, അവിടെ പോയിട്ട് നിങ്ങൾക്ക് എന്താണ് ആവശ്യം, എന്തിനാണ് ആ ആവശ്യത്തിന് അവിടെ തന്നെ പോകുന്നത്, എന്തൊക്കെ കാര്യങ്ങൾ അറിയണം. ഒരു ഗൾഫിൽ നിന്ന് ഒരാൾ വന്നു കഴിഞ്ഞാൽ എന്നാണെങ്കിൽ ഗൾഫിൽ നിന്ന് വന്നത്, എന്താ നിങ്ങൾ തിരിച്ചു പോകുന്നത്, എന്താ നിങ്ങൾ അത്ര വൈകുന്നത്, ഇങ്ങനെ തുടങ്ങി നമ്മൾ അവർക്ക് ഇഷ്ടമില്ലാത്ത ചോദ്യങ്ങളാണ് ചോദിക്കുന്നത്. ഇത് നമ്മളോടാ ചോദിക്കണമെങ്കിൽ നമുക്ക് തീരെ ഇഷ്ടം ഉണ്ടാവില്ലല്ലോ. അപ്പോൾ നമ്മൾ ചിന്തിച്ചാൽ മതി, നമ്മൾ അങ്ങോട്ട് ചോദിക്കാൻ പാടില്ലല്ലോ. അപ്പോൾ ചോദ്യം ചോദിക്കുന്ന പരിപാടി നിർത്തണം. നമ്മൾ വീട്ടിലും ഇപ്പം നമ്മളെ കീഴിലുള്ള ആളുകളോട് ചോദിക്കുക, അവരോട് ഒരു അദബ് പഠിപ്പിക്കാൻ വേണ്ടി. ഉദാഹരണത്തിന് നമ്മളെ മക്കൾ വീട്ടിലേക്ക് വരുമ്പോൾ അവരോട് ഞാൻ എവിടുന്നാണ് വരുന്നതെന്ന് ചോദിക്കാൻ പാടില്ല എന്നല്ല, ചോദിക്കണം നമ്മൾ. കാരണം അവർ അദബ് പഠിപ്പിക്കാനുണ്ടല്ലോ. ചിലപ്പോൾ അവർ മോശം സ്ഥലത്തു നിന്നാണെങ്കിലോ വരുന്നത്, മക്കളോട് ചോദിക്കണം. എങ്ങോട്ടാണ് പോകണമെന്ന് ചോദിക്കണം, എവിടെ വരുന്നത് പറയണം. അതായത് അവർ നമ്മളെ കീഴിലുള്ളവരാണെങ്കിൽ ചോദിക്കണം. അതുപോലെ എന്നാലും നമുക്ക് വാപ്പനോട് മുന്നോട്ട് ചോദിക്കാൻ പറ്റുമോ, വാപ്പ നിങ്ങൾ എങ്ങോട്ടാണ് പോകണത്, എപ്പോൾ വരും, എന്താ അവിടെ പോയിട്ട് പരിപാടി എന്ന് വാപ്പനോട് ചോദിക്കാൻ പറ്റുമോ? ഇല്ല. ഭാര്യനോട് ഭർത്താവിന് ചോദിക്കാൻ പറ്റുമോ, ഈ എവിടെ പോണത്, എപ്പോഴാണ് വരിക എന്നൊക്കെ ഭാര്യനോട് ചോദിക്കാം. ഭാര്യയ്ക്ക് ഭർത്താവിനോട് ചോദിക്കാൻ പറ്റുമോ? ഒരിക്കലും ചോദിക്കാൻ പറ്റില്ല. കാരണം ഭാര്യ ഭർത്താവിൻ്റെ കീഴിലല്ലേ. അപ്പം ഭർത്താവ് പറഞ്ഞാലേ അവൾ കേൾക്കാൻ പറ്റുള്ളൂ, അല്ലാതെ ഭർത്താവിന് ചോദിക്കാൻ പറ്റില്ല. ഇന്ന് ഭാര്യമാരെങ്ങനെ ചോദിക്കുക, എവിടെയൊക്കെ പോണത്, എപ്പോൾ വരും, എന്താ അവിടെ പരിപാടി, എന്താണ്, എല്ലാം അവിടെ റിപ്പോർട്ട് സമർപ്പിച്ച് ഓല സൈൻ ചെയ്താലേ നമുക്ക് ആ സ്ഥലത്തേക്ക് പോകാൻ പറ്റും. അപ്പോൾ അങ്ങനെ ശരിക്കും ഭാര്യ ചോദിക്കാൻ പാടില്ല.
കാരണം ഭാര്യയ്ക്ക് ആ ചോദ്യം ശരിക്ക് ആ ചോദ്യത്തേക്കാൾ നല്ലത് മൗനമാണ്. നമ്മൾ ഭർത്താവിൻ്റെ കാര്യത്തിൽ ഇടപെടരുത്, നമ്മൾ വാപ്പൻ്റെ കാര്യത്തിൽ ഇടപെടാത്തതുപോലെ. എന്നാൽ ഭർത്താവിന് തിരിച്ചും കൂടെ ഇടപെടാം, കാരണം ഭർത്താവിൻ്റെ കീഴിലാണ് ഭാര്യ. മക്കളെ വിഷയത്തിൽ ഉമ്മ ഇടപെടണം എന്ന് എഴുതിയിട്ട് ഉമ്മൻ്റെ വിഷയത്തിൽ ഉമ്മ എങ്ങോട്ടാണ് പോകുന്നത് മക്കൾക്ക് ചോദിക്കാൻ പറ്റുമോ? ഉമ്മ എങ്ങോട്ടാണ് പോകുന്നത്, എവിടെ, നിങ്ങളെന്തിനാണ് പോകുന്നത് അവിടെ, അതിൻ്റെ ആവശ്യം എന്താ എന്നൊക്കെ ചോദിക്കാൻ പറ്റുമോ? ഇല്ലല്ലോ. ഇതൊക്കെ നിങ്ങൾ നാളിച്ചൊക്കെ മൗനം പാലിക്കണം എന്ന് ഷേഖ് പറയുമ്പോൾ നമ്മൾ ഈ മൗനം പാലിക്കേണ്ട സ്ഥലത്ത് മൗനം പാലിക്കുന്നുണ്ടോ? ഇതൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ. അതായത് മൗനം പാലിക്കും എന്ന് പറയുമ്പോൾ ഇങ്ങനെ കാര്യങ്ങൾ ചോദിക്കാൻ പാടില്ല. ഈ വിഷയത്തിലൊക്കെ നമ്മൾ മൗനം പാലിക്കുന്നുണ്ടോ? നമ്മൾ ആൾക്കാരെ വിളിച്ചു കഴിഞ്ഞാൽ ഫോൺ വിളിക്കുകയാണ്. ഫോൺ വിളിക്കുമ്പോൾ എന്താ പറയുക, പിന്നെ ഒരു എന്താ പരിപാടി, അവിടെ എന്താണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്, നിങ്ങളിപ്പോൾ പിന്നെ എന്തുകൊണ്ടാണ് അത് ചെയ്യുന്നത്, എന്തുകൊണ്ട് ഇങ്ങനെ ചെയ്തില്ല. അവർ ഇങ്ങോട്ടൊന്നും പറയുന്നതിന് മുമ്പ് അങ്ങോട്ടുള്ള ചോദ്യങ്ങളാണ് കൂടുതലും. ഇങ്ങോട്ടൊരു കാര്യം പറയുകയാണെങ്കിൽ, ഉദാഹരണം പറയാം, ഞാൻ എന്താ ഇന്ന സ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്നൊരാൾ പറഞ്ഞു, അല്ലെങ്കിൽ ഞാൻ ഒരു ഭക്ഷണം പാചകം ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് ഒരാൾ പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നമുക്ക് പറയാം. എന്നല്ലാതെ നമ്മൾ അവരോട് ഇങ്ങനെ ചോദിക്കുക, എന്നിട്ട് അവർക്ക് ബുദ്ധിമുട്ടാക്കുക, അങ്ങനെ ഒരു കാര്യം ഉണ്ടാവരുത്. നമ്മളിപ്പോൾ ഇന്നാരാ വീട്ടിലുള്ളത്, അപ്പോൾ വിരുന്നാരുണ്ട്, ആരാണ് ആ വിരുന്നാർ, പിന്നെ ആളാണ്, എന്തിനാണ് അവർ വന്നത്, ഈ ചോദ്യങ്ങൾ ചോദിക്കരുത് ഒരിക്കലും. എൻ്റെ വാപ്പയൊക്കെ ഇതിൽ ഭയങ്കര കണിശമായി ഫോളോ ചെയ്യുന്ന ആളാണ്. കാരണം വാപ്പ മക്കളോട് വരെ ചോദിക്കില്ല. മുതിർന്ന മക്കളാണ്, ചെറിയ മക്കളല്ല, മുതിർന്ന മക്കളാണെങ്കിൽ, നമ്മളെപ്പോലുള്ള മുതിർന്ന ആൾക്കാരാണെങ്കിൽ അവരോട് ചോദിക്കില്ല നിങ്ങൾ എന്താ പരിപാടി, നിങ്ങളെ പിന്നെ വന്നതെന്ന് ചോദിക്കില്ല. കാരണം അവർക്ക് ബുലുവെത്തിയില്ലേ, അവരോട് ശിക്ഷണത്തിൻ്റെ പ്രായം കഴിഞ്ഞു. അതായത് ഒരു 25 വയസ്സായി, ഒരു പെണ്ണൊക്കെ കെട്ടി, ഒരു ചെക്കൻ, അവനോട് നമ്മൾ ചോദിക്കുക ഇവിടെ എങ്ങോട്ടാണ് പോണത്, എന്തിനാ എപ്പോഴാണ് തിരിച്ചു വരിക. അതിൻ്റെ മുമ്പൊക്കെ ആണെങ്കിലും ഓക്കെ, അതിന് ശേഷം ചോദിക്കുന്ന അർത്ഥമില്ലല്ലോ. ചോദിക്കുന്നത് തെറ്റായിട്ടല്ല, പക്ഷേ ചോദിക്കാതിരിക്കണം നല്ലത്. എന്നാൽ തിരിച്ച് ചോദിക്കുന്നത് തെറ്റാവും, ബാപ്പനോട് ചോദിക്കുന്നതും ഭാര്യ ഭർത്താവിനോട് ചോദിക്കുന്നതൊക്കെ. അപ്പോൾ ഇനി നോക്കിക്കോളൂ കേട്ടോ. അപ്പോൾ നിങ്ങൾ ഒരു യാത്രയിൽ ഒരാളെ കണ്ടുമുട്ടിയാൽ അവരെങ്ങോട്ടാണ് പോകുന്നത് ചോദിക്കുന്നത്, എവിടുന്നാണ് വരുന്നത് ചോദിക്കുന്നത്, എന്തിന് കാര്യത്തിനാണ് വേണ്ടി പോകുന്നത് ചോദിക്കുന്നത്, അതൊക്കെ അതൊക്കെ അതിന് മൗനത്തിനെതിരാണ്. വലായുസ് അലുഅൻഹു ഫറബുമാ യസ്കുലു അലൈഹി ദിക്റുഹു. ചിലപ്പോൾ ആ കാര്യങ്ങളോട് പറയുന്നത് അയാൾക്ക് ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ നിങ്ങളിപ്പോൾ അയാളിങ്ങനെ ചോദിക്കുന്നുണ്ടോ, ചോദിച്ച കാര്യങ്ങളോട് പറയൽ അയാൾക്ക് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ബുദ്ധിമുട്ടിക്കരുത് ആൾക്കാരെ. വെറുതെ ഇങ്ങനെ ചോദിച്ചിട്ട് പറയേണ്ടതാണ് അവർ പറയുമല്ലോ, വെറുതെ ബുദ്ധിമുട്ടിക്കരുത്. ഔ യഹ്താജു ഇലാ അൻ യക്ദിബ ഫീ. നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അയാൾക്ക് പറയാൻ പറ്റാത്തൊരു കാര്യമാണെങ്കിൽ ചിലപ്പോൾ അയാൾ കളവ് പറയേണ്ടി വരും. കളവ് പറഞ്ഞാൽ അതിന് കളവ് അയാൾ പറയാൻ പാടില്ല, പക്ഷെ ആ കളവ് പറയാനുള്ള കാരണക്കാരൻ നിങ്ങളുമായി പോകും. അപ്പോൾ അയാളിനിപ്പോൾ ആ കളവ് പറയുന്ന കാരണം അയാൾ തെറ്റ് ചെയ്തിട്ട് വരിക എന്ന് കരുതാം. അപ്പോൾ തെറ്റ് ചെയ്തിട്ട് വരികയാണെങ്കിൽ നിങ്ങൾ ചോദിച്ചത് കൊണ്ട് അയാൾ തെറ്റും ചെയ്തു, അതിൻ്റെ മുകളിൽ നിങ്ങളോട് കളവും പറയേണ്ടി വരും. അപ്പോൾ എന്ത് ചെയ്തു, 2 കളവ് തെറ്റ് ചെയ്തു. ആ കളവിൽ നിങ്ങളും പങ്കുകാരനാവും. കാരണം ആ കളവ് പറയിപ്പിച്ചാരാ നിങ്ങൾ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യരുത്, ഒരു പറയാതെ ചോദ്യം ചോദിക്കരുത്. ഇനി നന്മയാണ് ചെയ്തെങ്കിലോ, നന്മ ചെയ്ത എല്ലാ നന്മ ആൾക്കാരോട് പറയാൻ പറ്റുന്നതല്ല. അപ്പോൾ നമ്മളോട് എന്നും കച്ചറ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരാളോട് സംസാരിക്കാൻ പോയി, ചിലപ്പോൾ അവരുമായിട്ട് ഒരു മസ്ലഹത്ത് ഉണ്ടാക്കാൻ വേണ്ടി പോയതായിരിക്കും. പക്ഷെ മസ്ലഹത്ത് ഉണ്ടായത് ശരിയായിട്ടുണ്ടാവില്ല, നന്നായിട്ടുണ്ടാവില്ല. അപ്പോൾ പെണ്ണുങ്ങൾ എന്നോട് ചോദിക്കുക, നിങ്ങൾ എങ്ങോട്ടാണ് പോയത്, അപ്പോൾ ഞാൻ ഇന്ന ആളെ കാണാൻ പോയതാണ് എന്ന് അവളോട് പറഞ്ഞു കഴിഞ്ഞാൽ അവൾ നിങ്ങൾ എത്ര പ്രാവശ്യം പഠിക്കില്ല, എത്ര പ്രാവശ്യം അങ്ങോട്ട് പോയതെന്ന് പറയുന്നത്, പിന്നെ അയാളുടെ തന്നെ പോവുകയാണോ എന്ന് ചോദിക്കും. സംഭവം ഫെയിൽഡായിരിക്കും ആ ചർച്ച, പക്ഷെ എന്നാലും ആ പോയതൊരു നന്മയാണല്ലോ. അപ്പോൾ ഇവളോട് പറഞ്ഞിട്ട് കാര്യമില്ല, അവൾ ചീത്ത പറഞ്ഞ് വിചാരിച്ചിട്ട് ഓൻ പറയും ഞാനിതാ ഒന്ന് അങ്ങാടി വരെ ഒന്ന് പോയതായിരുന്നു. അപ്പോൾ പറഞ്ഞ് കളവല്ലേ, ആ കളവ് പറയിപ്പിച്ചാരാ, ഇവളാണ്. അപ്പോൾ ചെയ്ത കാര്യം തെറ്റല്ല, പക്ഷേ തെറ്റല്ലാത്ത കാര്യം ഇവൾക്ക് ഉൾക്കൊള്ളാൻ പറ്റില്ല എന്ന് വിചാരിച്ചിട്ട് ചിലപ്പോൾ ഇയാളെന്ത് ചെയ്യും, അതൊന്ന് മാറ്റി പറയും. അപ്പോൾ ആ കളവിന് പങ്ക് ഇവളും ഉണ്ടാവും. അപ്പോൾ നമ്മൾ അനാവശ്യമായ ചോദ്യങ്ങൾ ചോദിക്കരുത്, ചോദ്യം ഒഴിവാക്കുക. പരമാവധി ചോദ്യം ഒഴിവാക്കി തന്നെ നമുക്ക് മൗനം പാലിക്കാൻ സുഖമാണ്.
മറ്റുള്ളവർ ഞാൻ അഥവാ ചോദ്യം ചോദിച്ചാൽ തന്നെ ഓരോട് പോയി ഇങ്ങനത്തെ ക്ലാസ് എടുത്ത് കൊടുക്കുകയും ചെയ്തു കേട്ടോ. അതും ഇതൊക്കെ നമ്മൾ പാലിക്കേണ്ടതാണ്. അത് മറ്റുള്ളവർ പാലിക്കാൻ വേണ്ടി ഇങ്ങനെ ക്ലാസ് എടുത്ത് കൊടുക്കാനുള്ളതല്ല, നമ്മൾ പേഴ്സണലായി പാലിക്കാൻ. അപ്പോൾ നമ്മൾ അവരോട് അനാവശ്യമായ ചോദ്യം ചോദിച്ചാൽ ആ ചോദ്യം ചോദിക്കുന്നതിലൂടെ അവർക്ക് ചിലപ്പോൾ നമുക്ക് പറഞ്ഞു തരാൻ അവർക്ക് പ്രയാസമായിരിക്കും. ഒന്നത് അവരെ പ്രയാസപ്പെടുത്തലായി, രണ്ടാമത്തത് നമ്മൾ അവരെ കൊണ്ട് കളവ് പറയിപ്പിക്കലും ആവും. ഇത് രണ്ടും ചെയ്യാൻ പാടില്ല. വലൈസ സാധാരണ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് നമ്മൾ ഭാര്യ ഭർത്താവിൻ്റെ വിഷയത്തിലൊക്കെ നമ്മൾ സംസാരിക്കുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊന്നും നമ്മൾ ഇന്നത്തെ സമൂഹത്തിൽ ഒരിക്കലും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളാണ്. ഇതൊക്കെ ആരോടും പറയാൻ തന്നെ നമുക്ക് പറ്റൂല. ഒരു ഭാര്യയ്ക്ക് ഭർത്താവ് ഒരു ഡൈവോഴ്സ് നോട്ടീസിൽ അവൾ പറയുന്ന കാര്യങ്ങളെന്താ, ഇയാൾ എവിടെയാണ് പോണത് എന്ന് എന്നോട് പറയൂല. കഴിഞ്ഞ ദിവസം ഒരു ഭാര്യ ഭർത്താവിനെതിരെ ഉന്നയിച്ച കംപ്ലൈൻറ്റ്, ഭർത്താവ് എവിടെ പോകുന്നത് എന്നോട് പറയൂല. എന്നോട് പറയേണ്ട ആവശ്യം എന്താ? ഭർത്താവ് എവിടെ പോകുന്നത്? അയാൾ പോയിട്ട് പിന്നെ എപ്പോഴാണ് വരിക, എപ്പോഴാണ് വരിക എന്ന് എന്നോട് പറയൂല. വന്നാൽ ഞാൻ എവിടെ പോയി എന്നും പറയൂല. ഇതുകൊണ്ട് ഞാൻ അയാളായിട്ട് ബന്ധം, കാരണം ഇയാൾക്ക് എന്നോട് ബന്ധമില്ല, ഇഷ്ടമില്ല എന്നാണ് എൻ്റെ അർത്ഥം. ഇയാൾ എങ്ങോട്ടാണ് പോകണമെന്ന് നമ്മളോട് പറയുന്നില്ലല്ലോ. ഇവളോട് പറയാന്നുള്ളത് എന്ത് നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ശരിയാവുന്നത്? അവളോട് പറയേണ്ടതുണ്ടോ എവിടാ പോയത്, എന്താ ചെയ്യുന്നത്? ഇവളോട് പറയേണ്ടതുണ്ടോ? ഇല്ലല്ലോ. മൂപ്പര് പറയുകയാണെങ്കിൽ സ്വീകരിക്കാന്നല്ലേ ഒക്കെ പറ്റുള്ളൂ. അപ്പോൾ ഇതൊക്കെയാണ് ദീൻ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിന്ന് പോയത്തക്കാരാവും. പക്ഷെ നമുക്കത് പറയാതിരിക്കാൻ വകയില്ലല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, നമ്മൾ അവരോട് അനാവശ്യമായ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ അവർ കളവ് പറയാൻ കാരണമാവും. ആ കളവ് പറഞ്ഞ് തെറ്റാണെങ്കിൽ പോലും ആ തെറ്റിൻ്റെ പങ്ക് നമുക്കുണ്ടാവും. കാരണം നമ്മൾ കാരണമാണ് ഒരു കളവ് പറഞ്ഞത്, പറയാതിരിക്കായിരുന്നു. ഇനി ഫൽ യസ്കുത്ത് അൻ അസ്റാരിഹില്ലദീ ബസ്സഹായിലേ, ഇനി നിങ്ങളോട് അവരെന്തെങ്കിലും രഹസ്യം പറഞ്ഞാൽ നിങ്ങൾ അത് വേറെ ആളോട് പറയാതിരിക്കുക. അത് നിങ്ങൾ ചെയ്യേണ്ട മറ്റൊരു കാര്യം. വേറെ ആൾ ആരും ആയിക്കോട്ടെ, ഏത് മനുഷ്യനും ആയിക്കോട്ടെ, ആ മനുഷ്യനോട് അവരോട് പറയാതിരിക്കുക. ഒരാൾ നമ്മോട് രഹസ്യം പറഞ്ഞാൽ ആ രഹസ്യം വേറെ ആളോട് പറയാതിരിക്കുക. വലാ യബുസുഹായില ഐരിഹി ബത്ത, ഈ ഒരു കാര്യം രഹസ്യമായി വേറെ ആളോട് നമ്മൾ പറയാതിരിക്കുക. വലാ ഇല അഹസ് അസ്ദിക്കായി, നമ്മൾ ഏറ്റവും ടോപ്പ് ചങ്കാണെന്ന് പറഞ്ഞാൽ പോലും നമ്മളിപ്പോൾ എന്തുകൊണ്ടാണ് നമ്മളെ ഏറ്റവും ടോപ്പ് ചങ്കുകളൊക്കെ ഉണ്ടല്ലോ, ആ ചങ്കുകളുടെ ഒന്നും ബന്ധം അധികം നിൽക്കില്ല. ചങ്കും ചങ്കത്തികളും ഒന്നും അധികം ബന്ധം നിൽക്കില്ല. ഒരു ദിവസം 2 ദിവസം ചങ്കായിരിക്കും, 3-ാമത്തെ ദിവസം എനിമിയായിരിക്കും, 4-ാമത്തെ ദിവസം വേറൊരു ചങ്കായിരിക്കും. എന്തുകൊണ്ടാണ് അറിയാം? അള്ളാഹു ആ റിലേഷൻഷിപ്പിൽ ആ ഒരു ബന്ധത്തിൽ ബർക്കത്ത് കളയും. ആ റിലേഷൻഷിപ്പ്, ആ ബന്ധത്തിലെ ബർക്കത്ത് അള്ളാഹ് എടുത്ത് കളയാനുള്ള കാരണം എന്താ അറിയാം? ഇവരുടെ ആ ഒരു ബന്ധത്തിൽ, ഭയങ്കരമായ ചങ്ക് എന്ന് പറഞ്ഞ് നടക്കുന്ന ആ ഒരു ബന്ധത്തിൽ, ആ ബന്ധത്തിനെ അവർ ഊട്ടി ഉറപ്പിക്കുന്നത് ഹറാമായ കാര്യങ്ങളിലൂടെയാണ്. ഉദാഹരണത്തിന്, ഇവരോട് ഏറ്റവും അടുത്ത ആൾക്കാർ ഇവരോട് എന്തെങ്കിലും പറഞ്ഞ്, ഇവരിൻ്റെ ചങ്കാണല്ലോ, ഈ ചങ്കിനോട് ഞാൻ എല്ലാം പറയും. അപ്പോൾ എ ബി എന്ന് തന്നെ 2 ആൾക്കാരുണ്ട്. എ ബി ഭയങ്കര ക്ലോസ് ചങ്കുകളാണ്. അപ്പോൾ ബീനോട് വേറെ ആൾക്കാർ എന്തൊക്കെയോ കാര്യങ്ങൾ വന്ന് പറഞ്ഞു. അപ്പോൾ എനോടെല്ലാം പറയണമല്ലോ, എൻ്റെ ചങ്കല്ലേ. അപ്പോൾ ആ കാര്യങ്ങൾ മുഴുവൻ ഇവരോട് പോയി പറയും, എനോട്. എയും അതുപോലെ തന്നെ വേറെ എന്തൊക്കെയോ സംഭവങ്ങൾ എവിടുന്നൊക്കെ കേട്ടിട്ടുണ്ടാവും, അത് വന്നിട്ട് ബീനോടും പറയും. അപ്പോൾ ഇവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്ന ഈ കാര്യം ഉണ്ടല്ലോ, അത് ഹറാമായ കാര്യമാണ്. ഈ ഹറാമായ കാര്യങ്ങൾ പറയുന്നതിലൂടെ, ഹറാമായ കാര്യങ്ങളിലൂടെ അള്ളാഹുവിൻ്റെ ബർക്കത്ത് ഉണ്ടാവില്ല. അള്ളാഹു ബർക്കത്ത് വെക്കൂല. അപ്പോൾ പതിയെ ഈ എൻ്റെയും ബീൻ്റെയും തമ്മിലുള്ള ബന്ധത്തിൽ ഇങ്ങനെ വിള്ളലുകൾ വന്നു. അങ്ങനെ ഹറാമായ ബന്ധത്തിലൂടെയുള്ള കാര്യങ്ങൾ മുഴുവൻ ഒരു അകൽച്ച ഉണ്ടാക്കുന്നതായിരിക്കും. അപ്പോൾ ഇവരുടെ ഇടയിൽ അറിയാതെ ഇങ്ങനെ അകൽച്ച വന്നുകൊണ്ടിരിക്കും. കുറച്ച് കഴിഞ്ഞാൽ അവരും കൂടെ പൊട്ടിത്തെറിക്കും 2 ഭാഗത്തും. പിന്നെ വേറെ എന്തെങ്കിലും ചങ്ങനെ കണ്ടുപിടിക്കേണ്ടി വരും. അപ്പോൾ ഈ ചങ്കുകൾ നിലനിൽക്കണോ എങ്കിൽ നമ്മൾ ഹറാമിലൂടെ ആവരുത് അവരുടെ. എന്നാൽ ഹറാം എപ്പോഴെങ്കിലും സംഭവിച്ചു പോയി, അങ്ങനെ സാരില്ല, നമ്മൾ ആരും പരിപൂർണമെന്നല്ല, നമുക്ക് സംഭവിച്ചു പോകും. പക്ഷെ എന്നാലും അതിൻ്റെ മുകളിൽ ബന്ധം പടുത്തുയർത്തരുത്. ഒരു സുഹൃത്ത് ബന്ധം പടുത്തുയർത്തുന്നത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ബാക്കിയുള്ളവർ കുറ്റം പറയാനാവരുത്. അങ്ങനെ ആയാൽ ആ ബന്ധം ഒരിക്കലും നിലനിൽക്കില്ല. ഇന്ന് എന്തുകൊണ്ട് ഈ ബന്ധങ്ങൾ നിലനിൽക്കുന്നത് വെച്ചാൽ നമ്മൾ അതിൽ ഈ സാധനങ്ങൾ ഇങ്ങനെ എരിവും പൊടിയും കൂട്ടാൻ വേണ്ടി കൂട്ടിയിട്ടുണ്ട്. ആ കാരണം കൊണ്ടാണ്. അപ്പം നമ്മളെ ഏറ്റവും അടുത്ത സുഹൃത്തിനോട് പോലും, അത് ഏറ്റവും വലിയ ചങ്കായിക്കോട്ടെ, വേറൊരാളുടെ കാര്യം പോയി അവരോട് പോയി പറയരുത്.
അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ആ ബന്ധം നിലനിൽക്കില്ല. ആ ബന്ധം നിലനിൽക്കാതിരിക്കട്ടെ, പക്ഷേ അള്ളാഹിനെടുക്കാതെ വലിയ തെറ്റായ കാര്യമാണ്. ഒരാൾ നമ്മളോട് ഒരു കാര്യം, രഹസ്യമായ കാര്യം പറഞ്ഞാൽ അത് വേറൊരാളോട് പോയി പറയരുത്, അവർ ഏറ്റവും നല്ല ചങ്കാണെങ്കിൽ പോലും. വലാ യക്ഷിഫു ഷൈഅൻ മിൻഹ, അതുപോലെ തന്നെ ആ ആളെക്കുറിച്ചൊരു കാര്യം നിങ്ങൾ പുറത്തു പറയരുത്. വലോ ബഅദ ഖതീഅത്തിൻ വൽ വഹ്ശത്തിൻ, അവരോടുള്ള ബന്ധം മുറിഞ്ഞു കഴിഞ്ഞാൽ, മുറിയുന്നത് വരെ ഭയങ്കര ഉഷാറായിരിക്കും, മുറിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നാറ്റി കിട്ടുമെന്ന് പറഞ്ഞിട്ട് ഇവർ ഉള്ള കഥകൾ മുഴുവൻ എല്ലാവരോടും പറയും. അങ്ങനല്ല. നമ്മളിപ്പോൾ ഒരാളോടുള്ള ബന്ധം നല്ല ബന്ധത്തിലാണെങ്കിൽ ആ ബന്ധം മുറിഞ്ഞാലും നമ്മൾ അവരെ പറ്റി കുറ്റം പറയാൻ പാടില്ല. അത് കഴിഞ്ഞല്ലോ, നമ്മളിനി എന്തിനാ ആ കാര്യം പറയണത് എന്നേ പറയേണ്ടേ ഉള്ളൂ. ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിലുള്ള തന്നെ നമ്മൾ മുമ്പ് ഒരു സഹാബിൻ്റെ ചരിത്രം നമ്മൾ വായിച്ചതല്ലേ. ഒരു സഹാബിക്ക് വളരെ മോശപ്പെട്ടൊരു ഭാര്യ ഉണ്ടായിരുന്നു. അപ്പോൾ ആൾക്കാരിങ്ങനെ എപ്പോഴും ആ ഭാര്യനെക്കുറിച്ച് ചോദിക്കും, എന്താണ് ഓരോ അവസ്ഥ. അതെൻ്റെ ഭാര്യയാണ്, എൻ്റെ കുടുംബക്കാരിയാണ്, അതിൽ ഇടപെടേണ്ട അറിയും. ഭാര്യനെ പറ്റി ഒന്നും പറയില്ല. പിന്നെ കുറേ കഴിഞ്ഞ് ഭാര്യ പ്രശ്നമൊക്കെ ഉണ്ടാക്കി ഇവർ വേർപെട്ടു, തലാക്കില്ലേ. ഇപ്പോൾ ഇനി പറയാമല്ലോ, എന്താപ്പോൾ ഭാര്യൻ്റെ അവസ്ഥ, അതിൻ്റെ ഭാര്യയല്ല, അതുകൊണ്ട് എനിക്ക് പറയാൻ പറ്റില്ല. കാരണം അന്യാണല്ലോ ഇപ്പോൾ, പിന്നെ എനിക്ക് പറയാൻ പറ്റില്ലല്ലോ. മറ്റേ കുടുംബക്കാരിയാണ്, അതുകൊണ്ട് പറയൂല എന്ന്. രണ്ട് തലത്തിലൊരു പറഞ്ഞില്ല. അതേപോലെ നമ്മൾ ഒരാളോടുള്ള ബന്ധം മുറിഞ്ഞാൽ പിന്നെ അവരെ പറ്റി ഇങ്ങനെ കുറ്റം പറഞ്ഞെടുക്കൽ അത് നല്ലതല്ല. നമ്മൾ നല്ല ബന്ധത്തിലാവട്ടെ അല്ലാതാവട്ടെ, നമ്മൾ അവരെ പറ്റി കുറ്റം പറയുന്നില്ല, നമുക്ക് എന്ത് കാര്യമുള്ളത്? അത് തെറ്റാണ്, ഒരിക്കലും ചെയ്യരുത്. വലോ ബാദൽ ഖതീഅതി വൽ വഹ്ശത്തി, നമ്മൾ പിരിയുമ്പോൾ നല്ല രൂപത്തിൽ പിരിയാം. ഓക്കെ, നമ്മളിപ്പോൾ നല്ല ചങ്കുകളൊന്നുമല്ല, ഓക്കെ എന്നാൽ ഞാൻ പിരിയാണ്, ഞാൻ നിങ്ങളെപ്പറ്റി ഒരാളോടും കുറ്റം പറയില്ല എന്ന് പറഞ്ഞിട്ട് തന്നെ പിരിഞ്ഞോളൂ. എന്ത് റാഹത്തുണ്ട്? അതുപോലെ തന്നെ ഭാര്യയും ഭർത്താവുമാണോ, ഓക്കെ നമ്മൾ പിരിയാം, നല്ല റാഹത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും, നിങ്ങൾക്ക് നിങ്ങളെ വഴി, എനിക്ക് എൻ്റെ വഴി, ഞാൻ നിങ്ങളെ കാര്യത്തിലൊന്നും ഇടപെടില്ല, നിങ്ങൾ കുറ്റം പറയാനൊന്നും ഞാനൊന്നുമില്ല എന്ന് പറഞ്ഞ് റാഹത്തിൽ പിരിഞ്ഞൂടെ? എത്ര കുറ്റം ഉണ്ടെങ്കിലാണ് പറയാൻ പാടില്ല എന്ന് അറിയുന്നത്, ഇല്ലാഞ്ഞിട്ടല്ല. ഇല്ലാത്ത പിന്നെ കളവായി പോവില്ലേ. ഫഇന്ന ദാലിക മിൻ ലൗമി തബഅ വഹുബസിൽ ബാത്തിൻ, അങ്ങനെ നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ, അതായത് നിങ്ങൾ ബന്ധങ്ങൾ നല്ല രൂപത്തിൽ ബന്ധമായതിനു ശേഷം നിങ്ങൾ വേറെ പിരിയുന്ന സമയത്ത് അവരെ പറ്റി കുറ്റം പറയുന്നുണ്ട്, അത് നിങ്ങളുടെ ഉള്ളിലുള്ള കുഴപ്പമാണ്. അത് നിങ്ങളുടെ ഹൃദയം മോശമായതുകൊണ്ടാണ് നിങ്ങൾ അങ്ങനെ പറയുന്നത്. അതുകൊണ്ട് വേറെ ആരോടും കുറ്റം പറഞ്ഞു കൊടുക്കരുത്. പ്രത്യേകിച്ച് നമ്മൾ ഈ ദാമ്പത്യത്തിലൊക്കെയാണ് അത് ഭയങ്കര പ്രശ്നം. നമ്മളിങ്ങനെ ഒരു ഭാര്യയും ഭർത്താവും എന്തെങ്കിലും ഇടഞ്ഞ് നിൽക്കുമ്പോൾ തന്നെ അവളെന്താ ചെയ്യാലോ, അവനെന്താ ചെയ്യുക, ഭാര്യയെ കുറിച്ച് ഭർത്താവിനെ കുറിച്ച് എല്ലാവരോടും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അവളിങ്ങനെയാണ്, അവളിങ്ങനെ ചെയ്യുന്നില്ല, അങ്ങനെ ചെയ്യുന്നില്ല, ഇതെല്ലാവരോടും പറഞ്ഞുകൊണ്ടിരിക്കും. എന്നിട്ട് പ്രശ്നമുണ്ടാവും. ഇനിയിപ്പോൾ ബന്ധം വേർപെട്ടാലോ അതതിൻ്റെ 10 ഇരട്ടിയോ നാട്ടുകാരോട് മുഴുവൻ, ഓള് ഭയങ്കര അങ്ങനെ ആയതുകൊണ്ടാണ് ഞാൻ ഓളെ ഒഴിവാക്കിയത്, എങ്ങനെയാണ് ഓളെപ്പറ്റി ഭയങ്കര കുറ്റം, ഓനെപ്പറ്റി ഓളങ്ങനെയാണ്, ഓനെങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിങ്ങനെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കും എല്ലാവരോടും. അതേസമയം നമുക്കത് മറച്ചു വെച്ചുകൊണ്ട് നമ്മളെ ഒത്തുപോയില്ല, അതുകൊണ്ട് പിരിഞ്ഞു, ഇത്ര സിമ്പിളാണ്, ഞാൻ വേറെ ആളെ നോക്കുന്നു, എനിക്ക് ആ വിഷയം നോക്കാൻ സംസാരിക്കാൻ എനിക്ക് താല്പര്യമില്ല എന്ന് പറയുന്നതാണ് മൗനം പാലിക്കുക എന്ന് പറഞ്ഞാൽ. വാൻ യസ്കുതു അനിൽ ഖദ്ഹി ഫി അഹ്ബാബിഹി വഅഹ്ലിഹി വവലദി, ഇനി പറയുന്ന ഭാഗങ്ങളൊക്കെ അതിനേക്കാളും രസമാട്ടോ. വാൻ യസ്കുതു അനിൽ ഖദ്ഹി ഫി അഹ്ബാബിഹി വഅഹ്ലിഹി വവലദി, അതുപോലെ തന്നെ നമ്മൾ അദ്ദേഹത്തിൻ്റെ ഇഷ്ടപ്പെട്ടവരെ, കുടുംബക്കാരെ, മക്കളെ, അവരെ പറയാതിരിക്കുക. അയാളെ മാത്രമല്ല, അയാളെ കുടുംബക്കാരെ, അയാൾ ഇഷ്ടപ്പെട്ട ആൾക്കാരെ, അയാളെ നാട്ടുകാരെ ആരും കുറ്റപ്പെടുത്താതിരിക്കുക. പിന്നെയോ, ഇനിയാണ് അടുത്ത ഭാഗം നമ്മൾ എപ്പോഴും ചെയ്യുന്നുണ്ടാവും. ഞാൻ എന്നെ പറ്റിയാണ് പറയുന്നത് കേട്ടോ, ബാക്കിയുള്ള എനിക്കറിയില്ല. യസ്കുതു അൻ ഹികായത്തിൽ ഖദ്ഹി ഐരിഹി ഫി, മറ്റൊരാൾ ഇയാളെക്കുറിച്ച് പറഞ്ഞ കുറ്റം അയാളോട് പോയി പറഞ്ഞു കൊടുക്കൽ. നമ്മൾ ഭയങ്കര ബന്ധം ചങ്കാവുമ്പോൾ നമ്മൾ ചെയ്യുന്ന ഒരു കാരണമാണ്, വേറൊരാൾ ഒരു കുറ്റം ഇയാളെക്കുറിച്ച് പറഞ്ഞാൽ അയാളോട് പോയി പറഞ്ഞു കൊടുക്കരുത്. നമ്മൾ ഭയങ്കര ചങ്കാണല്ലോ, അപ്പോൾ പറയണമല്ലോ എന്ന് കരുതിയിട്ട് പോയി പറയൽ. അങ്ങനെ ചെയ്യരുത്. അങ്ങനെ ചെയ്താൽ അതും തെറ്റായ രൂപത്തിലാണ്. ആ തെറ്റിൽ എൻ്റെ ഇടയിൽ തെറ്റുണ്ടാവുന്നതുകൊണ്ട് അതിൽ ബർക്കത്തുണ്ടാവില്ല, ആ ബർക്കത്തില്ലാത്തതുകൊണ്ട് ആ ബന്ധം നിലനിൽക്കില്ല. ഐ യസ്കുത്ത് അൻ ഹിക്കായത്തിൽ ഖദ്ഹി ഐരിഫി, മറ്റുള്ളവരുടെ
മറ്റുള്ളവർ ഇയാളെക്കുറിച്ച് കുറ്റം പറഞ്ഞത് ഇയാളോട് പോയി പറഞ്ഞു കൊടുക്കുക. ഫൈനല്ലതീ സബ്ബക്ക അൻ ബല്ലാക്ക. കാരണം അങ്ങനെ ഒരാൾ ചെയ്താൽ ആ ചെയ്യുന്ന ആളാണ് ഇയാളെ ശരിക്കും കുറ്റം പറഞ്ഞതിനേക്കാളും കുറ്റം പറഞ്ഞത്. ശരിക്കും ബുദ്ധിമുട്ടിച്ചത് ഇയാളാണ്, ഈ പറഞ്ഞ ആൾ. വേറൊരാൾ ഇയാളെപ്പറ്റി തെറി പറഞ്ഞു എന്ന് കരുതുക. ആ തെറി പറഞ്ഞതിനെ ഇയാളോട് പോയി പറഞ്ഞാൽ ആ പറഞ്ഞ ഇയാളുണ്ടല്ലോ, പറഞ്ഞ ആൾ, ആ ആളാണ് ശരിക്കും തെറി പറഞ്ഞത്. വഖാല അനസ് റളിയല്ലാഹു അൻഹു അനസ് റളിയല്ലാഹു തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലാ യുആജിഹു അഹദൻ ബിശൈഇൻ യുക്റഹു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആരെയും അവർക്ക് ഒരു പ്രയാസകരമാവുന്ന, അവർക്ക് ഇഷ്ടക്കേടുള്ള ഒരു വിഷയവുമായി നേരിടാറുണ്ടായിരുന്നില്ല. വയതഅദ്ദി ഹുസൂൽ അവ്വലൻ മിനൽ മുബല്ലഗി സുമ്മ മിനൽ ഖായിൽ. അപ്പോൾ വേറൊരാൾ ഇയാളെക്കുറിച്ച് പറഞ്ഞ കുറ്റത്തെ അയാളോട് പോയി പറഞ്ഞു കൊടുക്കുന്നുണ്ടെങ്കിൽ ആ പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് ഇയാൾക്ക് കൂടുതൽ ഉപദ്രവം ചെയ്യുന്നത് ആ കുറ്റം പറഞ്ഞ ആളല്ല, അത് കേൾപ്പിച്ചു കൊടുത്ത ആളാണ്. ആ പറഞ്ഞ ആളെക്കാൾ വലിയ ഉപദ്രവം ചെയ്യുന്നത് കേൾപ്പിച്ചു കൊടുത്ത ആളാണ്. നമ്മളൊക്കെ ഇത് സ്ഥിരമായി ആ ബന്ധം നിലനിർത്താൻ വേണ്ടി പരമാവധി ഇതൊക്കെ ചെയ്തുകൊണ്ടേയിരിക്കും. മറ്റുള്ളവർ പറയുന്ന കുറ്റങ്ങൾ മുഴുവൻ കണ്ടുപിടിച്ച് ഓരോന്നോരോന്ന് തികഞ്ഞ് പരിച്ച് ഓക്കെ ഇതെല്ലാം പോയി നമുക്ക് ഇഷ്ടപ്പെട്ട ആളോട് പോയി പറഞ്ഞു കൊടുക്കുക. നമ്മളെന്താ ചെയ്യുന്നത്? അവരോടുള്ള ബന്ധം ഊട്ടി ഉറപ്പിക്കാൻ. ശരിക്കും ആ ബന്ധം വഷളാവുക ചെയ്യാം. ഇനി നാം ലാ എംബ ഇനിയിപ്പോൾ ഇതിന് നമ്മൾ സൂക്ഷിക്കേണ്ട വേറൊരു കാര്യം, നമ്മൾ ചെയ്യാത്തൊരു കാര്യം എന്താ? നാം ലാ എംബ യുഹ്ഫാ മാ യുസ്മഉ മിന സനാഇ അലൈഹി. എന്നാൽ മറ്റൊരാൾ ഇയാളെക്കുറിച്ച് നല്ലത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മറച്ചു വെക്കുന്നത് നല്ലതല്ല. അപ്പോൾ നമ്മൾ സാധാരണ എന്താ ചെയ്യുക? വേറൊരാൾ നമ്മുടെ സുഹൃത്തിനെ കുറിച്ച് നല്ലത് പറഞ്ഞാൽ അത് പോയി അങ്ങോട്ട് പറയാതിരിക്കും. കാരണം എന്തിനാ അവിടെ പോയി പറഞ്ഞു? ഓൻ്റെ നെഫ്സ് ഇങ്ങനെ വളർത്തണ്ട, ഓനങ്ങനെ വലുതായിട്ട് ഇങ്ങനെ തോന്നണ്ട, ഓന് കിബറൊക്കെ വന്നാലോ വേണ്ട, പറയണ്ട. മോശം എന്തെങ്കിലും പറഞ്ഞാൽ വേഗം പോയി പറഞ്ഞു കൊടുക്കും. അങ്ങനെയല്ല, മോശം വന്നാൽ പറഞ്ഞു കൊടുക്കണ്ട, നല്ലത് പറഞ്ഞാൽ പറഞ്ഞു കൊടുക്കണം. ഫൈന സുറൂറ ലഹു അവ്വലൻ യഹ്സുലു മിനൽ മുബല്ലഗി ഇൽ മദഹി സുമ്മ മിനൽ ഖായിൽ. കാരണം ആരെങ്കിലും നമ്മുടെ സുഹൃത്തിനെ കുറിച്ച് വേറൊരാൾ നല്ലത് പറഞ്ഞാൽ ആ നല്ലത് പറഞ്ഞത് ആ സുഹൃത്തിനോട് കേൾപ്പിച്ചു കൊടുക്കുന്നത് അതിൽ കൂടുതൽ സന്തോഷം ആ കേൾപ്പിച്ചു കൊടുക്കുന്നതിലാണ്, പറഞ്ഞ നന്മയിനേക്കാളും. വേറൊരാൾ എൻ്റെ സുഹൃത്തിനെ കുറിച്ച് നല്ലത് പറഞ്ഞാൽ ആ പറഞ്ഞ ആൾ പറഞ്ഞൊരു നന്മ ഉണ്ടാവുമല്ലോ, അതിനേക്കാൾ വലിയ നന്മ ഇയാൾ കേൾപ്പിച്ചു കൊടുത്തതാണ്. ഇയാൾ നിങ്ങളെപ്പറ്റി ഇങ്ങനെ പറഞ്ഞു കേട്ടോ എന്ന് പറഞ്ഞ് കേൾപ്പിച്ചു കൊടുത്തതാണ് അയാൾ പറഞ്ഞതിനേക്കാൾ വലിയ നന്മ. ഇഖ്ഫാഉ ദാലിക മിനൽ ഹസദ്. നമ്മളത് മറച്ചു വെച്ചാൽ അത് ചിലപ്പോൾ നമ്മളൊരു ഹസദായിരിക്കും, അസൂയ. മൂപ്പരെ പറ്റി ഇങ്ങനെ, അല്ലെങ്കിൽ ആ പെണ്ണിനെ പറ്റി ഇങ്ങനെ ആൾക്കാർ പറയണത് വേണ്ട, അങ്ങോട്ട് പറഞ്ഞു കൊടുക്കണ്ട, അങ്ങനെ പൊന്തണ്ട എന്ന് വിചാരിച്ചൊരു ആ ഒരു അസൂയ കൊണ്ടായിരിക്കും നമ്മളങ്ങനെ പറയാത്തത്. അത് നമ്മൾ സൂക്ഷിക്കണം. അപ്പോൾ നമ്മൾ ചെയ്യുന്നതിനൊക്കെ ഉൾട്ടയാണ് നമ്മൾ ഈ വിഷയത്തിൽ. ഇതാണ് മൗനം എന്ന് പറയുന്നത്. മൗനം എന്ന് പറഞ്ഞാൽ ഈ കാര്യങ്ങളൊക്കെ ചെയ്യലാണ്. എന്നിട്ട് നമ്മൾ ആലോചിക്കും നമ്മൾ മൗനം പാലിക്കുന്നുണ്ടോ? നമ്മൾ ഇതല്ലാത്ത എല്ലാ വിഷയത്തിനും മൗനമായിരിക്കും. ഇൽമു പഠിക്കുന്നതിൽ, അത് പറയുന്നതിൽ, അത് ആളുകളെ പ്രോത്സാഹിപ്പിക്കുന്നതിൽ, ഇബാദത്ത് വർദ്ധിപ്പിക്കുന്നതിൽ, അതിൽ പ്രോത്സാഹിപ്പിക്കുന്നതിൽ, ഹിദ്മത്ത് വർദ്ധിപ്പിക്കുന്നതിൽ, അത് പ്രോത്സാഹിപ്പിക്കുന്നതിൽ, ദിക്ർ വർദ്ധിപ്പിക്കുന്നതിൽ, ഇതുമായിട്ട് ബന്ധപ്പെട്ട സംസാരങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊന്നും നമുക്കുണ്ടാവില്ല. മൗനമായിരിക്കും. ഞാൻ മൗനത്തിലാണ് ഇപ്പോൾ എന്ന് നമ്മൾ പറയും. എന്നാൽ ഈ വിഷയങ്ങളിലൊക്കെ നമുക്ക് വാചാലമായിരിക്കും. നമ്മൾ ആൾക്കാരോട് മറ്റുള്ള കുറ്റങ്ങൾ കുറവുകൾ പറയുന്നുണ്ടാവും. ആളുകൾ വരുന്നൊക്കെ നമ്മൾ എവിടുന്നാന്ന് ചോദിക്കുന്നുണ്ടാവും. അവർ പറയാതെ തന്നെ അവരുടെ വിഷയങ്ങൾ അന്വേഷിക്കുന്നുണ്ടാവും. ഇയാളെപ്പറ്റി കുറ്റം പറഞ്ഞു കഴിഞ്ഞാൽ അത് അയാളെ പോയി കേൾപ്പിച്ചു കൊടുക്കുന്നുണ്ടാവും. അയാളെപ്പറ്റി നന്മ പറഞ്ഞ് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നുണ്ടാവില്ല. ഇതൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. മൗനം എന്ന് പറഞ്ഞാൽ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നതാണ്, അല്ലാതെ നല്ല കാര്യങ്ങൾ സംസാരിക്കാതിരിക്കുക എന്നല്ല. അതാണ് റസൂലുള്ളാഹിങ്ങൾ ദീർഘമേറിയ മൗനം പാലിക്കുന്നതിനെ പറ്റിയൊക്കെ കഴിഞ്ഞ ദിവസം നമ്മൾ സംസാരിച്ചിരുന്നു. ദീർഘമേറിയ മൗനം എന്ന് പറഞ്ഞാൽ ഈ വിഷയങ്ങളിലുള്ള മൗനമാണ്, അല്ലാതെ വേറൊന്നുമല്ല. നല്ല കാര്യം പറയുന്നത് എന്തിനാ മൗനം പാലിക്കുന്നത്? പറഞ്ഞാൽ പോരെ. ഫബിൽ ജുംലത്തി, ഇതിൻ്റെ ചുരുക്കം എന്ന് പറഞ്ഞാൽ വലിയ യസ്കുത്ത് അൻ കലാമി യക്റഹു ജുംലത്തും വതഫ്സീലൻ. മോശപ്പെട്ട സംസാരങ്ങൾ അത് മൊത്തത്തിലും
ഓരോരുത്തരോടായിട്ടും എങ്ങനെയാണെങ്കിലും അത് ആ വിഷയത്തിൽ നമ്മൾ മൗനം പാലിക്കണം. ഇല്ലാ ഇതാ വജബ അലൈഹിന്നത്തൊക്കെ സംസാരിക്കൽ നിർബന്ധമായ വിഷയത്തിൽ ഒഴിക്കാം. ഫി അംരി മഅറൂൻ ഔറൂഫ് ഔ നഹിയും അൻ മുൻകർ, അതൊന്നെങ്കിൽ എന്താണ്, നന്മ കൊണ്ട് കൽപ്പിക്കലാണ്, അല്ലെങ്കിൽ തിന്മ കൊണ്ട് വിരോധിക്കലാണ്. അപ്പോൾ നമ്മളെ സംസാരങ്ങൾ ഇതൊക്കെ നമ്മൾ നന്മ കൊണ്ട് കൽപ്പിക്കലാണ്, അല്ലെങ്കിൽ തിന്മ കൊണ്ട് വിരോധിക്കലാണ്, നന്മ ഉപദേശിക്കലാണ്, തിന്മ മാറിക്കാൻ പറയലാണ്, ഇതൊക്കെയാണ്. അത് നമ്മൾ സംസാരിക്കണം, അത് സംസാരിക്കാതിരിക്കരുത്. വലം മജിദ് റുഹ്സത്ത് ഫി സുക്കൂത്ത്, അതിന് മൗനം പാലിക്കാൻ അനുവദനീയമല്ല. നമ്മൾ നന്മ പറയണം, നന്മ കൽപ്പിക്കണം, തിന്മ വിരോധിക്കുന്ന വിഷയത്തിലൊന്നും മൗനം പാലിക്കാൻ അനുവദനീയമല്ല. ഇപ്പം ഞാൻ എൻ്റെ മക്കളോട് പറയൂല ഒന്നും, ഞാൻ മൗനത്തിലാണ് എന്ന് പറയുന്നതിന് അർത്ഥമല്ല. മക്കളോട് നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും വേണം. ഭാര്യനോട് നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും വേണം. നമ്മളെ കീഴിൽ നിൽക്കുന്ന, നമ്മൾ പറഞ്ഞാൽ അനുസരിക്കുന്ന ആൾക്കാർ ആരൊക്കെ ഉണ്ടോ അവരോടൊക്കെ നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും വേണം. അതിന് നമ്മൾ മൗനം പാലിക്കരുത്. ഫൈദ് ദാ കലാ യുബാലി ബി കറാഹത്തി, അത് അവർക്ക് വിഷമുള്ളതാണെങ്കിൽ പോലും നമ്മൾ മൈൻഡ് ചെയ്യരുത്. ഇപ്പോൾ നമ്മൾ മക്കൾക്ക് നമ്മൾ ചീത്ത പറയുന്നത് ഇഷ്ടമല്ല, നമ്മൾ നോക്കണ്ട, നമ്മൾ ചീത്ത പറയണം അവർ തെറ്റ് ചെയ്താൽ. ഫൈനദാലിക്ക് എഹ്സാനു ഇലൈഹി വി തഹ്ഖീഖ്, അത് അവരുടെ നന്മക്ക് വേണ്ടിയാണ് നമ്മൾ ചെയ്യുന്നത്. വൈൻ ഖാൻ യദുന്നു അന്നഹ ഇസാഅത്തുൻ ഫിൽ ളാഹിർ, ബാഹ്യമായി അവർ ഉപദ്രവിക്കലാണെന്ന് അവർക്ക് തോന്നിയാൽ പോലും അത് ശരിക്കും അവർക്ക് നന്മ ചെയ്യലാണ്. ഇനി അഹ്കാമു സംത്ത്, ഈ സംത്തിൻ്റെ വിധികൾ ഒരുപാടുണ്ട്. അതായത് മൗനം പാലിക്കുന്നത് നിർബന്ധമായ സാഹചര്യമുണ്ട്, സുന്നത്തായ സാഹചര്യമുണ്ട്, ഹറാമായ സാഹചര്യമുണ്ട്, കറാഹത്തായ സാഹചര്യങ്ങളുണ്ട്. അതിൻ്റെ അഹ്കാമങ്ങളാണ് വിവരിക്കുന്നത്. അസംതു വാജിബുൻ, നിർബന്ധമായ മൗനം എന്ന് പറയുന്നത് എന്താ? ഹുവ സുക്കൂത്തു അനിൽ മഹാരിം, അതായത് ഹറാമായ കാര്യങ്ങളിൽ മൗനം പാലിക്കലാണ്. ഹറാമ് സംസാരിക്കുന്നതിന് തൊട്ട് മൗനം പാലിക്കുക, അതാണ് വാജിബായ മൗനം. മിൻ ബദാഇഫിൽ കലാം, അതായത് മോശപ്പെട്ട ആൾക്കാരെ പറ്റി മോശപ്പെട്ട സംസാരിക്കൽ, കദിബ് കള്ളം പറയൽ, വല ഈബത്ത് മറ്റുള്ളവരെ പറ്റി കുറ്റം പറയൽ, നമീമ പരദൂഷണം പറയൽ, ലആൻ ശപിക്കൽ, വതഅൻ മറ്റുള്ളവരെ ആക്ഷേപിക്കൽ, വസബ്ബാബി വശതം അതുപോലെ മറ്റുള്ളവരെ ആക്ഷേപം പറയൽ, കുറ്റപ്പെടുത്തൽ, വൽ ഫത്വാ ബി ഐരി ഇൽം, അതായത് അറിവില്ലാതെ ഫത്വ കൊടുക്കൽ. ആരെങ്കിലും എന്തെങ്കിലും ചോദിക്കുമ്പോഴത്തേക്ക് നമുക്ക് അറിയില്ല എന്ന് പറയുന്നതിന് പകരം എല്ലാം അറിയുന്ന ആളെ പോലെ ഫത്വ കൊടുക്കുക, അത് ചെയ്യൽ. ദഅവ അൽ ബാത്തില, നമ്മൾ ഷെയ്ഖാണ്, വലിയ പണ്ഡിതനാണെന്നൊക്കെ പറഞ്ഞിങ്ങനെ ഒരു അവകാശവാദം ഉന്നയിക്കൽ. വൽ മിറാഹ് എന്ന് പറഞ്ഞാൽ അനാവശ്യമായ തർക്കങ്ങളിൽ ഏർപ്പെടൽ. ജദാലിൽ ലാ ഇൽമി, അറിവില്ലാതെ വാഗ്വാദങ്ങളിൽ ഏർപ്പെടുന്നത്. ജിദാൽ നല്ലതാണ് പണ്ഡിതന്മാർക്ക്, പക്ഷേ അറിവില്ലാതെ ആ പരിപാടിക്ക് നമ്മളിപ്പോൾ എല്ലാവരും പോയിട്ട് ഞാൻ വാഗ്വാദത്തിനും സംവാദത്തിനും തയ്യാറാണ്, നമ്മൾ തിജാനി ത്വരീഖത്തിനും സംവദിക്കാൻ അതിനെക്കുറിച്ച് പറയാൻ സാധാരണ മുരീദ് പോയിട്ട് പണ്ഡിതന് മുമ്പ് പോയി നിന്ന് അങ്ങനെ ഉണ്ടാവും. അറിയില്ലെങ്കിൽ അറിയാതിരുന്ന പറയുമ്പോൾ ഉണ്ടാതിരുന്നാൽ പോരെ. നമുക്ക് സംസാരിക്കാൻ പറ്റണമെന്നുള്ളൊരു കഴിവ് വേണം, അതിന് ഒരു ക്വാളിഫിക്കേഷൻ ഉണ്ടാവും. ഒമാ ഇലാദാലിക്ക് ഇമ്മാഹു ഹറാമൻ തലഫുദ്, അതുപോലെയുള്ള സംസാരിക്കാൻ പറ്റാത്ത മറ്റു കാര്യങ്ങളും. ഒരു ആരിഫിനെ പറ്റി ഒരാൾ ഇല്ലാത്ത പറയുന്നത് കേൾക്കാനാണ് നമ്മൾ തിരിച്ച് പറയും, നമുക്ക് നിർബന്ധം. അവർ അതിനെ എതിർക്കൽ, നമ്മൾ കഴിഞ്ഞ ദർശനത്തിൽ ഇത് പറഞ്ഞിരുന്നു, അവർ നമ്മളെ എതിർക്കൽ നിർബന്ധം. നമ്മളങ്ങോട്ട് തിരിച്ച് പറയണം, നിങ്ങൾ പറയണത് ശരിയല്ല എന്ന് പറയണം, അത് തെറ്റ്. നമ്മൾ അതിന് വേണ്ടി നമ്മൾ അവരോട് തർക്കിക്കണം. ഇനിയിപ്പോൾ അത് ഒരു കേൾക്കാൻ തയ്യാറില്ല, അവർ ഭയങ്കര കച്ചറുണ്ടാക്കുന്നുണ്ടെങ്കിൽ അവരോട് പിന്നെ സംസാരിക്കുകയും ചെയ്യരുത്. നമ്മൾ കേട്ടാൽ നമ്മളത് മറുപടി പറയാൻ നിർബന്ധം, കേട്ടിരിക്കാൻ പറ്റില്ല. അപ്പോൾ സംത്ത് വാജിബ് എന്ന് പറഞ്ഞാൽ ഈ വാജിബായ മൗനം, ഈ മൗനത്തിനെക്കുറിച്ച് ശേഖവറുകൾ ഒരുപാട് ഓരോ ഭാഗത്തെക്കുറിച്ചും, അതായത് ഈബത്തിനെക്കുറിച്ച്, നമീമത്തിനെക്കുറിച്ച്, കളവിനെക്കുറിച്ച്, ലയനത്ത് ചെയ്യുന്നതിനെക്കുറിച്ച്, എല്ലാത്തിനെക്കുറിച്ച് ഓരോ വലിയ വലിയ ചാപ്റ്ററുകൾ തന്നെ എഴുതിയിട്ടുണ്ട്. ഞാൻ അത് ഇതിൽ കൊണ്ടുവരാതിരുന്നതാണ്, കാരണം ഒരുപാട് ലെങ്തി ആയി പോകുമെന്ന് വിചാരിച്ചിട്ട്. ഇതിനെക്കുറിച്ച് കുറേയൊക്കെ നമുക്കറിയാലോ, പക്ഷെ അതിൻ്റെ ചർച്ചകൾ ഭയങ്കര വലിയ വിശാലമായ ചർച്ചകളാണ്. ഇനി സംത്തുൽ മന്ദൂബ്, സുന്നത്തായ മൗനം.
വഹുവ സുകൂത്തു ഹൈസു ലം യകുനിൽ കലാമു വാജിബൻ വല ഹറാമൻ. അത് സംസാരിക്കുന്നത് നിർബന്ധമല്ലാത്ത കാര്യങ്ങളും എന്നാൽ സംസാരിക്കുന്നത് നിർബന്ധമല്ല, എന്നാൽ സംസാരിക്കുന്നത് ഹറാമുമല്ല എന്ന വിഷയങ്ങളിൽ സുന്നത്തായ പ്രതിഫലമുള്ള ഒരു സംസാരമാണ് പിന്നെ മന്ദൂബായ സംത്ത് എന്ന് പറഞ്ഞാൽ, അല്ല പ്രതിഫലമായ മൗനമാണ് മന്ദൂബായ മൗനം എന്ന് പറഞ്ഞാൽ. അതിന് ഉദാഹരണം പറയുന്നുണ്ട്. അമൻ സമത്തിൽ മന്ദൂബു ഇൻഷാ അല്ലാ ആ സുക്കൂത്ത് ഇന്ദൽ ജനാഹിസ്. അതായത് ഒരാൾ പിന്നെ ഒരു ജനാസൻ്റെ സ്ഥലത്ത് പോയിട്ട് മൗനം പാലിക്കൽ. നമ്മൾ മരിച്ച വീട്ടിലൊക്കെ പോയി ഇങ്ങനെ സംസാരിച്ചിട്ട് ഇങ്ങനെ രാഷ്ട്രീയം പറഞ്ഞിരിക്കുക, കുറേ ഇങ്ങനെ വെറുതെ അവരും വരും കഥകൾ പറഞ്ഞിരിക്കുക, ഇതൊന്നും ഒരിക്കലും ചെയ്യരുത്. മരിച്ച വീട്ടിൽ പോയിട്ട് എന്താ ചെയ്യേണ്ടത്? നമ്മൾ കുറേ മരിച്ച വീട്ടിൽ പോയിട്ട് അനാവശ്യമായി നമ്മൾ സംസാരിക്കും. വെറുതെ ഓരോ ഫുട്ബോൾ വേൾഡ് കപ്പ് മഴയെക്കുറിച്ച്, എന്താണല്ലേ മഴ, കാലാവസ്ഥൻ്റെ ഒരു അവസ്ഥ, സമൂഹത്തിൻ്റെ ഒരു പോക്ക് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ തുടങ്ങും. എന്തിനാ ഒക്കെ ചെയ്യണം? ഒന്നുകിൽ നമ്മൾ ഖുർആൻ ദിക്റില്ല, അല്ലെങ്കിൽ മൗനം പാലിച്ചിരിക്കുക കുറച്ച് നേരം. നമ്മളവിടെ ആ പ്രസൻസേ അവർ ആഗ്രഹിക്കുന്നുള്ളൂ. അല്ലെങ്കിൽ അവരെ നമ്മൾ സാരിലട്ടോ എന്നൊക്കെ പറഞ്ഞ് ഒന്ന് ആശ്വസിപ്പിക്കുക, അവർക്ക് വേണ്ടി ദ്വാരക്കുക. നമ്മളൊക്കെ മരിക്കേണ്ടതല്ലേ, അല്ലാഹു അവരെയും നമ്മളെയൊക്കെ ജന്നാത്തുൽ ഫിർദൗസ് ഒരുമിച്ച് കൂട്ടട്ടെ എന്നൊക്കെ പറയാം. അതിൻ്റെ അപ്പുറത്തൊന്നും ചെയ്യണ്ട. നമ്മളവിടെ പോയിട്ട് മാത്രമല്ല, മരിച്ചിടത്തൊക്കെ പോയിട്ട് നമ്മൾ ചെയ്യുന്ന പരിപാടികൾ വളരെ കോമഡിയാണ്. അവിടെ പോയിട്ട് ഇങ്ങനെ അവരെ എന്താ പറയുക, എങ്ങനെ മരിച്ചത് ചോദിക്കുക, എന്തായാലേ എന്നൊക്കെ മരിക്കാൻ കാരണം ചോദിക്കുക. കാരണങ്ങൾ പറഞ്ഞ് മടുത്ത കാരണമായിരിക്കും. പിന്നെയും ചോദിച്ചുകൊണ്ടിരിക്കുക. നമ്മൾ ആലോചിച്ച് എത്ര ആൾക്കാർ ഇതൊക്കെ ചോദിക്കുന്നുണ്ടോ? വേണ്ട, ചോദിക്കേണ്ട എന്ന് പറഞ്ഞ് മൗനം പാലിക്കലാണ് അവിടെ സുന്നത്ത്. അത് ഞാൻ പറഞ്ഞു വെച്ച ഒരാൾ ചെയ്ത് തെറ്റാന്നല്ല കേട്ടോ പറഞ്ഞത്. ഇത് സുന്നത്തായ മൗനം. വേണ്ടല്ലോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യൽ. അവിടെ പോയി മൗനം പാലിക്കുക. ഒരു മൊബൈൽ ഉണ്ടല്ലോ നമ്മുടെ അടുത്ത്, മുസാഫ് പോലും വേണ്ട, ഇരുന്ന് ഖുർആൻ ഓതിക്കോളും. ആ മനുഷ്യൻ്റെ അടുത്ത് പോയിട്ട്, ആ മയ്യത്തിൻ്റെ അടുത്ത് പോയി ഖുർആൻ ഓതിക്കോളും. ഞാൻ അടുത്ത് തന്നെ ഇരിക്കണമെന്നല്ല, കുറച്ച് ദൂരെ ഇരുന്നോളി. പെണ്ണുങ്ങളാണെങ്കിലും ആണുങ്ങളാണെങ്കിലും കുറച്ച് ദൂരെ ഇരുന്നിട്ട് ഇങ്ങനെ ഖുർആൻ ഓതിക്കോളെ. പെണ്ണുങ്ങളൊക്കെ പറതേക്കിട്ട് ഇങ്ങനെ ഇരിക്കണ്ട, കയ്യും താത്തിയിട്ട്. ഒരു പരിപാടിയില്ല, വെറുതെ ഇരുത്ത് മാത്രം. അങ്ങനെ ചെയ്യേണ്ട, കുറച്ച് ഖുർആൻ ഓതിക്കോളും. ഇപ്പോൾ ഇരുന്ന് വെച്ച് കുഴപ്പമുണ്ടായിട്ടൊന്നുമില്ല കേട്ടോ, ഞാൻ പറയാം. നമുക്ക് അവിടെ ഒഴിവ് സമയം ഉണ്ടല്ലോ, ഖുർആൻ ഓതാലോ. അതൊക്കെ ചെയ്യുക, അതാണ് ഏറ്റവും നല്ലത്. പിന്നെ സുക്കൂത്തു അനിൽ ഇത്നാബ്, അതുപോലെ വാശി പിടിക്കുന്നതിന് എന്ത് ചെയ്യുക? വാശി പിടിച്ചുള്ള സംസാരങ്ങളെ തൊട്ട് മൗനം പാലിക്കുക. അല്ലദി യുവദ്ദി ഇല സുക്കൂത്തി ഫി ഹവത്തി തൻതോയ് വഖദ് നഹാ അൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇതിനെ വിലക്കിയിട്ടുണ്ട്. വഖാല, അവിടുന്ന് പറഞ്ഞു, ഹലക്കൽ മുതനത്തിഊൻ, വാശി പിടിച്ച് കഠിനമായ വാശി പിടിക്കുന്ന ആൾക്കാരുണ്ടല്ലോ, അവർ നശിച്ചു പോയവരാണെന്ന് വിശ്വാസങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതായത് ഇപ്പോൾ സാധാരണ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാവുക, ഇപ്പോൾ അനാവശ്യമായി സംസാരിക്കുമ്പോൾ, ഉദാഹരണം പറയാം, ഇപ്പോൾ ഫുട്ബോളിൻ്റെ വേൾഡ് കപ്പ് തുടങ്ങി. അപ്പോൾ ആൾക്കാരിങ്ങനെ ഫുട്ബോൾ കണ്ടുകൊണ്ടിരിക്കുക, വെറുതെ അതിലെ കളിക്കാരൊക്കെ പറഞ്ഞിട്ട് വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുക, അവനിങ്ങനെയാണ് ഇവനിങ്ങനെയാണ്. അപ്പോൾ പിന്നെ വെറുതെ വാശി പിടിക്കുക, അവനങ്ങനെയല്ല, അപ്പോൾ അങ്ങനെയാണ്. പിന്നെ തർക്കമായി. എന്തിനാ ഈ ഫുട്ബോളിൻ്റെ മുകളിലൊക്കെ നമ്മൾ എന്തിനാണ് ഈ തർക്കിക്കണത്? അവിടെ നമ്മൾ നശിച്ചു പോവും. നമ്മൾ വാശി പിടിക്കലാവും, അയാളെ ഒരു ബെറ്റ് വെക്കലാവും, എന്തൊക്കെയോ നമ്മൾ ചെയ്തു കൂട്ടും. അപ്പോൾ ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. അവിടെ അനാവശ്യമായ വാശി പിടിച്ചുള്ള സംസാരങ്ങൾ. നമ്മൾ കളി കാണാനാണ്, കളി കണ്ടോളൂ, കുഴപ്പമില്ല, ഹലാലല്ലേ, കളി കണ്ടോളൂ. വെറുതെ അവിടെ പോയി തർക്കിക്കണ്ട. നമ്മൾ രാഷ്ട്രീയത്തിൽ ഇടപെടുന്ന വോട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ, ആരെങ്കിലും ഏതെങ്കിലും പാർട്ടി ജയിക്കാനാണ് ഉദ്ദേശിക്കുന്നത്, ജയിച്ചോളൂ, ചിന്തിച്ചോളൂ, കുഴപ്പമില്ല, അത് ഹലാലല്ലേ. പക്ഷെ അതിൻ്റെ അപ്പുറത്തേക്ക് അതിൻ്റെ മുകളിലൊരു തർക്കത്തിൽ നിന്ന് ഇടപെടണ്ട. ആ ഇടപെടാതിരിക്കൽ സുന്നത്താണ്. ഈ ഒരു കാര്യം വിശ്വാസങ്ങൾ 3 പ്രാവശ്യം പറഞ്ഞു. മുതനത്തിഊന ഹുമുൽ മുതഅമ്മിഖൂൻ. ഇമാം നവവി ആണെന്ന് തോന്നുന്നു ഇതിന് വിശദീകരിച്ചത്. മഹാനുകൾ പറഞ്ഞതാണ്. മുതനത്തിഊൻ, ഈ വാശി പിടിക്കുന്ന ആൾക്കാരെന്ന് പറഞ്ഞാൽ ആരാണെന്നറിയാം. അതിലും കൊണ്ട് ആഴത്തിൽ ഇറങ്ങിച്ചെന്നവരായിരിക്കും. കളീനെ പറ്റി പറയുന്നവരാണെങ്കിലും രാഷ്ട്രീയത്തെക്കുറിച്ച് പറയുന്നവർ, അവരങ്ങോട്ട് ഉള്ളിൽ ഇറങ്ങിയിട്ട് അതിൽ അങ്ങേയറ്റം അതിലിങ്ങനെ കിടന്ന് മരിക്കുക. അൽ മുതശദ്ദിദൂന ഫി ആയിരം മൗദൂഇ തസ്ദീദ്, വെറുതെ അനാവശ്യമായ സ്ഥലത്ത് ഊന്നൽ നൽകിയിട്ട് പറയാം. അതായത് നമ്മളിപ്പോൾ ക്രിക്കറ്റ് കളിയാണെങ്കിലും രാഷ്ട്രീയമാണെങ്കിലും അതിലൊക്കെ നമ്മൾ സംസാരിക്കുമ്പോൾ ഒരു പരിധിക്ക് നിന്നിട്ട് നമ്മൾ സംസാരിക്കുക. അതിൻ്റെ അപ്പുറത്തേക്ക് എന്തിനാണ് വാശി പിടിക്കുന്നത്? അതിലൊക്കെ എന്താ ഉള്ളത്? ഒന്നുമില്ലല്ലോ. ആ സംസാരങ്ങൾ, അങ്ങനത്തെ സംസാരങ്ങളുടെ മൗനം പാലിക്കൽ സുന്നത്താണ്. അപ്പോൾ സുംതുൽ ഹറാം, ഈ ഹറാമായ പിന്നെ മൗനം പാലിക്കൽ ഹറാമായ സാഹചര്യങ്ങളുണ്ട്. അതെന്താ? ഹുവ സുക്കൂത്തു അൻ അംരി ബിൽ മഅറൂഫ്, നന്മ കൽപ്പിക്കുന്ന വിഷയത്തിൽ മൗനം പാലിക്കാനാണ്.
വനഹി അനിൽ മുൻകർ, തെറ്റ് വിരോധിക്കുന്ന വിഷയത്തിൽ മൗനം പാലിക്കലാണ്. അതുപോലെ യദ്ഖുലു ഫീ സുകൂത്തി അനി തദ്രീസി വത്തഅലീമി വൽ ഇർഷാദി വത്തഅലീഫ്, ഒരാൾ കഴിവുണ്ടായിരിക്കെ ദർസ് നടത്താൻ കഴിവുണ്ടായിരിക്കുക, ദർസ് നടത്താതിരിക്കുക, ഇൽമു പറഞ്ഞു കൊടുക്കാൻ കഴിവുണ്ടായിരിക്കുക, ഇൽമു പറഞ്ഞു കൊടുക്കാതിരിക്കുക, മാർഗദർശനം ചെയ്യാൻ കഴിവുണ്ടായിരിക്കുക, മാർഗദർശനം ചെയ്യാതിരിക്കുക, എഴുതാൻ കഴിവുണ്ടായിരിക്കുക, എഴുതാതിരിക്കുക, ഫി ഹഖി മൻ ലഹു ഫി ദാലിക അഹ്ലിയത്തി വ മഹാറ, അവർക്ക് അതിന് കഴിവുണ്ടായിരിക്കുക, അതൊക്കെ ചെയ്യാതിരിക്കുക, അതും ഹറാമായ സംസ്ഥാനം. അപ്പം നമ്മൾ പലപ്പോഴും ഞാൻ മൗനം പാലിക്കുകയാണ് കുറച്ച് നാൾ, ഞാൻ മൗനമായിരിക്കുക എന്ന് പറഞ്ഞാൽ എന്താ നമ്മൾ ഉദ്ദേശിക്കുന്നത്? നമ്മൾ മറ്റുള്ളവരെ കുറ്റം പറയാതിരിക്കലല്ല, മറ്റുള്ളവരുടെ തെറ്റിലേക്കും ചൂന്ന് അന്വേഷിക്കാതെ പോകാതിരിക്കലല്ല, മറ്റുള്ളവർ പറയാത്ത കാര്യങ്ങൾ അന്വേഷിച്ച് നടക്കാതിരിക്കലല്ല, അതൊന്നുമല്ല നമ്മൾ ചെയ്യാതിരിക്കുക. നമ്മൾ എന്താ ചെയ്യാറിയോ? നല്ല കാര്യങ്ങൾ ഉണ്ടാതിരിക്കും. നമ്മൾ ചെയ്യേണ്ടതായ കാര്യങ്ങളുണ്ടാവുമല്ലോ. ഞാൻ മൗനം പാലിക്കുക, മക്കളെ വിഷയത്തിൽ നമ്മൾ നോക്കേണ്ട കാര്യങ്ങളുണ്ടാവും, അത് നോക്കൂല. നമ്മളൊരു ഒരു നേതാവാണെന്ന് കരുതുക, ഒരു മുഖദ്ദമാണെന്ന് കരുതുക, അല്ലെങ്കിൽ നമ്മളൊരു ഇമാമാണെന്ന് കരുതുക, ഒരു ഉസ്താദാണെന്ന് കരുതുക, നമ്മൾ ചെയ്യേണ്ട കുറേ ഉത്തരവാദിത്തങ്ങളായ സംസാരങ്ങളുണ്ട്, അതൊക്കെ പറയാതിരിക്കാം, ഉണ്ടാതിരിക്കാം. നമ്മളെ കുറേ ആളുകൾ ബഹുമാനത്തോടെ കൂടി കാണുന്നുണ്ടോ, നമ്മളോട് കാര്യങ്ങൾ ചോദിച്ചറിയുന്നുണ്ടോ, അവരോടൊക്കെ ഉണ്ടാതിരിക്കാം. മൗനം. ഞാൻ മൗനത്തിൻ്റെ ഒരു മക്കാമിലാണ് ഇപ്പോൾ. ഇതല്ല മൗനം. അത് മൗനം എന്ന് പറയൂല, ആ മൗനം ഹറാമായ മൗനമാണ്. അങ്ങനെ ചെയ്യരുത്. നമ്മൾ ആളുകളോട് നന്മ കൽപ്പിക്കുന്ന വിഷയത്തിൽ സംസാരിക്കണം, തിന്മ വിരോധിക്കുന്ന വിഷയത്തിൽ സംസാരിക്കണം, ദർസ് നടത്തണം, ഇൽമു പഠിപ്പിക്കണം, ആളുകൾക്ക് മാർഗദർശനം ചെയ്യണം, പുസ്തകങ്ങൾ എഴുതണം, ഇൽമിൻ്റെ വിഷയത്തിൽ പരിശ്രമിക്കണം. ഇതൊക്കെ നമുക്ക് നിർബന്ധമായ കാര്യമാണ്, അതൊന്നും മാറിക്കാൻ പറ്റൂല. അതല്ലാത്ത വിഷയത്തിലെ മൗനമുള്ളൂ. വയുദ്ഖിലു ഫീഹി ഐദൻ കിത്മാനി ഷഹാദത്ത് ഇൻദൽ വുജൂബിഹ, അതുപോലെ തന്നെ ഹറാമായ മൗനത്തിൽപ്പെട്ടതാണ് നമ്മളോട് ഒരാൾ സാക്ഷ്യം പറയാൻ വിളിച്ചിട്ട് നമ്മൾ സാക്ഷ്യം പറയാതിരിക്കൽ. നമ്മൾ സാക്ഷ്യം പറഞ്ഞാൽ ഒരാൾ ഒരു നിരപരാധി രക്ഷപ്പെടുമെന്ന് കരുതുക, ഒരു തെറ്റുകാരൻ ശിക്ഷിക്കപ്പെടുമെന്ന് കരുതുക, എങ്കിൽ നമ്മൾ സാക്ഷ്യം പറയാതിരിക്കുക എന്ന് പറയുന്നത് നമുക്ക് ഹറാമായ കാര്യമാണ്. ഒക്കെ അത് കാലത്താല അങ്ങനെ ഞാനൊരു ചൊറക്കം പോകില്ല, അങ്ങനെയുണ്ട് ചില ഒഴിവാക്കൽവാദികൾ. ഞാനൊരു ചൊറക്കില്ല, എന്തിനാ ഇതിനൊക്കെ, ഞാൻ ഭയങ്കര മൗനാണ്. അങ്ങനെയല്ല. നമ്മളൊരു പ്രശ്നം വരുന്ന സമയത്ത് നമ്മൾ നേരിട്ടുണ്ടെങ്കിൽ നമ്മളൊരു കാര്യം സാക്ഷ്യം പറയുന്നതുകൊണ്ടൊന്നും ഒരു കുഴപ്പമില്ല. നമ്മൾ നഫ്സ് നമ്മൾ വഞ്ചിക്കുക ചെയ്യാം. ആ സമയത്ത് ഇങ്ങനത്തെ ചൊറയിലേക്കൊന്നും പോകണ്ട, ഒന്നും ഉണ്ടണ്ട, മൗനം പാലിച്ചിരുന്നു. അങ്ങനൊന്നുമല്ല, പറയേണ്ടത് പറയണം. നമ്മളൊരു ഭരണാധികാരി, ഒരു അധികാരി നമ്മളോടൊരു കാര്യം ചോദിച്ചാൽ അവിടെ പറയേണ്ടത് നമ്മൾ പറയണം. അവരെ ചോദിക്കുമ്പോൾ പറയേണ്ടതുള്ളൂ, അല്ലാതെ എല്ലാവരോടും പറയണമെന്നല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്, ഇന്നല്ലദീന യക്തുമൂന മാ അൻസൽനാ മിൻ ബയ്യിനാതി വൽ ഹുദാ മിൻ ബഅദി മാ ബയ്യനാഹു ലിന്നാസി ഫിൽ കിതാബ് ഉലൈക ലഅനഹുല്ലാഹു വ യൽഅൻഹുൽ ലായിനൂൻ ഇന്നല്ലദീന താബു അസ്ലഹു വ ബയ്യനു ഉലൈക അതുബു അലൈഹിം വ അന തവ്വാബുർ റഹീം. ഇന്നല്ലദീന യക്തുമൂന, ഒരു വിഭാഗം അവർ മറച്ചു വെച്ചു, മാ അൻസൽനാ മിനൽ ബയ്യിനാതി വൽ ഹുദാ, നമ്മൾ വ്യക്തമായ തെളിവുകളും നമ്മൾ ഇറക്കിയ വ്യക്തമായ തെളിവുകളും മാർഗദർശനമൊക്കെ മിംബാദിമാ ബയ്യന്നാഹു ലിന്നാസി ഫിൽ കിതാബ്, അവൻ്റെ കിതാബിലൂടെ അവൻ ആളുകൾക്ക് വെളിവാക്കി കൊടുത്തതിന് അത് ആളുകൾക്ക് മുമ്പിൽ അവർ പറഞ്ഞു കൊടുത്തില്ല, അവർ മറച്ചു വെച്ചു. ഉലൈക ലഅനഹുല്ലാഹു വ യൽഅൻഹുൽ ലായിനൂൻ, അവർക്ക് മേലാണ് അള്ളാഹുവിൻ്റെ ലാനത്ത് ചെയ്യുന്നവരുടെ മുഴുവൻ ലാനത്തും. ഇല്ലല്ലദീന താബു വഅസ്ലഹു വ ബയ്യനു ഉലൈക അതുബു അലൈഹിം, നീ അവരെ നന്നാവുകയും അത് കാര്യങ്ങൾ വ്യക്തമായി കൊടുക്കുകയും ഒക്കെ ചെയ്താൽ അവർക്ക് തൗബുണ്ട്. വാന തവ്വാബുർ റഹീം, ഞാൻ അള്ളാഹു അവനെ പറ്റി പറയാണ്, അവൻ തൗബ സ്വീകരിക്കുന്നവനും റഹീമുമാകുന്നു. ഇന്നല്ലദീന യക്തുബൂന മാ അൻസൽനാ മിനൽ കിതാബ്, അതുപോലെ തന്നെ ഒരു വിഭാഗം അവരെന്ത് ചെയ്തു, അവർ കിതാബിൽ ഇറക്കി കൊടുത്ത പരിശുദ്ധമായ ഖുർആനിലുള്ള കാര്യങ്ങൾ മറച്ചു വെച്ചു. വയസ്തറൂന ബിഹി സമനൻ കലിയ, കുറഞ്ഞ പൈസക്ക് വേണ്ടി കാര്യങ്ങളൊക്കെ അവർ മറച്ചു വെച്ചു. ഉലൈക മാ യഖുലൂന ഫി ബുതൂനിഹിം ഇല്ലന്നാർ, ആ പൈസ കൊണ്ട് അവർ തിന്നുന്ന കാര്യമുണ്ടല്ലോ, അത് അവർ നരകത്തെയാണ് തിന്നുന്നത്. വലാ യുകല്ലിമുഹുമുല്ലാഹു യൗമൽ ഖിയാമ, അവർക്ക് ഖിയാമത്ത് നാളിൽ അവർക്ക് സംസാരിക്കാൻ പറ്റൂല, അള്ളാഹു അവരോട് സംസാരിക്കൂല. വലാ യുസക്കീഹിം, അവരെ പരിശുദ്ധീകരിക്കുന്ന ഒരു അവസ്ഥ അവർക്ക് ഉണ്ടാവില്ല. വലഹും അദാബുൻ അലീം, അവർക്ക് കഠിനമേറിയ ശിക്ഷ ഉണ്ടാവും. വഫി ഹദീസ് അൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഹദീസുൽ റസൂൽ പറഞ്ഞിട്ടുണ്ട്,
മൻ കതമ ഇൽമൻ, ആരെങ്കിലും ഒരു അറിവിനെ മറച്ചു വെച്ചാൽ, മിമ്മ യൻഫഉല്ലാഹു ബിഹിന്നാസു ഫി അംരിദ്ദീൻ, അള്ളാഹു ജനങ്ങൾക്ക് ദീനിൻ്റെ വിഷയത്തിൽ അള്ളാഹുവിനെ കൊണ്ട് ഉപകാരം കിട്ടുന്ന, അള്ളാഹു ഉപകാരം ചെയ്യുന്ന ദീനിൻ്റെ വിഷയത്തിൽ ജനങ്ങൾ അള്ളാഹു ഉപകാരം ചെയ്യുന്ന ഒരു വിഷയം ഒരാൾക്ക് അറിയുകയും അത് ഒരാൾ മറച്ചു വെക്കുകയും ചെയ്താൽ, അപ്പോൾ ദീനിൻ്റെ വിഷയമാണല്ലോ നമ്മൾ ശരീഅത്ത്, ത്വരീഖത്ത്, ഇതൊക്കെ ദീനിൻ്റെ വിഷയമാണ്, ഇതൊക്കെ ഒരാൾക്ക് അറിയാം. എന്നിട്ട് ആളുകളുടെ മുമ്പിൽ അത് മറച്ചു വെക്കണം, പറയൂല, മുണ്ടൂല, ഞാൻ ഒറ്റ കാര്യം നമുക്ക് മാത്രം കിട്ടിയാൽ മതി എന്നുള്ള രൂപത്തിൽ ആരോടും പറയൂല. അങ്ങനെയാണെങ്കിൽ അൽജമഹുല്ലാഹു യൗമുൽ ഖിയാമത്തി ബിലിജാമി മിനന്നാർ, നരകത്തിൻ്റെ കടിഞ്ഞാണം കൊണ്ട് അള്ളാഹു അവനെ ബന്ധിക്കും നാളെ ഖിയാമത്ത് നാളിൽ. അപ്പം ഇത് വളരെ വിഷയപ്പെട്ട കാര്യമാണ്. അതായത് നമുക്കൊരു കാര്യം അറിയുമെങ്കിൽ, നന്നായിട്ട് ആ വിഷയങ്ങൾ അറിയെങ്കിൽ നമുക്ക് മൂടി വെക്കാൻ നമുക്ക് അവകാശമില്ല, ആളുകൂടി പറയുക തന്നെ വേണം, അവിടെ നിന്ന് മൗനം പാലിക്കാൻ പറ്റൂല. അയ്യമാ അബ്ദുൻ അതാഹുല്ലാഹു ഇൽമൻ, ഒരടിമ ആരെന്നെയാണെങ്കിലും അവൻ അള്ളാഹു ഒരു ഇൽമു കൊടുത്താൽ, നമ്മളൊന്നും അറിയാത്ത ആൾക്കാരൊന്നുമല്ല, നമുക്ക് അറിവ് കുറേ ഉണ്ട്, ഇഷ്ടംപോലെ അറിവുണ്ട്. എന്നാൽ നമ്മൾ ഒരു ആലിമ് എന്ന് പറയാനുള്ള കാറ്റഗറിയിൽ എത്തിയില്ല എന്നുള്ളൂ, നമുക്കൊക്കെ അറിവുണ്ട്. അപ്പോൾ ഈ അറിവ് നമുക്ക് അള്ളാഹ് തന്നിട്ട് അത് ഒരാൾ ചോദിച്ചിട്ട് അല്ലെങ്കിൽ ഒരാൾക്ക് കൊടുക്കേണ്ടതായി നമ്മൾ തോന്നിയിട്ട് നമ്മൾ കൊടുക്കുന്നില്ലെങ്കിൽ, നമ്മൾ മൂടി വെച്ചാൽ, നമ്മളിങ്ങനെ മൗനം പാലിച്ചിങ്ങനെ ഇരുന്നാൽ വലിയ പ്രശ്നമാണ്. അയ്യുമാ അബുദുൻ അതാഹുല്ലാഹു ഇൽമൻ, ഒരു അടിമ ആരാണെങ്കിൽ ശരി, അവർക്ക് അള്ളാഹു ഒരു ഇൽമു കൊടുത്താൽ, അപ്പോൾ കത്തമഹു, എന്നിട്ട് അദ്ദേഹം അത് മറച്ചു വെച്ചാൽ, ലഖയ അള്ളാഹു യൗമുൽ ഖിയാമ, അള്ളാഹു പിന്നെ അവനെ കണ്ടുമുട്ടും ഖിയാമത്ത് നാളിൽ മുൽജാമൻ ബിലിജാമി മിനന്നാർ, നരകത്തിൻ്റെ കടിഞ്ഞാൻ ഇട്ടുകൊണ്ട് ബന്ധിപ്പിച്ചിട്ട്. അപ്പോൾ അള്ളാഹു നമുക്കൊരു ഇൽമു തന്നാൽ ആ ഇൽമു നമ്മൾ മറച്ചു വെക്കാൻ നമുക്ക് അധികാരമില്ല, അത് പറയൽ നമുക്ക് നിർബന്ധമാണ്. മസലുല്ലദീ യതഅല്ലമുൽ ഇൽം, ഒരു ഇൽമു പഠിച്ച ഒരാളുടെ ഉദാഹരണം, സുമ്മലം യുഹദ്ദിസു ബിഹി, എന്നിട്ട് അവനെ വേറെ ആളോടും ആർക്കും പറഞ്ഞു കൊടുക്കുന്നില്ല. ഇൽമു അവനെ അറിയാം, എന്നിട്ട് വേറെ ആർക്കും അവൻ പറഞ്ഞു കൊടുക്കില്ല. അങ്ങനത്തെ ആളുടെ ഉദാഹരണം കമസലില്ലദീ യക്നിസു അൽ കൻസ, ഒരാൾ ഒരു നിധി ശേഖരിച്ചിട്ടുണ്ട്, ഫലാ യൻഫിഖു മിൻഹു, എന്നിട്ട് അത് ആർക്കും കുത്തി കൊടുക്കൂല, അതിന് ഉപകാരത്തിന് ഉപയോഗിക്കില്ല എന്നവനെ പോലെയാണ്. ഒരാളിങ്ങനെ നിധി ഇങ്ങനെ കൂട്ടി വെച്ചു, ഒരു ഉപകാരം അതിനെ കൊണ്ട് അവന് കിട്ടിയില്ല, അതുകൊണ്ട് എന്താ കാര്യം? അപ്പോൾ ഒരു ഉപകാരം കിട്ടണം എന്നുണ്ടെങ്കിൽ എന്ത് വേണം? അവൻ പഠിച്ച ഇൽമു ബാക്കിയുള്ളവർക്ക് പറഞ്ഞെടുക്കണം. അതുകൊണ്ടാണ് നമ്മൾ ഈ കാര്യങ്ങൾ പഠിച്ചാലും അറിഞ്ഞാലും മറ്റുള്ളവരിലേക്ക് നമ്മൾ എത്തിക്കണം, നമ്മളിലേക്ക് മാത്രം ഒതുക്കരുത്, അതിന് നമ്മൾ ഖിദ്മത്ത് ചെയ്യണം എന്നൊക്കെ പറയുന്നതിൻ്റെ അർത്ഥം അതാണ്. കാരണം നമ്മളിത് ഒതുക്കി വെക്കുമ്പോൾ നമുക്കും ഉപകാരം കിട്ടാതെ വരും. മറ്റുള്ളവരിലേക്ക് നമ്മളത് പകർത്തുമ്പോൾ, ആളുകൾ അതിലേക്ക് ക്ഷണിക്കുമ്പോൾ, അതുകൊണ്ട് നമ്മളാ നന്നാവുക ബാക്കിയുള്ളവർ നന്നാവുന്നതിനേക്കാൾ മുമ്പ്. അതുപോലെ തന്നെ ഷഹാദത്തിൻ്റെ വിഷയത്തിൽ പ്രസംഗ ഹദീസുണ്ട്, മൻ ഖതമ ഷഹാദത്തൻ, ആരെങ്കിലും ഒരു ഷഹാദത്തിന് സാക്ഷ്യം പറയുന്നതിനെ മറച്ചു വെച്ചു, ഇതാ ദൂയലി, അദ്ദേഹത്തിന് വിളിച്ചിട്ട് പോലും, കാന കമൻ ഷഹീദ ബിസൂർ, അവന് ആ ആൾക്കെതിരെ സാക്ഷി പറയുന്നത് പോലെയാണ്. അപ്പോൾ സാക്ഷ്യം പറയാൻ വിളിച്ചിട്ട് ഞാനിതൊന്നും പറയൂല എന്ന് പറഞ്ഞ് മാറിയിരിക്കുകയാണെങ്കിൽ എനിക്ക് മൗനമാണ് ഇഷ്ടം, ഞാൻ ഈ വിഷയത്തിൽ കണ്ടല്ലോ, എന്തെങ്കിലും വിഷയം വരുമ്പോഴല്ല സാക്ഷ്യം പറയാൻ വിളിക്കുക. ഞാൻ ഈ പ്രശ്നത്തിലേക്കൊന്നുമില്ല, ഞാൻ മൗനമാണ്, എനിക്കിങ്ങനെ മൗനത്തിൻ്റെ ഒരു ആത്മീയമായ അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞിട്ട് നമ്മൾ അതിലേക്ക് പോകില്ല എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ വിശ്വാസങ്ങൾ പറയാം, അങ്ങനത്തെ ആൾ പറയുന്നത് അവൻ നേരെ അയാൾക്കെതിരെ സാക്ഷ്യം പറഞ്ഞ പോലെയാണ്. അപ്പോൾ ആ വിഷയത്തിൽ ചിലപ്പോൾ ഇയാളുടെ സാക്ഷ്യം കേട്ടാൽ അയാൾ രക്ഷപ്പെട്ടു എന്ന് വരാം. അപ്പോൾ ഞാനതിൽ ഇടപെടില്ല, എനിക്ക് അങ്ങനത്തെ വിഷയത്തിലൊന്നും ഇടപെടാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞ് ഇയാൾ ആ സാക്ഷ്യം പറയുന്നത് ഒഴിവാക്കിയാൽ ഇയാൾക്കെതിരെ പറഞ്ഞ പോലെയാണത്. അപ്പോൾ അവിടെ ഒന്നും മൗനം പാലിക്കാൻ പറ്റൂല. മൻ ഷഹീദ ഷഹാദത്തൻ, ആരെങ്കിലും ഒരു ഷഹാദത്ത് പറഞ്ഞു ഒരു മുഅ്മിനെതിരെ അനാവശ്യമായി, യുസ്തബാഹു ബിഹ മാലും റിഇൻ മുസ്ലിമിൻ ഔ യുസ്ഫഖു ബിഹ ദമൻ, അതുകൊണ്ട് ഒരു മനുഷ്യൻ്റെ ഒരു മുസ്ലിമിൻ്റെ സമ്പത്ത് ഹലാലാക്കപ്പെട്ടു, അവനെ വധിക്കുന്നത് ഹലാലാക്കപ്പെട്ടു, അങ്ങനെയാണെങ്കിൽ ഫഖദ് ഔജബന്നാർ, ആ സാക്ഷ്യം പറയുന്നതിലൂടെ അവൻ നരകത്തെ നിർബന്ധമാക്കിയിരിക്കുന്നു. ചിലപ്പോൾ നമ്മൾ സാക്ഷ്യം പറയേണ്ട സ്ഥലത്ത് പറഞ്ഞാൽ അവർ ഒരു മുസ്ലിം രക്ഷപ്പെട്ടു എന്ന് വരാം, ചിലപ്പോൾ അവന് ശിക്ഷ കിട്ടിയില്ല എന്ന് വരാം.
അവിടെ നമ്മളത് പറയാതിരുന്നാൽ ഈ കാര്യങ്ങളൊക്കെ സംഭവിക്കും. അപ്പോൾ നമുക്കതുകൊണ്ട് നരകം കിട്ടാൻ ചാൻസ് ഉണ്ട്. ഇനി സമത്തുൽ മക്രൂഹ് എന്ന് പറഞ്ഞാൽ കറാഹത്തുള്ള പിന്നെ മൗനം. വഹുവ സുക്കൂത്തു അൻ അംരീൻ ഫീഹി ഔനുൻ ലി തബ്ലീ റിസാലത്തില്ലാഹി ഔ അല അതമ്മിൽ വജഹ്. അതെന്താണ്? നമ്മൾ അള്ളാഹുവിൻ്റെ പിന്നെ സന്ദേശത്തെ ആളുകളോട് ആളുകളിലേക്ക് എത്തിക്കുമ്പോൾ ഊന്നൽ നൽകി സംസാരിക്കുന്നതിനൊക്കെ പകരം നമ്മൾ വളരെ ചെറുതായി സംസാരിക്കലാണ്. വല്ലാഹി സത്യം ഇതിങ്ങനെയാണെന്നൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ആ സംസാരത്തിന് കുറച്ച് നന്നായിട്ട് നല്ല വാക്കുകളൊക്കെ ഉപയോഗിച്ച് അതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കി കൊടുത്ത് ആളുകളോട് പറഞ്ഞാൽ അതിൻ്റെ തീവ്രത ആളുകൾക്ക് മനസ്സിലാവും. അതേസമയം വല്ലാഹി എന്നൊന്നും പറയുന്നില്ല, വളരെ ലൈറ്റായിട്ട് അങ്ങനെ ചെയ്തോളി, ഇങ്ങനെ നല്ലതാണ് എന്നൊക്കെ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ അതിൻ്റെ തീവ്രത ആളുകളിലേക്ക് എത്തൂല. അപ്പോൾ അവിടെ നമ്മൾ ആ തീവ്രത പറയാൻ വാക്കുകൾ ഉപയോഗിക്കുന്നില്ലെങ്കിൽ അത് കറാഹത്താണ്. കഹൽഫിൽ ബില്ലാഹി അസ്സ വജൽ ഫി തൗക്കീദിൽ വഅദി വൽ വഈദ് ഫി മജാലിൽ വഅദി വൽ ഇർഷാദ് വ തൗജീഹ്. ഇപ്പോൾ നമ്മൾ വായന്ന് പറയുമ്പോൾ, അതുപോലെ തന്നെ ഒരു മാർഗദർശനം ചെയ്യുമ്പോൾ, എന്തെങ്കിലും ഒരു ഇൽമു പറഞ്ഞു കൊടുക്കുമ്പോൾ ഒക്കെ അള്ളാഹുവിനെ തൊട്ട് വല്ലാഹി സത്യം എന്ന് പറയൽ നല്ലതാണ്. വല്ലാഹി പറയൽ എപ്പോഴും മോശപ്പെട്ട കാര്യമൊന്നുമല്ല. വല്ലാഹി പറയൽ മോശപ്പെട്ടത് എപ്പോഴാണ് നമ്മൾ പറയാൻ പോകുന്നുണ്ട് ഇൻഷാ അല്ലാഹ്. പേഴ്സണലായ വിഷയങ്ങളിൽ വല്ലാഹി പറയൽ മോശം, നമ്മളെ കുറ്റപ്പെടുത്തി ആരെങ്കിലും സംസാരിച്ചാലൊക്കെ. അതേസമയം വല്ലാഹി പറയാ ദീൻ്റെ വിഷയം, വല്ലാഹി സത്യം കേട്ടോ, ഈ ത്വരീക്കത്ത് ഏറ്റവും ഉന്നതമായ ത്വരീക്കത്താണ്, വല്ലാഹി ഇതിനേക്കാൾ നല്ലൊരു ദിക്റില്ല എന്നൊക്കെ ഒരാൾ പറഞ്ഞു എന്ന് കരുതുക. അതെന്താ? അതിന് ആ ഒരു കാര്യത്തെ ആളുകൾക്ക് കൂടുതൽ മനസ്സിലാക്കി കൊടുക്കുന്ന കാര്യം. അവിടെ നമ്മൾ വല്ലാഹി പറയുന്നില്ലെങ്കിൽ, വല്ലാഹി ഒരു ഉദാഹരണം പറഞ്ഞതാണ്, അതുപോലെ അങ്ങനെ തന്നെയാണല്ലോ പല വാക്കുകളും അതുപോലെ ഉപയോഗിക്കാം. അവിടെ വല്ലാഹി പറയുന്നില്ലെങ്കിൽ കറാഹത്താണ്. വഫി മജാലി തദ്കീരി ബി അഹ്വാലി യൗമുൽ ഖിയാമ, അത് ഖിയാമത്ത് നാളിൻ്റെ കാര്യങ്ങൾ പറയുന്ന വിഷയത്തിൽ, ബി അലാമത്ത് സാ, അത് ഖിയാമത്ത് നാളിൻ്റെ അടയാളങ്ങൾ പറയുന്നതിൻ്റെ വിഷയത്തിൽ, ഫൈന ഫീഹി ഔനൻ അല തഹ്വീഫി വത്തഹദീരി മിൻ അവാഖിബിൽ കുഫർ, അതുപോലെ തന്നെ കുഫറിൻ്റെ ശിക്ഷ പറയുന്ന വിഷയത്തിൽ, വൽ ബഗി, തെറ്റുകൾ ചെയ്യുന്ന സമയത്ത് അതുകൊണ്ട് കിട്ടുന്ന ശിക്ഷ പറയുന്ന വിഷയത്തിൽ, വർത്തിക്കാബുൽ ഫവാഹിഷ്, മോശം കാര്യങ്ങൾ ചെയ്യുന്ന വിഷയത്തിൽ, വൻമുൻകറാത്ത്, അള്ളാഹു വിലക്കിയ കാര്യങ്ങൾ ചെയ്യുന്ന വിഷയത്തിലൊക്കെ, അള്ളാഹുവിൻ്റെ ശിക്ഷ പറയുന്ന വിഷയത്തിലൊക്കെ നമ്മളിത് പറയൽ നല്ലതാണ്. അപ്പോൾ പറയാതിരിക്കൽ കറാഹത്തുമാണ്. ഖമാ ഖാന യഫ്അലു സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു പറഞ്ഞതുപോലെ, ഖദ് ഖാന യഖൂൽ, വിശ്വാസങ്ങൾ പറഞ്ഞു, ലാ വ മുഖല്ലിബുൽ ഖുലൂബ്, എല്ലാ കൽബുകളെ നിയന്ത്രിക്കുന്നവൻ തന്നെയാണ് സത്യം എന്ന് പറഞ്ഞു. ആയിഷ റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ആയിഷ ബീവി ഉദ്ധരിക്കാൻ റസൂലുള്ളാഹി പറഞ്ഞു, യാ ഉമ്മത്ത് മുഹമ്മദ്, അല്ലയോ മുഹമ്മദ് നബിയുടെ ഉമ്മത്തെ സല്ലല്ലാഹു അലൈഹി വസല്ലം, വല്ലാഹി അല്ലാഹുവാണ് സത്യം, ലൗ തഅലമൂന മാ ആലം, നിങ്ങളെങ്ങാനും ഞാൻ അറിഞ്ഞത് ഇരുന്നുവെങ്കിൽ, ലബഖൈതും കസീറൻ, നിങ്ങൾ ഒരുപാട് കരയുകയും, വലദഹിക്തും കലീലൻ, നിങ്ങൾ വളരെ കുറഞ്ഞ് ചിരിക്കുകയും ചെയ്യുമായിരുന്നു. അപ്പോൾ ഇവിടെ വല്ലാഹി എന്നൊക്കെ പറഞ്ഞാൽ അധികരിച്ച് സംസാരിച്ചല്ലേ, അത് പറയേണ്ട ആവശ്യമില്ല ഈ കാര്യം പറയാൻ. പക്ഷെ അവിടെ വല്ലാഹി ഉപയോഗിക്കുന്നത് സുന്നത്താണ്, നല്ലതാണ്. അവിടെ ഉപയോഗിക്കാതിരിക്കൽ കറാഹത്താണ്. വിശ്വാസങ്ങൾ അതിൻ്റെ സുന്നത്ത് കാണിച്ചു തരാണ്, അങ്ങനെ പറയണം. വല്ലാഹി ഞാൻ അറിയുന്നത് നിങ്ങൾ അറിയുമായിരുന്നെങ്കിൽ നിങ്ങൾ കുറച്ച് ചിരിക്കുകയും ഒരുപാട് കരയുകയും ചെയ്യുമായിരുന്നു. ഫി ഹദീസ്, അതുപോലെ തന്നെ ഹദീസിൽ വന്നിട്ടുണ്ട്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശ്വാസങ്ങൾ പറഞ്ഞതായിട്ട്, വല്ലാഹി അല്ലാഹുവാണ് സത്യം, മാ ദുനിയാ ഫിൽ ആഖിറ, ദുനിയാവ് ഇല്ലാ മസലം ദുനിയാവിൽ മാഫിൽ ദുനിയ വല്ലാഹി മാ ദുനിയാ ഫിൽ ആഖിറ, ദുനിയാവ് ആഖിറത്തിനെ സംബന്ധിച്ചിടത്തോളം, ഇല്ലാ മസല മാ യജ്അലു അഹദുഹും ഉസ്ബുഅഹു ഹാദിഹി ഫിൽ യമ്മി ഫൽയൻദുറു ബിമാ യർജിഅ. വിശ്വാസങ്ങൾ എന്ത് ചെയ്തു? ദുനിയാവ് ആഖിറവും തമ്മിലുള്ള ഒരു ഉദാഹരണം പറയാൻ വേണ്ടിയിട്ട് തൻ്റെ കൈവിരൽ മുക്കി, നമ്മൾ വെള്ളത്തിൽ ഇങ്ങനെ കൈവിരൽ ഇങ്ങനെ മുക്കിയിട്ട് ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ, ആ എടുത്ത് കഴിഞ്ഞ സമയത്ത് കൈവിരലിൻ്റെ മുകളിൽ എത്ര വെള്ളം ഉണ്ടാവുമോ മറ്റേതിന് കമ്പയർ ചെയ്യുമ്പോൾ, അത്രയാണ് ആ കടലും ആ വെള്ളവും തമ്മിലുള്ള വ്യത്യാസം പോലെയാണ് ദുനിയാവും ആഖിറവും തമ്മിലുള്ള വ്യത്യാസം. ഫല്യൻദുർ മിമാർജിയ, എന്നിട്ട് ആ കൈവിരലിൽ ഇങ്ങനെ പറ്റിപ്പിടിച്ചിരിക്കുന്ന വെള്ളം ഉണ്ടല്ലോ, അതിലേക്ക് നോക്കുന്നത് പോലെയാണ് ദുനിയാവിലേക്കുള്ള നോട്ടം. അവിടെ പറഞ്ഞപ്പോൾ അള്ളാഹു വിശ്വാസങ്ങൾ പറഞ്ഞു, വല്ലാഹി വല്ലാഹി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. വല്ലാഹി ബിഹുദാഖ റജുലുൻ വാഹിദൻ, അള്ളാഹുവാണ് സത്യം,
നിങ്ങളെ കൊണ്ട് ഏതെങ്കിലും ഒരു മനുഷ്യൻ ഹിദായത്തായാൽ ഖൈറുല്ലക്കും മിൻ ഹുമുരിൻ നഅം, അവിടെ ഏറ്റവും ചുവന്ന ഒട്ടകം കിട്ടുന്നതിനേക്കാൾ നല്ലതാണ്. അതായത് അന്നത്തെ ഏറ്റവും നല്ല ഒരു സമ്മാനം ചുവന്ന ഒട്ടകമായിരുന്നു. ഒരാൾക്ക് ചുവന്ന ഒട്ടകം ഉണ്ടായാൽ ഏറ്റവും നല്ല സമ്മാനമാണ്, ഒരു മനുഷ്യന് കിട്ടാവുന്ന ഏറ്റവും വലിയ സമ്മാനം. അപ്പോൾ അതിനേക്കാൾ വലുതാണ് നിങ്ങൾക്കൊരു മനുഷ്യനെ ഹിദായത്തിലാക്കാൻ നിങ്ങൾക്ക് പറ്റിയാൽ. അപ്പോൾ നമ്മളൊക്കെ ഈ പരിശ്രമങ്ങൾ, ഹിദ്മത്തിൻ്റെയും ദഅവത്തിൻ്റെ ഒക്കെ പരിശ്രമം എന്നാൽ നമ്മൾ ആളുകളിലേക്ക് പരിശുദ്ധമായ ഈ ദീനിനെ, പരിശുദ്ധമായ ത്വരീഖത്തിനെ, ദിക്കറിനെ, ഇബാദത്തിൻ്റെ ഒക്കെ വെളിച്ചം ആളുകളിലേക്ക് എത്തിക്കുകയാണ്. മശായിഖന്മാരുടെ ആളുകൾക്ക് കാണിച്ചു കൊടുക്കുകയാണ്. ഇത് വലിയ ഇബാദത്താണ്, ചെറിയ ഇബാദത്തല്ല. ഒരാൾ നന്നായാൽ, അതുകൊണ്ട് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ കൊണ്ടൊക്കെ ഒരു മനുഷ്യൻ നന്നായാൽ അത് നമുക്ക് ദുനിയാവ് മുഴുവൻ കിട്ടുന്നതിനേക്കാൾ വലുതാണ്. വല്ലാഹി, റസൂലുള്ളാഹി പറഞ്ഞു, വല്ലാഹി അല്ലാഹുവാണ് സത്യം, ഇന്നി ലാ അസ്തഗ്ഫിറുല്ലാഹ വ അതൂബു ഇലൈഹി ഫി യൗമിൻ, ഞാൻ എല്ലാ ദിവസവും ഇസ്തിഗ്ഫാറും തൗബയും ചെയ്യും, അക്സറ മിൻ 70 മറ, 70 മടങ്ങിനേക്കാൾ കൂടുതൽ. ഒമിൻ അംസാലിഹി ദാലിക ഐദൻ സുകൂത്തു ഇത്രയും കാര്യങ്ങളൊക്കെ വന്നിട്ട് ഈ ഹദീസിൽ വന്നതിൻ്റെ ഉദാഹരണം പറഞ്ഞ കാരണം എന്താ? ഇതിലൊക്കെ വല്ലാഹി എന്നൊക്കെ പറഞ്ഞ പ്രയോഗങ്ങൾ പറഞ്ഞത് ഒരിക്കലും അവിടെ പറയേണ്ടതല്ലാത്തതല്ല. അത് പറയൽ സുന്നത്താണ്, അത് ഒഴിവാക്കുന്നത് കറാഹത്തുമാണ്. അതുപോലെ തന്നെ നമ്മൾ ദീനിൻ്റെ ത്വരീഖത്തിൻ്റെ ഒക്കെ വിഷയത്തിൽ, അല്ലെങ്കിൽ ആഖിറത്തിൻ്റെ വിഷയത്തിൽ, അള്ളാഹുവിൻ്റെ വിഷയത്തിലൊക്കെ നമ്മൾ പറയുമ്പോൾ അത് നന്നായിട്ട് അതിൻ്റെ ഊന്നൽ ഒന്നുകൂടി ഉഷാറാക്കി പറയാൻ വേണ്ടി നമ്മൾ വാക്കുകൾ ഉപയോഗിക്കുന്നത്, കുറച്ച് വിശദീകരിച്ചത് പറയുന്നത് ഒന്നും തെറ്റല്ല എന്ന് മാത്രമല്ല, അങ്ങനെ പറയാതിരിക്കൽ കറാഹത്താവും. അപ്പോൾ ദീനിൻ്റെ വിഷയത്തിൽ നമ്മൾ പറയുമ്പോൾ നമ്മൾ മൗനം പാലിച്ച് വളരെ ഷോർട്ടായി, അങ്ങനെയല്ല. ദീനിൻ്റെ വിഷയത്തിൽ മൗനം പാലിക്കലല്ല, കുറച്ച് വിശദീകരിച്ച് പറയാം, നന്നാക്കി വിശദീകരിച്ച് കൊടുക്കുക, അതിൻ്റെ ഊന്നൽ ആളുകൾക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കുക. അവിടെ മൗനം പാലിക്കുകയല്ല വേണ്ടതെന്ന്. ഇനി മറ്റൊരു കാര്യം, ഈ പോയിന്റ് വളരെ പ്രധാനപ്പെട്ട കേട്ടോ. ഒമിൻ അംസാരി ദാലിക്ക്, അതുപോലെ തന്നെ നമ്മൾ മൗനം പാലിക്കൽ കറാഹത്തായ മറ്റൊരു കാര്യം, സുകൂത്തു താലിബു അൻ സുആലിൻ, ഒരു വിദ്യാർത്ഥി ചോദ്യം ചോദിക്കുന്നത് മൗനം പാലിക്കലാണ്. ഒരു വിദ്യാർത്ഥി ഇങ്ങനെ ഇൽമ കേട്ടുകൊണ്ടിരിക്കുകയാണ്, ചോദ്യം ചോദിക്കൂല, ഞാൻ മൗനിയാണ് എന്ന് പറഞ്ഞിട്ട്, അത് കറാഹത്ത്. മൗനം ആ വിദ്യാർത്ഥിയാണെങ്കിൽ വിദ്യാർത്ഥിക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ആ ഡൗട്ട് ചോദിക്കണം, ചോദ്യം ചോദിക്കാതിരിക്കൽ കറാഹത്താണ്. എന്തുകൊണ്ടാണത്? യറൽ ജവാബ് അൻഹു യുഫീദുഹു വല്ലാഹിറൂൻ, ആ ചോദ്യം ചോദിക്കുന്നത് കൊണ്ട് അദ്ദേഹത്തിന് മറ്റേ ആൾ ഉസ്താദിൻ്റെ അടുത്ത് ഒരു ഉത്തരം കിട്ടിയാൽ ആ ഉത്തരം കിട്ടുന്നത് അവനും മറ്റുള്ളവർക്ക് ഉപകാരം ചെയ്യുമെന്ന് അവന് തോന്നുന്നുണ്ടെങ്കിൽ അവിടെ ചോദ്യം ചോദിക്കാതിരിക്കൽ കറാഹത്താണ്. മജീദം മിൻ തഫ്ദീലി വൽ ബയാൻ, അവിടെ ആ ഒരു സംസാരം കൊണ്ട് പിന്നെ ഇവനും മറ്റുള്ളവർക്ക് ഉപകാരം കിട്ടുന്ന ഒരു സംഭവം ഉണ്ടാകാൻ പോകുന്നുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ മിണ്ടാതിരിക്കൽ, അത് ചെയ്യരുത്. അപ്പോൾ നമ്മളൊക്കെ ഞാൻ വിചാരിക്കും, നമ്മൾ ദർസിലൊക്കെ നമ്മളിതിങ്ങനെ കേൾക്കുന്ന സമയത്ത് ആളുകൾ അവരുടെ സംശയങ്ങൾ എഴുതി വെക്കണം. കുറച്ചും കൂടി അതിൻ്റെ ഇടയിൽ ചോദിക്കുന്നതിനേക്കാൾ നല്ല, ഇടയിൽ ചോദിക്കുന്നത് കുഴപ്പമുണ്ടായിട്ടില്ല കേട്ടോ. ഇടയിൽ ചോദിക്കുന്നത് ചിലപ്പോൾ ചില കാര്യങ്ങൾ അപ്പം തന്നെ അറിയേണ്ടതുണ്ടാവും, അങ്ങനെ ഇടയിൽ ചോദിക്കുക. ജസ്റ്റ് ചെറിയൊരു കാര്യമൊക്കെ ആയിരിക്കും, അത് കുഴപ്പമില്ല. അല്ലാതെ കുറച്ച് വലിയ ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് എഴുതി വെക്കുക, ടൈപ്പ് ചെയ്ത് വെച്ചാലും മതി. എന്നിട്ട് നമ്മൾ ദർസ് കഴിയുന്ന സമയത്ത് ജസ്റ്റ് അത് ടൈപ്പ് ചെയ്ത് ഗ്രൂപ്പിൽ അറിയിക്കുക. അപ്പോൾ നമ്മളത് വായിച്ച് ഉത്തരം നൽകും. അതെല്ലാവർക്കും ഉപകാരപ്രദമാവും. അവരെ ഡൗട്ട് മാത്രമായിരിക്കില്ല, എല്ലാവരെയും ഡൗട്ട് ആക്കുമല്ലോ. അത് മറുപടി പറയുമ്പോൾ എല്ലാവർക്കും ഉപകാരം ഉണ്ടാവും. അപ്പോൾ അങ്ങനെ ചെയ്യുന്നത് വളരെ നല്ലതാണ്. അങ്ങനെ ചെയ്യാതിരിക്കൽ കറാഹത്താണ്. അത് കേൾക്കുന്ന ആളുകൾ എപ്പോഴും നോട്ട് ചെയ്യുക. എന്നിട്ട് ലാസ്റ്റ് ഇതിനെപ്പറ്റിയൊക്കെ ചോദ്യോത്തരം പോലെ ചോദിക്കുക ഇൻഷാ അല്ലാഹ്. അപ്പോൾ ശംതുൽ മുബാഹ്, ഇനി ഹലാലായ ഒരു മൗനമുണ്ട്. വഹുവ സുകൂത്തു അനിൽ ഹക്ക്, അത് നമ്മളുടെ ഒരു അവകാശത്തിൻ്റെ മുകളിലുള്ള മൗനാണ്. ഉദാഹരണത്തിന് എനിക്ക് ഒരാൾ ഒരു ചായ കൊണ്ട് തരണം, ചോറ് വേണം, അവിടെ ഞാൻ ആളോടും പറഞ്ഞില്ല എനിക്ക് വേണം എന്നുള്ളത്. ആ മൗനം പാലിച്ചുകൊണ്ട് ഒരു കുഴപ്പമില്ല. പറഞ്ഞാൽ നല്ലതാണ്, നല്ലതുമല്ല, പറഞ്ഞില്ല മോശവുമില്ല, ഇഷ്ടം പോലെ ചെയ്യാം. ലാ യതറത്തബു അലാ ഫൗത്തിഹി ദറർ റൂഹി വലാ ദറർ മാദി, അത് പറയാതിരുന്നതുകൊണ്ട് അവൻ്റെ ആത്മീയമായിട്ടോ ഭൗതികമായിട്ടോ ഒരു കുഴപ്പം വരാൻ പോകുന്നില്ല, അങ്ങനത്തെ കാര്യം. സമത്തിൽ ബിക്കരി ലി തദ്വീജിഹ ലി കഫഇൻ ലം യകുൻ മിൻ ഫി ഹുബ്ബിഹ, ഒരു പെണ്ണിന്, ഒരു കന്യകയായ പെണ്ണിന് ഒരു കല്യാണാലോചന വന്നിട്ട് അവളോട് ചോദിച്ചപ്പോൾ അവൾ മുണ്ടാതിരുന്നു കരുതുക, അതിപ്പോൾ ഹലാലായ മുണ്ടാതിരിക്കുകയാണ്. കാരണം അതിൽ നിന്ന് മനസ്സിലാക്കുക അവൾ ഒക്കെ ഇഷ്ടമായിട്ടുണ്ട്, അവൾ മൗനം പാലിച്ചല്ലോ, അതുകൊണ്ട് ഇഷ്ടമായിട്ടെന്ന് മനസ്സിലാക്കാം. ആ മൗനം പാലിക്കുന്നത് ഹലാല. അപ്പോൾ സംതി അനിൽ ഹലഫ്,
അതുപോലെ തന്നെ നമ്മൾ മൗനം പാലിക്കൽ, പിന്നെ ഹലഫ്, അതായത് അള്ളാഹിനെ തൊട്ട് സത്യം ചെയ്ത് പറയുമല്ലോ, അത് ചെയ്യാതിരിക്കൽ. ഇന്ത നഫ ഇ തുഹമ്മത്തി അനിൻ നഫ്സിയാവ അൻ ആയി. ആരെങ്കിലും നമ്മളെ മുകളിലൊരു ആരോപണം നടത്തുകയോ മറ്റുള്ളവരുടെ മുകളിലൊരു ആരോപണം നടത്തുകയോ ചെയ്യുമ്പോൾ നമ്മളതിൽ സത്യം ചെയ്ത് പറയാതിരിക്കൽ. നമ്മളെപ്പോഴും ചെയ്യരുത് ഇതായിരിക്കും. ആരെങ്കിലും നമ്മളോട് നിങ്ങളിത് ചെയ്തിട്ടില്ലേ എന്ന് ചോദിച്ചാൽ വല്ലാഹി 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 ഞാനങ്ങനെ ചെയ്തില്ല എന്ന് പറയും. വെറുതെ ആകുമ്പോൾ പറയേണ്ട ആവശ്യം ഉണ്ടാവില്ല. ചെയ്തിട്ടില്ല എന്നല്ലേ ചോദിച്ചിട്ടുള്ളൂ. ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞാൽ മതി. അവിടെ വല്ലാഹി 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 എന്നൊക്കെ പറയുന്നത് എന്താണ്, അത് പറയാതിരിക്കില്ല നല്ലത്. അല്ലാഹുമ്മ ഇദാ കാന നഫിയു തഹമ്മും മുതവഫിഖൻ അലൽ ഖലഫ്. ചിലപ്പോൾ നമ്മളത് പറഞ്ഞിട്ടില്ലെങ്കിൽ പ്രശ്നമാവും. ഇപ്പം നമ്മൾ വല്ലാഹി ഇട്ടിട്ടില്ലെങ്കിൽ, വല്ലാഹി എന്ന് പറഞ്ഞിട്ടില്ലെങ്കിൽ ശിക്ഷിക്കപ്പെടും തോന്നുകയാണ്. ആളുകൾ നമ്മൾ സംശയിക്കും. എന്നിട്ട് നമ്മളുടെ ആളുടെയോ കൂട്ടുകാരൻ്റെയോ എടുത്ത് ശിക്ഷ വരും. എങ്കിൽ നമ്മളവിടെ വല്ലാഹി പറയുന്നുണ്ട്, കുഴപ്പമില്ല. അവിടെ വാജിബോ ബിഹായി സീതാലം യഹ്ലഫുൽ അസാബഹു ദറർ യശക്കു അലൈഹി ഇഹ്തിമാലുഹു ഔ അസാബ ഐറുഹു ഫൈന ഫി ഹാദിഹിൽ ഹാലി യകൂനു സംതു അലൽ ഖൽഫി ഹറാമൻ. അപ്പോൾ അദ്ദേഹത്തിനോ മറ്റുള്ളവർക്കോ എന്തെങ്കിലും ഉപദ്രവം അതുകൊണ്ട് പറയാതെ ഇരുന്നുകൊണ്ട് ഉണ്ടാവുമെങ്കിൽ അവിടെ വല്ലാഹി എന്ന് പറയാതിരിക്കൽ ഹറാമാണ്. അപ്പോൾ നമ്മൾ പറയണം. അതേസമയം അതിൻ്റെ ആവശ്യമൊന്നുമില്ല. നമ്മൾ പേഴ്സണൽ ഒരാൾ ചോദിച്ചാൽ നിങ്ങളിത് ചെയ്തിട്ടുണ്ടോ? ഞാൻ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞാൽ മതി. അവിടെ പോയിട്ട് വല്ലാഹി എന്ന് പറയേണ്ട ആവശ്യമില്ലല്ലോ. വൽ മുഫാദ മിമ്മ, ഈ കഴിഞ്ഞതിൻ്റെ ഒക്കെ ഒരു ഈ പറഞ്ഞ കാര്യങ്ങളിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാവുന്നത് അന്ന സംത്ത് നൗആൻ, മൗനം പാലിക്കാൻ തന്നെ 2 വിധമാണ്. മംദൂഹുൻ, നല്ല മൗനം പാലിക്കലുണ്ട്. വഹുവ സുലൂഖു അമ്മാ ലൈസ ബിഖൈരിൻ ഖൗലൻ വ അമലൻ, നല്ലതല്ലാത്ത വിഷയങ്ങളിൽ നമ്മൾ മൗനം പാലിക്കലാണ്. അപ്പോൾ മദ്മൂമൻ വഹുവ സുക്കൂത്ത് അമ്മാ ഹുവ ഹൈറും മിൻ കലാമി ഓ ഐരി, അതുപോലെ പറയൽ നമുക്ക് ഹൈറായ കാര്യങ്ങളിൽ നമ്മൾ സംസാരിക്കാതിരിക്കലാണ്. അത് മോശപ്പെട്ടതാണ്. മൗനം പാലിക്കുന്നത് നല്ലതുകൊണ്ട് മോശമുണ്ട്. നല്ലതെന്ന് പറഞ്ഞാൽ മോശപ്പെട്ട കാര്യങ്ങൾ പറയുന്നത് മൗനം പാലിക്കണം. മോശം എന്ന് പറഞ്ഞാൽ നല്ല കാര്യങ്ങൾ പറയാതിരിക്കുക എന്നുള്ള സാധനം ഉണ്ടല്ലോ, അത് മോശപ്പെട്ടതുമാണ്. വല്ലദീ യഅ്മുറു ബിഹിൽ മുഅ്മിനു മിനൻ നൗആനി ഹുവ അവൽ, ഒരു മുഅ്മിൻ ചെയ്യേണ്ട കാര്യം, മുഅ്മിൻ കൽപ്പിക്കപ്പെട്ടത് എന്താണ്? ഒന്നാമത്തെ സംത്താണ്. അതായത് മോശപ്പെട്ട കാര്യങ്ങൾ സംസാരിക്കാതിരിക്കുക. അതാണ് മുഅ്മിൻ ചെയ്യേണ്ടത്. വസ്മുത്ത്, അതുകൊണ്ടൊരു നിങ്ങൾ വസ്മുത്ത് അയ്യുഹ സാലിക്കായവനെ നിങ്ങൾ മൗനം പാലിക്കണം. ഫി ജമീ അഹ്വാലിക്ക ഇദാ ഇസ്തസ്നൈത മിൻഹ അഹ്വാലി ദിക്രില്ല, അള്ളാഹിൻ്റെ ദിക്ർ ഒഴികെയുള്ള ബാക്കിയുള്ള കാര്യങ്ങളിലൊക്കെ നിങ്ങൾ മൗനം പാലിക്കണം. ഏത് വിഷയത്തിൽ അള്ളാഹിൻ്റെ ദിക്റുണ്ടോ, അപ്പോൾ നമ്മൾ സംസാരം തന്നെ നമ്മൾ പരസ്പര ഇഹ്വാനികൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കണം, കുഴപ്പമില്ല. സംസാരത്തിലൊക്കെ അള്ളാഹിനെ ഓർമ്മിപ്പിക്കുന്നതും അള്ളാഹിലേക്ക് പ്രോത്സാഹിപ്പിക്കുന്നതും അള്ളാഹിൻ്റെ കാര്യങ്ങളൊക്കെ വരുന്നുണ്ടെങ്കിൽ മാഷാ അല്ലാഹ് നല്ല കാര്യം. അതല്ലാത്ത കാര്യങ്ങളാണെങ്കിലോ അവിടെ മൗനം പാലിക്കണം നല്ലത്. കാരണം ഇത് ഒരു ഒഴിവുണ്ട് കേട്ടോ. ഞാൻ എപ്പോഴും മുമ്പ് പറയാനാണ്, തെറ്റിദ്ധരിക്കരുത്. ഭാര്യയും ഭർത്താവിൻ്റെ ഇടയിലും ഒരു തമാശ പറയൽ, വെറുതെ സംസാരിച്ചിരിക്കൽ, അതൊന്നും കുഴപ്പമില്ല, അത് സുന്നത്താ. അതല്ലാത്ത മറ്റുള്ളവരുടെ ഇടയിൽ നമ്മൾ സംസാരിക്കുമ്പോൾ അള്ളാഹിനെ തൊട്ട് ഓർമ്മിപ്പിക്കുന്ന സംസാരങ്ങളല്ലാതെ വെറുതെ സംസാരിക്കുക എന്ന് പറയുന്നത് നല്ലതല്ല. ഫൈൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, കലാമു ഇബ്നു ആദമ കുല്ലുഹു അലൈഹി, ആദം സന്തതികളുടെ മുഴുവൻ സംസാരങ്ങളും അവർക്കെതിരാണ്. ലാലഹു, ഒന്നും അവർക്ക് അനുകൂലമല്ല. ഇല്ല അമ്ര ബിൻ മാറൂഫ്, നന്മ കൽപ്പിച്ചതല്ലാതെ, ഔ നഹിയൻ അലുൽ മുൻകർ, തിന്മ വിരോധിച്ചതല്ലാതെ, ഔ ദിക്റൻ ലില്ലാഹി അസ്സ വജൽ, അല്ലെങ്കിൽ അള്ളാഹിൻ്റെ ദിക്റല്ലാതെ. ആദം സന്തതികളെ മുഴുവൻ സംസാരവും അവർക്കെതിരായിരിക്കും. 3 സംസാരം അവർക്ക് അനുകൂലമായിട്ടുണ്ടാവുള്ളൂ. ഒന്നുകിൽ നന്മ കൽപ്പിക്കുക, അല്ലെങ്കിൽ തിന്മ വിരോധിക്കുക, അല്ലെങ്കിൽ അള്ളാഹിൻ്റെ ദിക്ർ. ഇതല്ലാതെ എല്ലാവർക്കെതിരായിരിക്കും. വയബുദ ഫീ നഫ്സി സാബിഖ്, അപ്പോൾ ഇതിൽ നിന്ന് മുകളിൽ പറഞ്ഞ കാര്യങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാവും, അന്നൽ മുഅ്മിനു മഅ്മൂറൻ ബിസംത് അത്താ ഫി മുബാഹാത്തി ഖൗലിയ്യത്തി അല്ലദീ ലാ തുഹ്സാ മിൻഹാ അൽ ഉഖൂബാത്ത് വലാ തുജ്നാ മിൻഹാ സമറാത്ത് സവാബ്. അതായത്
ഒരു മോമിനെ സംബന്ധിച്ചിടത്തോളം മോമിന് ഈ പറഞ്ഞ വാക്കുകൾ നിന്നൊക്കെ മനസ്സിലാകുന്ന മോമിന് മൗനം പാലിക്കുകയാണ് നല്ലത്. ഹത്താ ഫി മുബാഹാത്തിൽ കൗലിയാത്ത്, അനുവദനീയമായ വിഷയങ്ങളിൽ പോലും സംസാരം ഒഴിവാക്കാതെ മൗനം പാലിക്കുകയാണ് നല്ലത്. വെറുതെ ഉണ്ടല്ലോ, നമുക്ക് ഹലാലായ കാര്യങ്ങളിൽ വരെ ഒരു മിതത്വത്തിൽ നമ്മൾ സംസാരിക്കാതിരിക്കുകയാണ് നല്ലത്. നമുക്ക് ഒരു സാഹചര്യം ഉണ്ട്, സംസാരിക്കൽ നിർബന്ധമാണെന്ന വിഷയത്തിൽ മാത്രം സംസാരിക്കുക. അല്ലാത്ത വിഷയത്തിൽ അള്ളാഹുവിന്റെ ദിക്റിന് വേണ്ടി നന്മ കൽപ്പിക്കാൻ തിന്മ കൽപ്പിക്കാനല്ലാത്ത എല്ലാ സംസാരങ്ങളും പരമാവധി ഒഴിവാക്കലാണ് നല്ലത്. എന്തുകൊണ്ടാണത്? ലിമാ ഫീഹി മിന ദിയാഇ വഖത്തിൻ ഫീ ഐരി ദിക്രില്ലാഹ്. എന്തുകൊണ്ടാണ് അത് നല്ലതല്ല എന്ന് പറയാൻ കാരണം, അതിൽ സമയം പായാകുന്നൊരു പരിപാടി ഉണ്ട്. കാരണം നമ്മളിപ്പോൾ ഒരു നന്മ കൽപ്പിക്കുകയാണ്, തിന്മ വിരോധിക്കുകയാണ്, അള്ളാഹിൻ്റെ ദിക്റിലാണ്. അള്ളാഹിൻ്റെ ദിക്റിനെ നമ്മൾ പരമാവധി എന്തുകൊണ്ട് നമ്മൾ മശായിഖന്മാർ, ഞങ്ങൾ ചിന്തിക്കുക എന്തുകൊണ്ട് മശായിഖന്മാർ ഇങ്ങനെ ആടിപ്പാടിയുള്ള ദിക്റും മൗലുദും അതിൻ്റെ രസങ്ങളും ഇങ്ങനത്തെ ഇങ്ങനെ പരിപാടികളൊക്കെ എന്താണ് കൊണ്ടുവന്നത്? ശരിക്കും അള്ളാഹിൻ്റെ ആളുകളെ സംബന്ധിച്ചിടത്തോളം വെറുതെ ഇങ്ങനെ ഒറ്റയ്ക്ക് ഇരുന്നിട്ട് ലാ ഇലാഹ ഇല്ലല്ലാ ലാ ഇലാഹ ഇല്ലല്ലാ ലാ ഇലാഹ ഇല്ലല്ലാ അല്ലെങ്കിൽ അള്ളാഹ് 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 എന്ന് ചൊല്ലുന്നത് എല്ലാം ഖുർആൻ ഓതുന്നതിന് ഏറ്റവും ആനന്ദമുള്ള പരിപാടിയാണ്. അതിനുവേണ്ടി ആടിപ്പാടേണ്ട ആവശ്യമൊന്നുമില്ല. എന്നാൽ എല്ലാവർക്കും അത് അങ്ങനെ ആവണമെന്നില്ല. സാധാരണക്കാരുണ്ടാവും, അവർക്ക് അങ്ങനെ ഇരിക്കുമ്പോൾ അത്ര സുഖം കിട്ടില്ല. അതേസമയം ഇങ്ങനെ നമ്മൾ മൗലായ സല്ലി വസല്ലിം ദായിമൻ അബദ എന്നൊക്കെ ഈണത്തിൽ നമ്മൾ ചൊല്ലുമ്പോൾ അതിന് ഒക്കെ രസമുണ്ടാവും. അപ്പോൾ എന്തുകൊണ്ട് അങ്ങനത്തെ സാധനങ്ങളൊക്കെ കൊണ്ടുവന്നത്? ഈ പാടലും ആടലും ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ കൊണ്ടുവന്നത് എന്താ? അങ്ങനെയെങ്കിലും നമ്മൾ അനാവശ്യ സംസാരങ്ങൾ ഒഴിവാക്കി അള്ളാഹിൻ്റെ ദിക്റിലാവട്ടെ എന്ന് വിചാരിച്ചിട്ട്. അതിൻ്റെ ഒരു ലക്ഷ്യമാണ് പറയുന്നത് കേട്ടോ. കാരണം അനാവശ്യ സംസാരങ്ങൾ, അതായത് ദിക്റിലും നന്മ കൽപ്പിക്കലും തിന്മ വിരോധിക്കലും, അതായത് ഇൽമും ദിക്റും, നന്മ കൽപ്പിക്കുക തിന്മ വിരോധിക്കുക എന്ന് പറഞ്ഞാൽ ഇൽമാണല്ലോ. ഒന്നെങ്കിൽ ഇൽമു അല്ലെങ്കിൽ ഇബാദത്ത്. ഇൽമു ഇബാദത്തും അല്ലാത്തൊരു കാര്യത്തിന് നമ്മൾ സമയം വിനിയോഗിക്കുന്നുണ്ടെങ്കിൽ ആ സമയം നമുക്ക് വേസ്റ്റാണ്. അതുകൊണ്ടാണ് ഇൽമിനും ഇബാദത്തിനല്ലാതെ നമ്മൾ സമയം വിനിയോഗിക്കരുത് എന്ന് പറഞ്ഞത്. അത് അനുവദനീയമാണെങ്കിൽ പോലും. കാരണം എന്താ, അതൊരു സമയം വേസ്റ്റാക്കൽ എന്നൊരു സാധനം അതിൽ വരുന്നുണ്ട്. നമ്മൾ 24 മണിക്കൂറിൽ നമ്മൾ സുഹൃത്തിനോട് വെറുതെ ഇങ്ങനെ എന്താ അവളെ വിശേഷം, എന്താ അവനെ വിശേഷം എന്ന് ചോദിച്ച് ഇങ്ങനെ 2 മണിക്കൂർ സംസാരിച്ചു എന്ന് കരുതോ. ആ 2 മണിക്കൂർ നമ്മളെ സമയത്ത്, നമ്മളെ വിലയേറിയ സമയത്തിൽ നിന്ന് മാറ്റി വെക്കേണ്ട ഒന്നായി മാറി. അതായത് ആ ഒരു ഉപകാരമില്ല ഇനി. ആ സമയമാണല്ലോ നമുക്ക് അള്ളാഹിൻ്റെ അടുക്കൽ മുമ്പ് കൊണ്ടുവെക്കാനുള്ളത്. ഈ സമയം കൊണ്ടല്ലേ നമ്മൾ പണിയെടുക്കേണ്ടത്. ആ സമയത്ത് നമ്മളിപ്പോൾ എന്താ ചെയ്ത് വെറുതെ വേസ്റ്റ് ചെയ്ത് ആ സമയം. അപ്പോൾ ആ സമയം വേസ്റ്റ് ചെയ്യുന്ന ഒരു പരിപാടി അവിടെ വരുന്നുണ്ട്. ഇന്ന് നമുക്ക് വേറൊരു കാര്യം കൂടി മനസ്സിലാക്കാം. സമയത്തെ നമ്മൾ പരിശോധിക്കണം. നമ്മുടെ സമയം എന്തിനാ ചിലവഴിക്കണമെന്ന് നോക്കണം. നമ്മുടെ സമയം എന്തിനാ നമ്മൾ നോക്കണം. മുറാക്കബയിലാവണം ഓരോ ദിവസവും. നമ്മൾ ഈ സമയം എന്തിനാണ് ചിലവഴിക്കണത്? നമ്മളിങ്ങനെ രാവിലെ ആവുന്നു, എണീക്കുന്നു, പോകുന്നു, പല്ലേക്കുന്നു, കുളിക്കുന്നു, വരുന്നു, ഭക്ഷണം കഴിക്കുന്നു, ഇങ്ങനത്തൊക്കെയോ കാര്യങ്ങൾ ചെയ്യുന്നു, രാത്രിയാവുന്നു, കിടന്നുറങ്ങുന്നു. ഇങ്ങനെയല്ല. ഈ ദിവസത്തിൻ്റെ ഉള്ളിൽ നമ്മൾ ഈ ചെയ്ത കാര്യങ്ങൾ എന്തിനൊക്കെ നമ്മൾ ശരിക്കത് വിനിയോഗിച്ചു, ഓരോന്നിങ്ങനെ കൗണ്ട് ചെയ്യണം. നമ്മൾ ഇബാദത്തിന് എത്ര വിനിയോഗിച്ചു, എത്ര ദിക്റിന് വിനിയോഗിച്ചു, എത്ര ഹിദ്മത്തിന് വിനിയോഗിച്ചു, എത്ര നമ്മൾ ഇൽമു പഠിക്കുന്നതിന് വിനിയോഗിച്ചു, എത്ര വെറുതെ കത്തിയടിക്കാൻ ഉപയോഗിച്ചു, എത്ര വാട്സപ്പിലും ടെലിഗ്രാമിലും ഒക്കെ ഇങ്ങനെ ഇരിക്കാൻ വിനിയോഗിച്ചു. ഇത് നമ്മൾ നോക്കണം. നോക്കുമ്പോഴേ നമ്മൾ മനസ്സിലാവുള്ളൂ ഈ സമയം നമ്മൾ പായാക്കിയിട്ടുണ്ടോ ഇല്ലയെന്ന്. ഈ സമയം പായാക്കൽ എന്നൊരു സാധനം ഇതിൽ വരുന്നതുകൊണ്ട് മാത്രമാണ് മുഅ്മിനീങ്ങളോട് ഇതല്ലാത്ത സംസാരം തന്നെ ചെയ്യരുതെന്ന് പറഞ്ഞത്. കാരണം ഒരു സമയം പായാക്കൽ വരുന്നുണ്ടല്ലോ എന്ന കാരണം കൊണ്ട്. വൈന്നമാ ഖലഖൽ ഖാലിഖുൽ ഹഖീമി അസ്സ വജൽ വഖ്ത്. അല്ലാഹു സുബ്ഹാനഹു തആല ഈ സമയത്തിനെ ഉണ്ടാക്കിയ തന്നെ ലിമാ അറാദ അൻ യദ്ദക്കറ വ അറാദ ശുകൂറ. അള്ളാഹു ഈ സമയത്തിനെ ഉണ്ടാക്കിയ തന്നെ അതിൽ അള്ളാഹിനെ തൊട്ട് ചിന്തിക്കാനും അള്ളാഹിനെ നന്ദി ചെയ്യാനും വേണ്ടി മാത്രം, വേറെ ഒന്നിനല്ല. അപ്പോൾ ആ കാര്യം നമ്മൾ എന്ത് ചെയ്തു? വേസ്റ്റ് ചെയ്തു. ആ കാരണം കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു തആല പറഞ്ഞത് ബാറക്കല്ലദീ ജഅല ഫിസ്സമാഇ ബുറൂജൻ വജഅല ഫീഹാ സിറാജൻ വഖമറൻ മുനീറ വഹുവല്ലദീ ജഅലൽ ലൈല വന്നഹാറ ഖിൽഫതൻ ലിമൻ അറാദ അൻ യദ്ദക്കറ വഅറാദ ശുകൂറ. ചന്ദ്രനെയും ആകാശത്തെയും നക്ഷത്രങ്ങളെയും ഒക്കെ പടച്ചു എന്ന് പറഞ്ഞു. പിന്നെ രാവിലെയും വൈകുന്നേരം പടച്ചു എന്ന് പറഞ്ഞു. എന്തിനാ അതൊക്കെ പടച്ചത്? എന്തിനാ ഇങ്ങനെ ദിവസങ്ങളൊക്കെ ഉണ്ടാക്കിയത്? ലിമൻ അറാദ അൻ യദ്ദക്കറ വഅറാദ ശുകൂറ. അതിൽ ചില ആളുകൾക്ക് ദിക്റെല്ലാനും ചില ആളുകൾക്ക് നന്ദി ചെയ്യാനൊക്കെ വേണ്ടി രാവിലെയും രാത്രിയൊക്കെ അള്ള പഠിച്ചതിന് വേണ്ടി എന്ന് മനസ്സിലാക്കുമ്പോൾ നമ്മൾ ഈ സമയത്ത് നമ്മൾ വേസ്റ്റ് ചെയ്തു. കുറേ ഇങ്ങനെ
നമ്മളെ സമയത്തിൻ്റെ ഒരു ഭാഗം എന്താ നമ്മൾ മാറ്റിയത്, വെറുതെ നമ്മൾ നോക്കിയ യൂട്യൂബ് ഇങ്ങനെ കണ്ടിട്ട് ഒഴിവാക്കി. കുറേ സമയം ഫേസ്ബുക്കിൽ സ്ക്രോൾ ചെയ്ത് ഒഴിവാക്കി. കുറേ സമയം ഇങ്ങനെ സുഹൃത്തുക്കളോട് എന്ന് പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചാറ്റ് ചെയ്തും പറഞ്ഞു മുണ്ടിയും പറഞ്ഞു ഒഴിവാക്കി. നമ്മൾ ആ സമയത്ത് ആ ദിവസം ചെയ്ത ഇബാദത്ത് എത്രയെന്ന് നോക്കിയാൽ കുറഞ്ഞ സമയം ഉണ്ടാവുള്ളൂ. ആ ദിവസത്തെ നമ്മൾ ചെയ്ത ഹിദ്മത്ത് എത്രയാണെന്ന് വെച്ചാൽ കുറഞ്ഞ സമയം ഉണ്ടാവുള്ളൂ. ഇതൊക്കെ കുറഞ്ഞേ ഉണ്ടാവുള്ളൂ. ബാക്കിയുള്ളതിനകത്ത് സമയം മുഴുവൻ ചിലവഴിക്കരുത്. ഇത് നമ്മൾ നോക്കിയിട്ടില്ലെങ്കിൽ നമ്മൾ മൊത്തം സമയം വേസ്റ്റാണ്. ഇമാം ഗസാലി തങ്ങൾ പറഞ്ഞ പോലെ ഒരു മനുഷ്യൻ്റെ സമയം അവൻ പരിശോധിക്കുന്നില്ലെങ്കിൽ അവൻ്റെ മുഴുവൻ സമയം വേസ്റ്റാണ്. ഒരു മനുഷ്യൻ്റെ സമയം അവൻ എങ്ങനെയാണ് ചിലവഴിക്കുന്നതെന്ന് അവൻ പരിശോധിക്കുന്നില്ലെങ്കിൽ അവൻ്റെ മുഴുവൻ സമയം വേസ്റ്റാണ്. വല്ലാഹി സുമ്മ വല്ലാഹി, ഇതൊരാൾ പരിശോധിച്ചാൽ ഞാൻ പറഞ്ഞതിൻ്റെ റിസൾട്ട് മനസ്സിലാവും. അവൻ്റെ മുഴുവൻ സമയം വേസ്റ്റാണോ അല്ലേന്ന്. ജസ്റ്റ് സമയം ചിലവഴിക്കുന്നതിന് അവന് ബോധവാനാണ് അല്ലെങ്കിൽ അവൻ്റെ മുഴുവൻ സമയം വേസ്റ്റാണ്. അവനൊന്നും ചെയ്യുന്നുണ്ടാവില്ല. അവൻ വിചാരിക്കും എന്തോ ചെയ്യുന്നുണ്ടാവും, ഒന്നും ചെയ്യുന്നുണ്ടാവില്ല. അതേസമയം ആ സമയങ്ങളൊക്കെ ഓരോ മണിക്കൂറും ഞാൻ എന്തിനും ചിലവഴിക്കുന്നു എന്ന് സൂക്ഷിച്ച് ഒക്കെ എഴുതി വെച്ച് മനസ്സിലാക്കി അത് ഇന്ന കാര്യത്തിന് മാത്രം ചെയ്യാവൂ, വേറെ ഒന്നും ചെയ്യരുത്. ഒരു കാര്യം ഇപ്പം ഞാനിപ്പോൾ ദർസ് നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ വേറെ എൻ്റെ ഇടയിൽ ഇങ്ങനെ ഭക്ഷണം കഴിക്കുന്നതും കൂടി ഉണ്ടെങ്കിലോ അതിൻ്റെ ഇടയിൽ ഞാനിങ്ങനെ ഒരു ക്രിക്കറ്റ് കളി കാണുകയാണെങ്കിലോ ഇത് രണ്ടും ഒത്തുപോവില്ല. ഇത് ചെയ്യുമ്പോൾ ഇത് മാത്രം, ഖുർആൻ ഓതുമ്പോൾ ഖുർആൻ മാത്രം, ദിക്ർ ചെല്ലുമ്പോൾ ദിക്ർ മാത്രം, മറ്റ് ഇബാദത്ത് ചെയ്യുമ്പോൾ അത് മാത്രം, ഹിദ്മത്ത് ചെയ്യുമ്പോൾ അത് മാത്രം, അതിൽ മാത്രം ഒതുങ്ങി നിൽക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അത് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ എന്തൊക്കെയോ ചെയ്തെന്ന് തോന്നും, നാം ഒന്നും ചെയ്തിട്ടുണ്ടാവില്ല. മഹാന്മാരുടെ ജീവിതമൊക്കെ നമ്മളിങ്ങനെ അത്ഭുതത്തോടു കൂടി നോക്കി നിൽക്കും. എന്തൊക്കെ അവർ ചെയ്തൊന്നുമില്ല, ഇത്ര ചെയ്തിട്ടുണ്ടാവുള്ളൂ. അവരൊരു സമയത്തെക്കുറിച്ച് ബോധവാന്മാരായി സമയം എന്തിനാ ചിലവഴിക്കുന്നവർ നോക്കി. എന്നിട്ട് ആ സമയത്തിൽ അവർ ആ സമയം അതിനുവേണ്ടി മാത്രമായിട്ട് വിനിയോഗിച്ചു. ഒരാൾ ഖുർആൻ ഓതാനിരുന്നു. ആ ഖുർആൻ ഓതാനിരുന്ന 2 മണിക്കൂർ ഖുർആൻ ഓതാൻ വേണ്ടി മാത്രം ചിലവഴിച്ചു. അപ്പോൾ അള്ളാഹു എന്ത് ചെയ്യുക അറിയോ? എൻ്റെ അടിമ ഖുർആൻ എൻ്റെ കലാം ഓതാൻ വേണ്ടി മാത്രം ഈ സമയം ചിലവഴിച്ചുകൊണ്ട് ആ സമയത്ത് അള്ളാഹു ബർക്കത്തിട്ടു. ആ സമയത്തിന് ബർക്കത്തായി. പിന്നെ അടുത്ത സാധനം അതിനും അപ്പോൾ ദിക്റെല്ലാം വേണ്ടി മാത്രം ഉപയോഗിച്ചു, സ്വലാത്തെല്ലാം വേണ്ടി മാത്രം ഉപയോഗിച്ചു, വേറെ പരിപാടിയൊന്നുമില്ല. മൊബൈലൊക്കെ മാറ്റി വെച്ച് മറ്റ് ഡിസ്ട്രാക്ഷൻസൊക്കെ മാറ്റി വെച്ച് അതിലേക്ക് മാത്രം. അങ്ങനെ വരുമ്പോൾ അതിലുള്ള ബർക്കത്ത് ചെയ്യും. അങ്ങനെ ബർക്കത്ത് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആ ദിവസം കഴിഞ്ഞ് അടുത്ത ദിവസത്തേക്ക് പോകുമ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസത്തേക്കാളും കൂടുതൽ എഫേർട്ടും ചെയ്തിട്ടുണ്ടാവില്ല. പക്ഷേ കഴിഞ്ഞ ദിവസം നമ്മൾ ചെയ്തതിനേക്കാളൊക്കെ എത്രയോ ഇരട്ടി നമുക്ക് ഇന്ന് ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവും. എന്തുകൊണ്ടാണ്? അള്ളാഹു നമ്മൾ ആ സമയത്തിൽ ബർക്കത്ത് തന്നു. എന്തുകൊണ്ടാണ് ബർക്കത്ത് തന്നത്? ഓരോ സമയവും നമ്മൾ അതിനുവേണ്ടി മാത്രം വിനിയോഗിക്കുകയും സമയം വിനിയോഗിക്കുന്നതിനെക്കുറിച്ച് നമ്മൾ ബോധവാനാവുകയും ചെയ്തു. വെറുതെ ഇങ്ങനെ വാരിക്കോരി ഒരു ഒഴുക്കിനനുസരിച്ച് പോകുന്നല്ല. ഇന്നിതാണ് ചെയ്യേണ്ടത് എന്നൊരു ബോധ്യം ആദ്യം തന്നെ നമ്മൾ എണീക്കുന്ന സമയത്ത് ഇന്ന് ഞാൻ എന്തൊക്കെ ചെയ്യേണ്ടതെന്നൊരു ബോധ്യം ആദ്യം ഉണ്ടാവണം. നിർബന്ധമായി ചെയ്യേണ്ടത്. അത് കഴിഞ്ഞിട്ടുള്ള മാത്രമേ ഹലാലിന് ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കുന്ന നിർബന്ധമായ കാര്യങ്ങൾക്ക്, പിന്നെ സുന്നത്തായ കാര്യങ്ങൾക്ക്, പിന്നെ കഴിഞ്ഞിട്ട് നമ്മളെ റെസ്റ്റും ഹലാലായ കാര്യങ്ങൾക്കുള്ളൂ. അപ്പോൾ നിർബന്ധമായ കാര്യങ്ങൾ സുന്നത്തായ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്ത് കഴിഞ്ഞ് അതിൻ്റെ സമയമൊക്കെ മാറ്റി വെച്ച് പിന്നെ സമയം ഉണ്ടെങ്കിൽ ബാക്കിയുള്ളതിനൊക്കെ ചിലവഴിച്ചുള്ളൂ, ഒരു കുഴപ്പമില്ല. അപ്പോൾ ഒരു ദിവസം നമ്മൾ റെസ്റ്റ് എടുക്കണം, ഉറങ്ങണ്ടേ? നമുക്ക് ഉറങ്ങണം. അത് വലിയ ഇബാദത്താണ്. നമ്മൾ ഈ ബാക്കിയുള്ള സമയങ്ങളിലൊക്കെ നമ്മൾ ഖുർആൻ ഓതാനും ഇബാദത്ത് ചെയ്യാനും ഹിദ്മത്ത് ചെയ്യാനും ഇൽമു പഠിക്കാനും ഒക്കെ നമ്മൾ അതിന് വേണ്ടി ചിലവഴിച്ചു എന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ ആ ചിലവഴിച്ച് നമ്മൾ ക്ഷീണം വരും നമ്മുടെ ശരീരത്തിന്. പിന്നെ നമ്മൾ പോയി കിടന്നാൽ അത് വലിയ ഇബാദത്താണ്. കാരണം അത് റീചാർജ് ചെയ്യുന്ന പോലെയാണ്. അപ്പോൾ അവിടെ നമ്മൾ 8 മണിക്കൂർ ഉറങ്ങി, ഒരു കുഴപ്പമില്ല, ഉറങ്ങിക്കോളി. കാരണം ബാക്കിയുള്ള സമയം മുഴുവൻ നമ്മൾ ഇതിന് മാത്രമേ ചിലവഴിച്ചുള്ളൂ. ഇനി നമുക്ക് അത് കഴിഞ്ഞിട്ട് നമുക്കൊന്ന് വെറുതെ ഒരുപാട് ഇങ്ങനെ ഒരു കാര്യത്തെ ഇൽമിലൊക്കെ നമ്മൾ ഒരുപാട് പരിശ്രമിക്കുമ്പോൾ, പ്രത്യേകിച്ച് ഇബാദത്ത് പോലെയല്ല, ഇൽമിൽ ഒരുപാട് പരിശ്രമിക്കും. ചിലപ്പോൾ നമ്മൾ തലക്കൊക്കെ റെസ്റ്റ് ആവശ്യമുണ്ടാവും. ഒരു 2-3 മണിക്കൂർ നമ്മൾ വെറുതെ ഇരുന്നു കരുതുക, എങ്കിലും കുഴപ്പമില്ല. എന്നാൽ നമ്മൾ ഒരു കാര്യത്തിലേക്ക് മാത്രമല്ല ശ്രദ്ധിക്കുന്നത്, എല്ലാം കൂടി ചറപ്പറ അതും ഇതും ചെയ്യുന്നുണ്ട്. ഖുർആൻ ഓതുമ്പോൾ നമ്മൾ മൊബൈൽ ഉപയോഗിക്കുന്നുണ്ട്, മൊബൈൽ ഉപയോഗിക്കുമ്പോൾ അപ്പുറത്തെ കാര്യങ്ങൾ നോക്കുന്നുണ്ട്. എല്ലാം കൂടി മൾട്ടി ടാസ്കിങ് ആണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റിയിട്ടും, ചിലർക്ക് പറ്റാത്ത സാഹചര്യം ഉണ്ടാവും കേട്ടോ, അതല്ല, ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റിയിട്ടും നമ്മൾ മൾട്ടി ടാസ്കിങ് ചെയ്യണമെങ്കിൽ അള്ളാഹു നമുക്കതിൽ ബർക്കത്ത് തരൂല, ഒരിക്കലും ബർക്കത്ത് തരൂല. നമ്മളതിനുള്ള പരിശ്രമം ഉണ്ടാവണം. നമ്മൾ ചെറുപ്പത്തിലൊക്കെ നമ്മൾ എൻ്റെയൊക്കെ എക്സ്പീരിയൻസ് ഞാൻ പറയണത്, നമ്മൾ ചെറുപ്പത്തിലൊക്കെ നമ്മളുടെ സാഹചര്യം നോക്കുമ്പോൾ നമുക്കൊന്നും അങ്ങനെ ഒരു പ്രത്യേക സമയം മാറ്റി വെക്കാൻ പറ്റൂലായിരുന്നു. നമ്മളെ വീട്ടിലെ വാപ്പയാണെങ്കിലും മറ്റുള്ളവരൊക്കെ ആണെങ്കിലും നമ്മളോട് ഒരു കാര്യം ഇങ്ങനെ ചെയ്താൽ അത് ചെയ്യുന്നു പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ നമുക്ക് ഇന്ന സമയം എന്നുള്ള പ്രത്യേക കാര്യത്തിൽ മാറ്റി വെക്കാൻ പറ്റില്ല. പക്ഷേ നമ്മൾ നീയത്തുണ്ടായിരുന്നു, അല്ലാഹുവേ ഭാവിയിൽ അങ്ങനെ നമുക്കൊരു സമയം മാറ്റി വെക്കാനുള്ള
ഒരു തൗഫീക്ക് തരണേ. അങ്ങനെ ആ നീയത്തുള്ളത് കൊണ്ട് അള്ളാഹു കുറച്ച് കഴിയുമ്പോൾ ആ സമയം അങ്ങനെ ആക്കി തന്നു. എല്ലാവർക്കും അങ്ങനെ ആക്കി തരും നമ്മളത് ഉദ്ദേശിച്ചാൽ. ഇപ്പം നമുക്ക് കുറേ സാഹചര്യങ്ങൾ കൊണ്ട് ഒന്നിലേക്ക് മാത്രം ഫോക്കസ് ചെയ്യാൻ പറ്റുന്നില്ല. പക്ഷെ എന്നാലും നമ്മൾ പരമാവധി ശ്രമിക്കുന്നുണ്ട്. എങ്കിൽ കുറച്ച് കഴിഞ്ഞാൽ അള്ളാഹു ഒരു അവസരം തരും അതിലേക്ക് മാത്രം ഫോക്കസ് ചെയ്യാൻ, നമ്മൾ നീയത്ത് നന്നായതുകൊണ്ട്. ഇപ്പോൾ നല്ല നീയത്ത് വെക്കുക. എന്തായാലും ഞാൻ പറഞ്ഞു വന്നത്, നമ്മളെ സമയത്തെക്കുറിച്ച് ബോധവാനാവണം. ഈ സമയം വേസ്റ്റ് ചെയ്യുന്നത് പെട്ടും നമ്മൾ ഈ മോശം ഈ അനാവശ്യമായ സംസാരങ്ങളൊക്കെ. അതുകൊണ്ടാണത് ഹലാലാണെങ്കിൽ പിന്നെ ഒഴിവാക്കണം എന്ന് പറയുന്നത്. കാരണം വക്കാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, മാ മിൻ സഅത്തിൻ തമുറു ബി ഇബ്നി ആദം ലാ യദ്കുറുല്ലാഹ ഫീഹാ ഇല്ലാ തഹസ്സറു അലൈഹി യൗമുൽ ഖിയാമ. ഖിയാമത്ത് നാളിൽ ഒരു മനുഷ്യൻ, ആദം സന്തതികൾ കടന്നുപോയ ഒരു സമയവും ആ സമയത്തിൽ അള്ളാഹുവിൻ്റെ ദിക്ർ അതിലില്ലെങ്കിൽ ഖിയാമത്ത് നാളിൽ അത് കാണിക്കപ്പെടുമ്പോൾ അവർ ഖേദിച്ചിട്ട് തീവ്രമായി ഖേദിക്കുന്നൊരവസ്ഥയിലുണ്ടാവും. അതായത് ഒരു ഖിയാമത്ത് നാളിൽ ഇവൻ്റെ സമയമൊക്കെ കൊണ്ടുവരപ്പെടും. ഈ സമയത്തിൽ അള്ളാഹിൻ്റെ ദിക്റിന് വേണ്ടി ചിലവഴിക്കുക സമയം ഉണ്ടാവുമല്ലോ, ഇൽമിനും ഇബാദത്തിനും ഖിദ്മത്തിനും ഒക്കെ വേണ്ടി ചിലവഴിച്ച സമയം, അത് അള്ളാഹിൻ്റെ ദിക്റിന് വേണ്ടി ചിലവഴിച്ച, അതിന് വേണ്ടിയുള്ള വിശ്രമത്തിനും അതും അള്ളാഹിൻ്റെ ദിക്റിന് വേണ്ടി ചിലവഴിച്ചതാണ്. അത് അതിനെ കൊണ്ട് അവൻ അഭിമാനിക്കും, അൽഹംദുലില്ലാ. അതല്ലാത്ത സമയം ഉണ്ടാവുമല്ലോ, ഇതിനു വേണ്ടി അല്ലാതെ ചിലവഴിച്ച, സുഹൃത്തുക്കളെ വേറെ കത്തിയടിക്കാനും വെറുതെ എങ്ങനെ സമയം പായാക്കാനും വേണ്ടി ചിലവഴിച്ച സമയം, എന്തിനാണ് ചിലവഴിക്കുന്നതെന്ന് പോലും ചിന്തിക്കാതെ ചിലവഴിച്ച ആ സമയം, അതിൻ്റെ മുകളിൽ അവൻ ഖേദിക്കും. അവൻ പറയാം, അള്ളാഹ് ഖേദിക്കാതെ ഉറപ്പായി ഖേദിക്കൂലേ? കാരണം ഇതുകൊണ്ടല്ലേ അള്ളാഹിൻ്റെ തൃപ്തി നമ്മൾ കരസ്ഥമാക്കേണ്ടത്. ഈ സമയം ഉപയോഗിച്ചല്ലേ അള്ളാഹിൻ്റെ മഹബത്ത് നമ്മൾ നേടേണ്ടത്. ഈ സമയം തന്നെയല്ലേ നമ്മുടെ അടുത്തുള്ളൂ എല്ലാത്തിനും, ഇൽമു നേടാനും ഇബാദത്ത് ചെയ്യാനും അള്ളാഹിൻ്റെ മഹബത്ത് വെക്കാൻ, എന്തെന്നാണെങ്കിലും ഏത് കാര്യത്തിനും ഈ സമയമല്ലേ നമ്മുടെ അടുത്തുള്ളൂ. ഈ സമയം നമ്മൾ പായാക്കി കളഞ്ഞാൽ പിന്നെ നമ്മൾ ഖേദിക്കാതിരിക്കും, റബ്ബേ പരലോകത്ത് അള്ളാഹു കാണിക്കുക, ഇതൊക്കെ എത്രയും പായാക്കി കഴിഞ്ഞല്ലോ, കളഞ്ഞല്ലോ, ഇതൊക്കെ എന്തൊക്കെ നല്ല കാര്യത്തിന് ഉപയോഗിക്കായിരുന്നു എന്ന് അവർ ചിന്തിക്കാതിരിക്കുമോ? കാല ബാദു സലഫ് സാലിഹ്യങ്ങളായ മഹാന്മാർ പറഞ്ഞു, തോറതു അലാ ഇബ്നു ആദം യൗമിൽ ഖിയാമ സആത്തു ഉംരിഹി. ഖിയാമത്ത് നാളിൽ ആദം സന്തതികളെ അവരുടെ സമയം മുഴുവൻ കാണിക്കപ്പെടും. കുല്ലു സആത്തിൻ ലം യദ്കുറുല്ലാഹ ഫീഹാ. അള്ളാഹിൻ്റെ ദിക്റില്ലാത്ത ഏത് സമയമാണെങ്കിലും, അള്ളാഹിൻ്റെ ദിക്ർ ചൊല്ലൽ മാത്രമല്ല, ഖുർആൻ ഓതൽ, സലാത്തല്ലൽ, ദിക്റല്ലൽ, ഇൽമു പഠിക്കൽ, പഠിപ്പിക്കൽ, ഹിദ്മത്ത് ചെയ്യൽ, എല്ലാം ആ ദിക്റിൽ പെട്ടു. ആ ദിക്റില്ലാത്ത സമയങ്ങൾ തൻഖതിഉ നഫ്സഹു അലൈഹാ ഹസറാത്ത്. അവൻ്റെ ശ്വാസം നിലച്ചു പോവും ഖേദം കൊണ്ട്. അല്ലാഹ് റബ്ബേ, ഞാൻ എന്താണ് ചെയ്തത് ഈ സമയം കൊണ്ട്? ഇത്രയും അമൂല്യമായിരുന്നു എൻ്റെ സമയം. ഈ സമയം ഞാൻ എന്തിനാണ് ഉപയോഗിച്ചത്? കത്തിയടിക്കാനാണല്ലോ റബ്ബെ ഞാൻ ഉപയോഗിച്ചത്, ഒരു കാര്യമില്ലല്ലോ അതുകൊണ്ട് എന്നവനിങ്ങനെ ഖേദിക്കുന്ന ഒരു സമയം ഉണ്ടാവും നാളെ പരലോകത്ത് നിന്ന്. വഖറജ ഇമാം തബറാനി റഹിമഹുല്ലാഹു തആല ഫി ഹദീസ് ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു അൻഹ. ആയിഷ ബീവിയിൽ നിന്ന് ഉദ്ധരിക്കുന്ന നേരത്തെ പറഞ്ഞ ഹദീസ്, മറ്റൊരു റിപ്പോർട്ട് അനുസരിച്ച്, മാ മിൻ സഅത്തിൻ തമറു ഇബ്നു ആദം ലം യദ്കുറുല്ലാഹ ഫീഹിമാ ബിഖൈർ ഇല്ലാ ഹസിറ ഇൻദഹുമാ യൗമൽ ഖിയാമ. നാളെ പരലോകത്ത് ആദം സന്തതികളുടെ സമയം കാണിക്കപ്പെടുമ്പോൾ അതിൽ നന്മ കൊണ്ട് അള്ളാഹുവിൻ്റെ ദിക്റിലായി നിൽക്കുന്ന സമയത്തിലല്ലാതെ ബാക്കിയുള്ള സമയങ്ങളിലൊക്കെ അവർ ഖേദം കൊണ്ട് അങ്ങേയറ്റത്തെ ഖേദത്തിലായി നിൽക്കുന്ന അവസ്ഥ ഉണ്ടാവും. ഫമിൻ ഹുനാ തതജല്ലാലക അന്ന മാ ലൈസ ബിഖൈരിൻ ബികലാം ഫസുഖൂതു അൻഹു അഫ്ദലു മിൻ തകല്ലുമി ബിഹി. ഇതിൽ നിന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവുന്നത്, സംസാരിക്കേണ്ടതല്ലാത്ത സാഹചര്യത്തിൽ, സംസാരിക്കൽ ഹയറല്ലാത്ത സാഹചര്യങ്ങളൊക്കെ മൗനം പാലിക്കൽ നല്ലത്. അല്ലാഹുമ്മ ഇന്നാ മാ തദ്ഉ ഇലൈഹി ഹാജത്തു മിമ്മാ ലാ ബുദ്ദ മിൻഹു. എന്നാൽ സംസാരിക്കൽ ആവശ്യമായ കാര്യത്തിൽ സംസാരിക്കുകയും വേണം. റബിയാനി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്തപോലെ അദ്ദേഹം പറഞ്ഞു, ഇയ്യാക്കും ഫുദൂൽ കലാം. ഒരുപാട് സംസാരിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കണം. ഹസ്ബുംറഇൻ മാ യബ്ലുഉ ഹാജത്തുൻ. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന് ആവശ്യമായ സംസാരം മതി, അവൻ്റെ ആവശ്യത്തിന് വേണ്ടിയുള്ള സംസാരം, അതിൻ്റെ അപ്പുറത്ത് സംസാരിക്കേണ്ട. കാല യഹ്യ, ഒരു കഥ പറയാട്ടോ, ഈ കഥ നല്ല രസകരമായ കഥ. കാല യഹ്യ ബിനു അബി കസീർ റഹിമഹുല്ലാഹി തആല പറഞ്ഞു, അദ്ദേഹം പറഞ്ഞു, റകിബ റജുലൻ അൽ ഹിമാർ ഫാസറ ബിഹി. അവൻ ഒരു മനുഷ്യൻ ഒരു കൈതൻ്റെ മുകളിൽ സഞ്ചരിച്ചു.
എന്നിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ ആ കൈതൻ്റെ മുകളിൽ വീണു. ഫക്കാല തൈസൽ ഹിമാർ, നശിച്ച കൈത എന്ന് പറയുമല്ലോ. ഇപ്പം നമ്മളൊരു വണ്ടിക്ക് പോയാലും വണ്ടി നശിച്ച വണ്ടി എന്നൊക്കെ പറഞ്ഞ് പ്രാകൂല, അതേപോലെ ഈ കൈതനെ നശിച്ച കൈത എന്ന് പറഞ്ഞു. അല്ല കൈത നശിക്കട്ടെ എന്നൊക്കെ പറഞ്ഞു, ശാപവാക്ക് പോലെ പറഞ്ഞു. ഫക്കാല സാഹിബുൽ യമീൻ, അതായത് മുൻകർ നക്കീർ അലൈഹി ഇസ്ലാം ഉണ്ടാവുമല്ലോ. അപ്പോൾ മലക്ക് നന്മ ഇരുന്ന മലക്ക് എന്ത് പറഞ്ഞു? മാ ഹിയ ബി ഹസനാത്ത് അക്തുബുഹ, ഇതിപ്പോൾ ഇയാൾ പറഞ്ഞതൊരു നന്മ ഒന്നുമല്ലല്ലോ, അതുകൊണ്ട് എഴുതണ്ട. നന്മൻ്റെ മലക്ക് പറഞ്ഞു എഴുതണ്ട. വക്കാല സാഹിബു ഷിമാൻ, എന്നാൽ തിന്മൻ്റെ മലക്ക് എന്ത് പറഞ്ഞു? തിന്മ എഴുതുന്ന മലക്ക് മാ ഹിയ മിന സയ്യാത്ത് ഫാക്തുബുഹ, എന്നാൽ ഇത് തെറ്റൊന്നല്ലല്ലോ, ഇപ്പോൾ ഒരു ജീവനല്ലേ പറഞ്ഞത്, തെറ്റല്ലല്ലോ. അപ്പോൾ ഒരു വീണപ്പോൾ പറഞ്ഞതല്ലേ, അത് വേണ്ട, തെറ്റല്ലാത്തതുകൊണ്ട് എഴുതണ്ട. അങ്ങനെ ഇടത്തെ ഭാഗത്തെ മലക്ക് അങ്ങനെ പറഞ്ഞു. അള്ളാഹു ഇലാ സാഹിബ് ഷിമാൽ, അപ്പോൾ ഇടത്തെ ഭാഗത്തെ മലക്കിന് പിന്നെ അള്ളാഹു സുബ്ഹാനഹു തആല വഹി ഇറക്കി കൊടുത്തു. മാ തറക്ക സാഹിബുൽ യമീൻ, എന്താ വഹി അറിയോ? മാ തറക്ക സാഹിബുൽ യമീൻ മിൻ ഷൈഇൻ ഫാഖ്തുബു, അതായത് വലത്തെ ഭാഗത്തെ മലക്ക് എഴുതാത്തതൊക്കെ ഈ എഴുതിച്ചോന്ന്. വലത്തെ ഭാഗത്തെ മലക്ക് എഴുതാത്തതെന്ന് പറഞ്ഞാൽ എന്താണ്? നല്ല കാര്യങ്ങളൊക്കെ, അല്ലാത്ത കാര്യങ്ങളൊക്കെ എൻ്റെ തിന്മേൻ്റെ ഇതിലെഴുതിക്കോ. നല്ല കാര്യങ്ങൾ അതിപ്പോൾ നമ്മളിപ്പോൾ ദിക്കറിന് വേണ്ടി എന്ന് പറഞ്ഞല്ലോ, ഇബാദത്തിന് വേണ്ടി, ഹിദ്മത്തിന് വേണ്ടി, ഇൽമിന് വേണ്ടി ഒക്കെ നമ്മൾ പരിശ്രമിക്കാത്തതൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഇപ്പുറത്ത് എഴുതിക്കോ. ഫസ്വദ ഫീ സയ്യാത്ത്, എന്നിട്ട് അപ്പോൾ അദ്ദേഹം അത് പിന്നെ അദ്ദേഹത്തിൻ്റെ തെറ്റുകളുടെ കൂട്ടത്തിൽ എഴുതി. എന്താ എഴുതിയത്? തൈസൽ ഹിമാർ, കൈതനെ ശപിച്ച ഒരു കേസ്. വലാഹിറു ഹാദ, ഇതിന് മനസ്സിലാവുന്നത് അന്നമാലേ സബി ഹസനത്തിൻ വഹുവ സയ്യ, നന്മയല്ലാത്തെല്ലാം തെറ്റാണെന്നാണ്. വൈൻഖാൻ ലാ യുവാക്കബാലി, അതിനർത്ഥം ശിക്ഷിക്കപ്പെടുന്ന തെറ്റെന്നല്ല കേട്ടോ, അങ്ങനെയല്ല, ശിക്ഷിക്കപ്പെടുന്ന തെറ്റല്ല ഒന്നും, പക്ഷേ അത് തെറ്റാണ്. എന്തുകൊണ്ട്? വഖദ് തഖഅ മുഖഫിറാത്തുൻ ബി ഇജ്തിനാബിൽ കബായർ, അവൻ വൻ തെറ്റുകൾ ചെയ്താതിരുന്നാൽ തന്നെ അള്ളാഹു അതൊക്കെ പുറത്തു കൊടുക്കും. ഈ നന്മ ചെയ്യാത്ത തെറ്റുകളുണ്ടല്ലോ, അപ്പോൾ അത് തെറ്റൊന്നല്ല. വലാകിന്ന ദമാനഹ ഖദ് ഹസിറഹു സാഹിബുഹ, ആ കാരണം കൊണ്ടാണ്. അതായത് അവൻ്റെ സമയമുണ്ടല്ലോ, ആ സമയം നഷ്ടപ്പെടുത്തിയില്ലേ, അവന് നല്ല ചെയ്യാനുള്ള സമയമായിരുന്നില്ലേ, അതവൻ ചെയ്തില്ലല്ലോ. ആ കാരണം സമയം നഷ്ടപ്പെടുത്തി എന്നുള്ള തെറ്റ് അവന് ഖേദം ഉണ്ടാവും ആ സമയത്തിൻ്റെ മുകളിൽ, അതുകൊണ്ട് അത് തെറ്റായി രേഖപ്പെടുത്തും. അതിൻ്റെ ശിക്ഷ എന്തായിരിക്കും? ആ ഖേദ. ഹൈസ് ദഹബത്ത് ബാത്തില, അവന് അത് വേസ്റ്റാക്കി കളഞ്ഞു. ഫയഹ്സുലുഹു ബിദാലിക്കൽ ഹസറത്തുൻ ഫിൽ ഖിയാമ, അതിൻ്റെ തിന്മയായിട്ട് നാളെ ഖിയാമത്ത് നാളിൽ എന്താ ഉണ്ടാവും? അവനൊരു ഖേദം ഉണ്ടാവും. വാസഫു അലി, അതിൻ്റെ മുകളിൽ അവൻ ഖേദിക്കും. വഹുവ നൗ ഉൻ ഒഖബ, അതൊരു ശരിക്കും ആ ഖേദം എന്ന് പറയുന്നത് ഒരു പണിഷ്മെൻ്റ് തന്നെയാണല്ലോ, ഒരു ശിക്ഷ തന്നെയല്ലേ. അപ്പോൾ നന്മ ചെയ്യാത്തതിൻ്റെ പേരിൽ അവൻ ശിക്ഷിക്കപ്പെടില്ല, പക്ഷേ നന്മ ചെയ്യാത്തതിന് ശിക്ഷ ഉണ്ട്. എന്താ? നാളെ പരലോകത്ത് അവൻ അത് ഖേദിക്കും എന്നുള്ളത്. എന്താ ഖേദം? ഞാൻ ഈ സമയം വേസ്റ്റ് ചെയ്തല്ലോ റബ്ബേ, നല്ലതിനൊക്കെ ഉപയോഗിക്കായിരുന്നല്ലേ, ഞാനത് വെറുതെ കളഞ്ഞല്ലോ എന്നവൻ കരുതും. വഹാദ, അതുകൊണ്ട് വഹൈറുമായു സായിദു സാലിഖ്, ഒരു സാലിക്കായ ആത്മീയ യാത്ര നടത്തുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ബെസ്റ്റായ കാര്യം എന്താ അറിയോ? ഇപ്പം നല്ലത് സംസാരിക്കാൻ പറ്റില്ലെങ്കിൽ മൗനം പാലിക്കണം എന്നല്ല, അപ്പോൾ ഏറ്റവും ബെസ്റ്റായ കാര്യം എന്താ അറിയോ? അലാത്ത ഹഖീഖി ഹുലുഖുസംത്, അവനെപ്പോഴും ഒരു മൗനം പാലിക്കുക എന്നുള്ളതാണ്. അതായത് മൗനം പാലിക്കാൻ ഉദ്ദേശിക്കുന്ന ഒരാൾക്ക് ഏറ്റവും നല്ല കാര്യം, അങ്ങനെയാണ് അർത്ഥം. മൗനം പാലിക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു സാലിക്കിന്, അത് മൗനം യാഥാർത്ഥ്യമാക്കാൻ ഉപയോഗിക്കുന്ന ഒരു സാലിക്കിന് ഏറ്റവും നല്ല കാര്യം അൻ ലാ യഈശ ഇല്ലാ ഫീ ഖൗമി യദ്കുറൂന അല്ലാഹു തആല, അള്ളാഹുവിൻ്റെ ദിക്റിൽ ഉള്ള ഒരു കൂട്ടത്തിൻ്റെ കൂടെ ജീവിക്കല്ലാതെ വേറെ ഓപ്ഷൻ ഇല്ല. അപ്പം നമ്മൾ അള്ളാഹിനെ ഓർക്കുന്ന കൂട്ടത്തിലല്ലാന്ന് കരുതുക. നമുക്കൊരു 3-4 സുഹൃത്തുക്കളുണ്ട് നാട്ടിലെ, നമ്മൾ കുടുംബക്കാരും കുറച്ച് അയൽവാസികളും കുറച്ച് വാട്സപ്പ് ഗ്രൂപ്പുകളും അവിടെയും ഇവിടെയൊക്കെ, അവരിങ്ങനെ പറയാം ആ കാര്യം ഈ കാര്യം, ട്രിപ്പ്, ആഘോഷം, ഗെറ്റ് ടുഗദർ, അത് ഇത് ആ കാര്യം എന്നാണ് ഇങ്ങനെ വെറുതെ ഇങ്ങനെ ചളിയും പറഞ്ഞ് തിരിച്ച് ഹൂ ബീ പൂന്ന് നടക്കുന്നുണ്ടെന്ന് കരുതുക. അവരെ കൂടെ കൂടിയാൽ നമുക്ക് സംത്ത് നടക്കുമോ? ഒന്ന് ആലോചിച്ച് നോക്കി. നമ്മളവിടെ പോയി മൗനം പാലിക്കാൻ പറ്റുമോ? ഒരിക്കലുമില്ല. അപ്പോൾ മൗനം പാലിക്കൽ നമുക്ക് ഹൈറാണ്. മൗനം പാലിച്ചില്ലെങ്കിൽ നമ്മൾ ആത്മീയ യാത്രയിൽ പ്രയാസം ഉണ്ടാവുമെന്ന് മനസ്സിലാക്കിയാൽ എന്താ നമ്മൾ ചെയ്യേണ്ടത്? അള്ളാഹിനെ ഓർക്കുന്ന ആൾക്കാർ കൂടെ കൂടുക.
അങ്ങനെ ആകുമ്പോൾ ഓല് നമ്മുടെ അടുത്ത് നിന്ന് സംസാരം പ്രതീക്ഷിക്കില്ല. ഒരൊത്തു കുടുംബം എന്താ ചെയ്യുള്ളൂ? ദിക്റല്ലോ, നല്ല കാര്യങ്ങൾ പറയും, മഹാന്മാരോ മനാക്കിബുകൾ പറയും, ഇൽമിനെ പറ്റി പറയും, ഹിദ്മത്തിനെ പറ്റി പറയും. അപ്പോൾ നമുക്ക് രസമായി. അതേസമയം മറ്റവരെ കൂടെ കൂടിയാലോ എന്നും പ്രയാസമായിരിക്കും. നമ്മൾ എപ്പോഴെങ്കിലും ഒരു വീണു വീണ്ടും നമ്മളെ സംത്തൊക്കെ ഒരു പരിധി വരെ നടക്കുള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ സംസാരിച്ച് പോകും. ഒത്തുനഹു അഖീദത്തം വസുലൂക്ക്. എങ്ങനത്തെ ആൾക്കാരാണ് അവർ അള്ളാഹിനെ അനുസരിക്കുന്നവരും അവർ അഖീദ കൊണ്ടും അവർ ആത്മീയമായ യാത്ര കൊണ്ടൊക്കെ അള്ളാഹിനെ അനുസരിക്കുന്നവരാണ്. വയതസാറഊന ഇലാ തൗബത്തി വൽ ഇസ്തിഗ്ഫാരി വദ്ദിക്രി ഇദാ മാ അദ്നബു. അതുപോലെ തന്നെ അവർ എന്തെങ്കിലും തെറ്റ് ചെയ്തു പോയാൽ പെട്ടെന്ന് തന്നെ തൗബയിലേക്കും ഇസ്തിഗ്ഫാറിലേക്കും മടങ്ങുന്ന ആളുകളാണ്. അങ്ങനത്തെ ആൾക്കാരെ കൂടെ അള്ളാഹിനെ അനുസരിക്കുന്ന, അള്ളാഹിൻ്റെ ദിക്റിലും വിഭാഗത്തും നടക്കുന്ന, അള്ളാഹിലേക്ക് യാത്ര ചെയ്യുന്ന, അള്ളാഹിനെ മഹബത്ത് വെക്കുന്ന, എന്നാൽ എന്തെങ്കിലും തെറ്റ് സംഭവിച്ചു പോയാൽ പെട്ടെന്ന് തൗബ ചെയ്യുന്ന വിഭാഗം ആളുകളുണ്ടാവും. എപ്പോഴും അവരെ കൂടെ ഇങ്ങനെ നടക്കണം. എല്ലാത്തൊരു കൂട്ടിലേക്ക് നമ്മൾ കൂടിപ്പോയാൽ, നമ്മളെപ്പോഴും ശ്രദ്ധിക്കുന്നുണ്ടാവും, കൂട്ടിലേക്ക് കൂടിപ്പോയാൽ നമ്മൾ ഈ സമത്വമൊന്നും നടക്കൂല. നമുക്ക് ഏറ്റവും പ്രയാസമുള്ള കാര്യം മൗനം പാലിക്കരുത്. ഉറപ്പാണ്, സംസാരിച്ചു പോകും. പിന്നെ ആ സംസാരിച്ചതിലൊക്കെ കുറച്ച് കഴിഞ്ഞാൽ ആ സംസാരം കൊണ്ട് നമുക്ക് വീഴ്ചകൾ സംഭവിക്കും. ആ വീഴ്ചകൾ നമ്മൾ തെറ്റുകളിലേക്ക് എത്തിക്കും. ആ തെറ്റുകളെ നമ്മൾ അള്ളാഹിൽ നിന്ന് അകറ്റുകയും ചെയ്യും, നമ്മൾ എത്ര വലിയ ആരിഫാണെങ്കിലും ശരി. കാരണം പറയാം. ഇതിൽ ഇൻസാനു സരീ ഉൽ ഇസ്തിജാബത്തി ബില്ലദി യുസാഹിബു. കാരണം മനുഷ്യൻ്റെ പ്രകൃതി എന്താ അറിയോ? നമ്മൾ ആരെയാണോ നമ്മൾ സഹവസിക്കുന്നത് അവരുടെ സ്വഭാവം നമ്മൾ പെട്ടെന്ന് സ്വീകരിക്കും. അപ്പോൾ നമ്മൾ ആലോചിച്ച് നോക്കി, പെട്ടെന്ന് ഒരു സുഹൃത്ത്, നല്ലൊരു സുഹൃത്തുണ്ടെന്ന് കരുതാം, അത് നല്ലൊരു ഇഖ്വാൻ, എപ്പോഴും ഹിദ്മത്തിലും ഇബാദത്തിലും ഷെയ്ഖിനോടുള്ള മഹബത്തിലും ഇഖ്വാനിങ്ങളോടുള്ള മഹബത്തിലും അങ്ങനെയൊക്കെ ആയിട്ട് ഭയങ്കര ഉഷാറായി നടക്കുന്ന ഒരാൾ, അയാളെ കൂടെ ഒരാൾ നടന്നു. കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേ നമുക്ക് മനസ്സിലാവും അയാളിലും അതേ വിശേഷങ്ങളൊക്കെ വന്നിട്ടുണ്ടാകും. കാരണം പെട്ടെന്ന് ആ മാറ്റം നമുക്ക് ഫീൽ ചെയ്യും. അതേസമയം വേറൊരു ഇഖ്വാൻ, അയാൾ ഇതിലൊന്നും താല്പര്യമുള്ള ആളല്ല, ദിക്ർ നന്നായി കൊണ്ടെടുക്കില്ല, അങ്ങനെ ഇപ്പോൾ എല്ലാവരെയും കുറ്റപ്പെടുത്തിക്കൊണ്ട, എല്ലാവരെയും കുറ്റങ്ങളും കുറവുകളും കണ്ടുപിടിക്കുന്ന ഒരു ടൈപ്പ് ആളാണ് എന്ന് വിചാരിക്കുക. അയാളെ കൂടെ വേറെ ആൾ നടന്നാൽ നമുക്ക് അപ്പോഴും മനസ്സിലാവും ആ ആൾക്ക് പെട്ടെന്ന് അയാളെ സ്വഭാവം വന്നിട്ടുണ്ടാവും. മനുഷ്യന്മാരുടെ പ്രകൃതമാണ്, ആരെയാണോ നമ്മൾ സഹവസിക്കുന്നത് ആ സഹവസിക്കുന്ന ആളുടെ സ്വഭാവം നമുക്ക് പെട്ടെന്ന് നമ്മൾ പകർത്തിയെടുക്കും. അപ്പോൾ നമ്മൾ ഇങ്ങനത്തെ ആൾക്കാരെ കൂടെ സഹവസിക്കാവോ, എല്ലാത്തവരെ കൂടെ സഹവസിക്കരുത്. മിൻഹാദ ദക്റൻ നാദിം റഹിമഹുല്ലാഹു തആല. ഈ ഒരു കാരണം കൊണ്ടാണ് ഈ കവിതയുടെ അടുത്ത ഭാഗത്ത് പറയുന്നത്. ഇതൊക്കെ കണക്റ്റഡാന്നർത്ഥം. അതായത് നല്ല നസീഹത്ത് നടത്തണം എന്ന് പറഞ്ഞു. നല്ല നസീഹത്ത് നമുക്ക് നടത്താൻ പറ്റണമെന്നുണ്ടെങ്കിൽ നമ്മൾ മൗനം പാലിക്കണം. നല്ല രൂപത്തിൽ നല്ല നസീഹത്ത് നടത്താൻ പറ്റും. അതിന് ആ കാരണങ്ങളാണ് ഇത്രയും നമ്മൾ വിശദീകരിച്ചത്. ഇനി മൗനവും നസീഹത്തും നടക്കണം എന്നുണ്ടെങ്കിൽ എന്ത് വേണമെന്നറിയോ? നല്ല ആളുകളെ കൂടെ സഹവസിക്കണം. അതുകൊണ്ടാണ് അടുത്തതിനെ പറ്റി നല്ല കൂട്ടുകാരെ നിങ്ങൾ കണ്ടെത്തണം, അവരെ കൂടെ സഹവസിക്കണം എന്ന് പറയാൻ കാരണം. അപ്പോൾ ഇത് മൂന്നും കണക്റ്റഡാണ്. ശരിക്കും ഷെയ്ഖ് ഇബ്രാഹിം നിയാസ് റളിയല്ലാഹു അൻഹു തങ്ങളെ എത്ര മനോഹരമായിട്ടാണ് ഈ മൂന്ന് കാര്യത്തെയും ഒരുമിച്ച് കൂട്ടിയത്. കഴിഞ്ഞ പദ്യത്തിലും അതേപോലെ തന്നെ ആയിരുന്നില്ലേ? നമ്മൾ രാത്രി ഇബാദത്ത് ചെയ്യാൻ പറഞ്ഞു, അതിൻ്റെ കൂടെ വിശപ്പ് സഹിക്കാൻ പറഞ്ഞു. എന്തിനാണ് രാത്രി ഇബാദത്ത് ചെയ്യുന്ന വിശപ്പിനെ ഒരുമിച്ച് കൂട്ടിയത്? കാരണം വിശപ്പ് സഹിച്ചാലേ ഇബാദത്ത് ചെയ്യാൻ കഴിയും. നന്നായിട്ട് വയറ് നിറച്ച് ഭക്ഷണം കഴിച്ചാൽ ഇബാദത്തൊന്നും നടക്കില്ല എന്ന കാരണം കൊണ്ട്. അപ്പോൾ അത് ഈ പറഞ്ഞ ഒരുമിച്ച് കൂട്ടിയ കാര്യങ്ങളൊക്കെ കണക്റ്റഡാണ്, വെറുതെ പറയുന്നതല്ല. റളിയല്ലാഹു അൻഹു.